Okay, let's start. Teaching Aptitude UGC NET എക്സാമുമായി ബന്ധപ്പെട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഏരിയയിൽ നിന്നും സാധാരണഗതിയിൽ കാണാറുള്ളത് 5 to 6 ക്വസ്റ്റ്യൻസ് ആണ്. സോ അത്രയും സിഗ്നിഫിക്കൻ്റ് ആണ്, ബിക്കോസ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എക്സാമും ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടാണ്, അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിന് വേണ്ടിയാണ്. സോ ദിസ് ഏരിയ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ ഫസ്റ്റ് തിങ്, നമ്മൾ ഈ ഒരു സിലബസ് എൻറ്റയർലി കവർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. അതിനുശേഷം ഓരോ ഏരിയ വൈസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക, അതിനെ ആൻസർ ചെയ്ത് നോക്കുക. സോ മൊത്തമായിട്ട് കവർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ 90% ക്വസ്റ്റ്യൻസിനും നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. അത്രയും കമ്പാരിറ്റീവ്ലി ഈസിയർ ഏരിയയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ. വിൽ സ്റ്റാർട്ട് ദി ഡിസ്കഷൻ ഫ്രം എ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് among the following reflect best quality of teaching in a classroom? ക്ലാസ് റൂം ടീച്ചിങ്ങിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഏതാണ്? ത്രൂ ദി യൂസ് ഓഫ് മെനി ടീച്ചിങ് എയ്ഡ്സ് ഇൻ ദി ക്ലാസ് റൂം. യൂസിങ് ടീച്ചിങ് എയ്ഡ്സ്, അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമതായിട്ട് ത്രൂ ഫുൾ അറ്റൻഷൻ ഇൻ ദി ക്ലാസ് റൂം, ത്രൂ ദി ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ബൈ സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് റൂം, ത്രൂ ഒബ്സർവേഷൻ ഓഫ് സൈലൻസ് ബൈ സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് റൂം. ഇതിലേതാണ് ഒരു ക്വാളിറ്റി ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് അഷ്വർ ചെയ്യാൻ സാധിക്കുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നോർമലി ദർ വിൽ ബി, എല്ലാ തവണയും അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ കാണാറുണ്ട്. സോ ആൻസർ എന്ന് പറയാവുന്നത് ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ക്യാൻ ബി റിഫ്ലക്റ്റഡ് ബൈ ദി വേ ത്രൂ ദി ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ബൈ ദി സ്റ്റുഡൻറ്റ്. സോ ബേസിക്കലി നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ 4 ഓപ്ഷൻസിൽ എല്ലാം സിമിലറായിട്ട് തോന്നാം, എല്ലാം എവിഡൻ്റ് ആയിട്ട് തോന്നാം. എല്ലാം ഈ പറയുന്ന ക്വാളിറ്റി അഷ്വർ ചെയ്യാനുള്ള പോയിൻറ്റ്സ് തന്നെയാണ്. പക്ഷേ അറ്റ് ദി സെയിം ടൈം ഏതാണ് ക്വാളിറ്റിയുള്ള ടീച്ചിങ് കാരണം ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ബിക്കോസ് ക്വാളിറ്റി ടീച്ചിങ് ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. സോ ദേ വിൽ ബി ആസ്കിങ് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ടു യു. അതാണ് ഏറ്റവും ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യും, അതേപോലെ തന്നെ ഫുൾ അറ്റൻഡൻസ്, ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്, നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഫുൾ അറ്റൻഡൻസ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. അതേപോലെയാണ് സൈലൻസും. ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. എന്നാലും ഏറ്റവും നല്ല പോയിന്റ് എന്ന് പറയുന്നത് ത്രൂ ദി ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ബൈ സ്റ്റുഡൻസ് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും നല്ല രീതിയിലാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. സോ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത്തരത്തിലുള്ള പല ക്വസ്റ്റ്യൻസും ടീച്ചിങ് ബേസിക്സിൽ നിന്ന് വരാറുണ്ട്. സോ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടീച്ചിങ് ബേസിക്സ് ആണ്. ഫസ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ടു നോ ഈസ് പെഡഗോഗി. പെഡഗോഗി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? സയൻസ് ആൻഡ് ആർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് കോൾഡ് പെഡഗോഗി. അതായത് നമ്മളിപ്പോൾ സ്കിൽ അക്വിസിഷനുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊടുക്കുന്നു, അതും പ്രൈമറി സ്കൂൾ ലെവൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ നമ്മൾ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊടുക്കുന്നത്, അതിനെപ്പറ്റിയാണ് പെഡഗോഗി എന്ന് പറയുന്ന ആ ഒരു ടേം ഡിനോട്ട് ചെയ്യുന്നത്. ബേസിക്കലി മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് പെഡഗോഗി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ എയിം ഈസ് ടു ഡെവലപ്പ് ഹ്യൂമൻ ബീയിങ്സ് അപ് ടു ദി സ്കിൽ അക്വിസിഷൻ. അവരെ കൊണ്ട് സ്കിൽ അക്വയർ ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് പെഡഗോഗി ടേം യൂസ് ചെയ്യുന്നത്. സോ പെഡഗോഗി നോർമലി പല സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്ലാൻ ചെയ്യുക, നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളത് പ്ലാൻ ചെയ്യുക, എക്സിക്യൂഷൻ, അസസ്മെൻറ്റ്, റിഫ്ലക്ഷൻ. ഈ 4 സ്റ്റേജിലൂടെയാണ് ഒരു ടീച്ചിങ് പെഡഗോഗി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് തിങ്, നമ്മളുടെ ടീച്ചിങ് പാറ്റേൺ എങ്ങനെയായിരിക്കും, ഏത് രീതിയിലാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നതെന്ന് ക്ലിയർ ആയിട്ട് പഠിക്കുക. രണ്ടാമതായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക, ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത് നോക്കുക. കണ്ടക്ട് ചെയ്തതിനെ ബേസ് ചെയ്ത് നമ്മളുടെ സെൽഫ് ഇവാലുവേഷൻ, ഒരു അസസ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നു. ആൻഡ് ഫൈനലി അതിൽ നിന്നും ഫീഡ്ബാക്ക് എടുക്കുന്നു, റിഫ്ലക്ഷൻ, എങ്ങനെ സ്റ്റുഡൻസിനെ ചേഞ്ച് ചെയ്തു എന്നറിയാൻ സാധിക്കും. ഈ 4 സ്റ്റേജസിലൂടെയാണ് ഒരു ടീച്ചിങ് പെഡഗോഗി മുന്നോട്ട് പോകുന്നത്. സോ ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: ദി ഫീൽഡ് ഓഫ് സ്റ്റഡി വിച്ച് യൂസസ് റോൾ പ്ലേയിങ്, സിമുലേഷൻ ആൻഡ് സെൽഫ് ഇവാലുവേഷൻ ആസ് എ സ്ട്രാറ്റജീസ് ഓഫ് അഡൾട്ട് ലേണേഴ്സ്. അതായത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ പെഡഗോഗിയെ പറ്റി അല്ല, പക്ഷേ ക്വസ്റ്റ്യൻ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ആ കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ വി മേ ഗോ ഫോർ പെഡഗോഗി. അതായത് ഇവിടെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് അഡൾട്ട് ലേണേഴ്സിനെ അവരുടെ റോൾ പ്ലേയിങ് ഉപയോഗിച്ചുകൊണ്ട്, സിമുലേഷൻ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സെൽഫ് ഇവാലുവേഷൻ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കുന്ന ഫീൽഡ് ഓഫ് സ്റ്റഡിയുടെ പേരെന്താണ്? അതിനെയാണ് ആന്ത്രഗോഗി എന്ന് പറയുന്നത്. ഓക്കെ, പെഡഗോഗി ആൻഡ് ആന്ത്രഗോഗി, ഈ 2 ടേംസ് ആർ ദേ.
പെഡഗോഗി നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. വെറസ് ആൻഡ്രഗോഗി ഈസ് യൂസ്ഡ് ഇൻ ലൈൻസ് വിത്ത് അഡൾട്ട് എഡ്യൂക്കേഷൻ. Okay, the basic difference between these two is this much. Primary education, school level education, അതിന് വേണ്ടിയാണ് നമ്മൾ പെഡഗോഗി യൂസ് ചെയ്യുന്നത്, ടീച്ചിങ് പെഡഗോഗി. വെറസ് ആന്ത്രഗോഗി ഈസ് ഗിവൺ ടു ഹയർ ലെവൽ എഡ്യൂക്കേഷൻ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സെൽഫ് ലേണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക, സെൽഫ് ലേണിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുക, ഇതൊക്കെ പറയുമ്പോൾ ആന്ത്രഗോഗി എന്ന് പറയുന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്. So answer was B, andragogy, and the method and practice of teaching adult learners is called andragogy, or adult education methodology ആണ് നമ്മൾ andragogy എന്ന് പറയുന്നത്. So pedagogy literally means loading children means giving them adequate skills. ചിൽഡ്രൻസിനെ ബെറ്റർമെൻറ്റ് ചെയ്യുക, ചിൽഡ്രൻസിന് വേണ്ടി അവർക്ക് നോളജ് ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സാണ് പെഡഗോഗിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. വെറസ് ആന്ത്രഗോഗി വാസ് ടേം കോയിൻ ടു റെഫർ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ടീച്ചിങ് അഡൾട്ട്സിനെ ടീച്ച് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട ടേമാണ് ആന്ത്രഗോഗി. സോ ഇത് രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ ആരും ആന്ത്രഗോഗി എന്ന് പറയുന്ന ടേമിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും പെഡഗോഗിയാണ് റൈറ്റ് ആൻസർ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു. സോ ദർ ആർ ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ്, അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദാറ്റ് വാസ് അബൌട്ട് പെഡഗോഗി ആൻഡ് ആന്ത്രഗോഗി. നെക്സ്റ്റ് ലെറ്റ്സ് സീ ദി ബേസിക്സ്. ബേസിക്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ കാണാറുണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ലൈക്ക് വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ടീച്ചർ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ വിത്ത് റിഗാർഡ് ടു ദി റോൾ ഓഫ് ദി ടീച്ചർ. അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാം. റോൾ, ടീച്ചർ ആസ് എ സപ്പോർട്ടർ, ടീച്ചർ ആസ് എ ലീഡർ, ടീച്ചർ ആസ് എ മോട്ടിവേറ്റർ, റിസോഴ്സ് പ്രൊവൈഡർ, ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ് ഫെസിലിറ്റേറ്റർ. സോ ബേസിക്കലി ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ലെവൽ. അത് കഴിഞ്ഞാൽ ഹി ക്യാൻ ബി എ ലീഡർ. ദ നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ ഹി വിൽ ബി എ മോട്ടിവേറ്റർ. സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്തു അദ്ദേഹത്തെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക അതിനുവേണ്ടി. ദെൻ റിസോഴ്സ് പ്രൊവൈഡഡ്, എങ്ങനെ കാര്യങ്ങൾ പഠിക്കണം, ഏതൊക്കെയാണ് സോഴ്സസ്, എന്തൊക്കെയാണ് നോളജ്, അത് പകർന്നു കൊടുക്കുക, റിസോഴ്സ് കൊടുക്കുന്ന ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ. ആൻഡ് ലേണിംഗ് ഫെസിലിറ്റേറ്റർ, എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫെസിലിറ്റേറ്റർ, ഒരു മീഡിയമായിട്ട്. ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ടീച്ചർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കണം. ടീച്ചർ ഒരിക്കലും ഒരു കംപ്ലീറ്റ് ട്യൂട്ടർ എന്നുള്ളതിൽ ഉപരിയായിട്ട് ഫെസിലിറ്റേറ്റർ ആയിരിക്കണം എന്നാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം പറയുന്നത്. ഓക്കെ, ദെൻ എയിം ഓഫ് ടീച്ചിങ്. ടീച്ചിങ് എയിംസിനെ നമുക്ക് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ടീച്ചിങ് പല രീതിയിൽ പറയാം. ഏറ്റവും ബേസിക് ടേമാണ് ടീച്ചിങ്. ടീച്ചിങ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ബ്രിങ് ചേഞ്ചസ് ഇൻ ദി ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസിൻ്റെ കോമൺ ജനറൽ ബിഹേവിയേഴ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. വെറസ് കണ്ടീഷനിങ് ടു ഇംപ്രൂവ് ദി ലേണിംഗ് സ്കിൽസ് ഓഫ് സ്റ്റുഡൻസ്, ലേണിംഗ് എബിലിറ്റി, ലേണിംഗ് സ്കിൽസ് അത് ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ടേം നമ്മൾ ഉപയോഗിക്കുന്നത്. സോ എയിം ഓഫ് ടീച്ചിങ് ആണ്. എയിം ഓഫ് ടീച്ചിങ്ങിനകത്ത് ഏറ്റവും ആദ്യമായിട്ട് ടീച്ചിങ് ആസ് ആൻ എയിം പറയുകയാണെങ്കിൽ ബിഹേവിയർ ഇംപ്രൂവ്മെൻ്റ് ആണ് പറയുന്നത്. വെറസ് കണ്ടീഷനിങ് പറയുകയാണെങ്കിൽ സ്കിൽ അക്വിസിഷൻ, ലേണിംഗ് സ്കിൽസ്. ദെൻ ട്രെയിനിങ് ഷേപ്പിംഗ് ദി ബിഹേവിയർ ആൻഡ് കണ്ടക്ട്, ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയറും അതേപോലെ കോഡ് ഓഫ് കണ്ടക്റ്റും ഒക്കെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കണ്ടക്റ്റൊക്കെ ഇംപ്രൂവ് ചെയ്യുക, അതും ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയാം. ദെൻ ഇൻസ്ട്രക്ഷൻ, ഒരു ഇൻസ്ട്രക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നത് നോളജാണ്, അക്വിസിഷൻ ഓഫ് നോളജാണ് ആസ് ആൻ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ആസ് എ മീൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇൻഡോക്ട്രിനേഷൻ മീൻസ് പ്രൊവൈഡിങ് എ ഫോം ഓഫ് ബിലീഫ്, ഒരു വിശ്വാസം ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ബിലീഫ് ഉണ്ടാക്കുന്നു, ബിലീഫ് വളർത്തിയെടുക്കുന്നു. ഇതും ടീച്ചിങ്ങിൻ്റെ ഒരു എയിമായിട്ട് തന്നെ നമുക്ക് പറയാം. സോ ടീച്ചിങ് എയിംസ് പറയുകയാണെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്ന ബേസിക് എയിം കൂടാതെ കണ്ടീഷനിങ് നമുക്ക് പറയാൻ സാധിക്കും, ട്രെയിനിങ്, ദെൻ ഇൻസ്ട്രക്ഷൻ, ഇൻഡോക്ട്രിനേഷൻ. സോ ഇത്രയും ഇത്രയും എയിംസ് നമുക്ക് ടീച്ചിങ്ങിന് പറയാം. Then objectives of teaching. These are the basic things that we need to know. That's why I'm discussing all these things. Major objectives of teaching are as follows. First, to bring desired changes in people. ചെറിയ കുട്ടികളിലായാലും അതേപോലെ വലിയ ആളുകളിലായാലും അവർ വേണ്ട നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ബേസിക് ഒബ്ജക്റ്റീവ്. രണ്ടാമതായിട്ട് ടു ഷേപ്പ് ബിഹേവിയർ ആൻഡ് കണ്ടക്ട്, സ്റ്റുഡൻസിൻ്റെ ബിഹേവിയറും അതേപോലെ അദ്ദേഹത്തിൻ്റെ കണ്ടക്റ്റും ഷേപ്പ് ചെയ്യുക, നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കുക. അക്വിസിഷൻ ഓഫ് നോളജ്, to improve the learning skills of students, ലേണിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക. ആൻഡ് ദെൻ
formation of belief, as we already said, indoctrination പോലെ formation of belief, ഒരു വിശ്വാസം അവരിൽ ക്രിയേറ്റ് ചെയ്യുക. അത് പല രീതിയിലാകാം. ചിലപ്പോൾ അത് നമ്മളുടെ maybe belief about the society, belief about the community, belief about a religion, everything will come under this common phrase. Then to provide a social and efficient member to the society. സൊസൈറ്റിക്ക് ഒരു എത്തിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ഇൻഡിവിജ്വലിനെ ക്രിയേറ്റ് ചെയ്യുക. ഇതെല്ലാം ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ ഭാഗമാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി നീഡ് ടു rediscuss. So let's move on. Different variables of teaching. ടീച്ചിങ്ങിലെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതാണ്, ടീച്ചിങ്ങിലെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതാണ്, വാട്ട് ആർ ദി ഇൻ്റർവീനിങ് വേരിയബിൾസ്? ഇതൊക്കെ ജനറൽ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ടീച്ചറെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ദാറ്റ് പേഴ്സൺ ഇസ് സ്റ്റുഡൻറ്റ്. സോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ടീച്ചിങ് സ്റ്റുഡൻ്റ് ആണ്. വെറസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടീച്ചറാണ്, ടീച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്, ടീച്ചർ വിൽ പ്രൊവൈഡ് ദി റിസോഴ്സസ്. അതേപോലെ എന്തൊക്കെ കാര്യങ്ങളാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് ടീച്ചർ. മൂന്നാമത്തെ ലെവലിൽ വരുന്നതാണ് ഇൻ്റർവീനിങ് വേരിയബിൾ, ദാറ്റ് ആർ ദി പെഡഗോഗി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആന്ത്രഗോഗി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ്. ഈ ടീച്ചർ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ്സും ടെക്നിക്സും എല്ലാം ഇൻ്റർവീനിങ് വേരിയബിളാണ്. അത് ഓരോ ടീച്ചറിനെ സംബന്ധിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. അതെല്ലാം അനുസരിച്ച് ടീച്ചിങ്ങിലും മാറ്റങ്ങൾ സംഭവിക്കാം. സോ ദർ ആർ 3 വേരിയബിൾസ്. ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ 3 ബേസിക് വേരിയബിൾസ് ആണുള്ളത്. ഒന്ന് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ദാറ്റ് ഈസ് സ്റ്റുഡൻറ്റ്. ദെൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടീച്ചറാണ്. ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറയുമ്പോൾ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് യൂസ്ഡ് ഇൻ ടീച്ചിങ്. ബേസിക് റിക്വയർമെൻറ്റ്സ്. ടീച്ചിങ്ങിൽ വേണ്ട ബേസിക് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ടീച്ചിങ് എന്ന പ്രോസസ് അല്ലെങ്കിൽ ആസ് എ സിസ്റ്റം പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവണം? അതിലൊന്നാമതായിട്ട് ആസ് വി സെഡ് 3 വേരിയബിൾസ് മസ്റ്റാണ്. ടീച്ചർ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് ആൻഡ് ഇൻ്റർവീനിങ് വേരിയബിൾസ് അവിടെ ഉണ്ടായിരിക്കണം. ദെൻ പ്രൊഫഷണലിസം എന്ന് പറയുന്ന ടേം ഒരു എന്താ പറയുക, ഒരു കമ്മിറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ടേം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ടീച്ചറുടെ ഭാഗത്തു നിന്ന് 100% പ്രൊഫഷണലിസം ഉണ്ടാകണം, സ്റ്റുഡൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി 100% എഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാകണം. ഇതെല്ലാം പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണ്. ദെൻ ദർ മസ്റ്റ് ബി എ സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ്, ദാറ്റ് മേ ബി എ ക്ലാസ് റൂം ഓർ ആൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം where they will be able to interact with each other. അങ്ങനെയുള്ളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാവണം. ദെൻ ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് മസ്റ്റ് ബി there. സ്റ്റുഡൻസ് ഡിസിപ്ലിൻ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ദെൻ ടീച്ചേഴ്സ് ഡിവോഷൻ ടു ടീച്ചിങ്. ടീച്ചർക്ക് ടീച്ചിങ്ങിനോടുള്ള ആ ഒരു ഡിവോഷൻ അല്ലെങ്കിൽ ആ ഒരു താല്പര്യം. ആൻഡ് ഓൾസോ ദെയർ ഓൺ ദി അതർ ഹാൻഡ് സ്റ്റുഡൻസ് ഡിവോഷൻ ടു ലേണിംഗ്. ടീച്ചർ എത്രമാത്രം ടീച്ചിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആണോ അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണോ അത്രയും തന്നെ ഡെഡിക്കേഷൻ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്നും ലേണിങ്ങിലും ഉണ്ടാകണം. ഇതാണ് ആ ഒരു ബേസിക് റിക്വയർമെൻറ്റ്സിനകത്ത് പറയാനുള്ളത്. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റ് ഇൻ ലേണിംഗ്. ദർ ആർ 3 ബേസിക് വേരിയബിൾസ്. ഈ 3 ബേസിക് വേരിയബിൾസും ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആസ് വി ഓൾറെഡി സെഡ് 3 വേരിയബിൾസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇൻ്റർവീനിങ് വേരിയബിൾസ് ആണ്. ഡിപ്പെൻഡൻറ്റ് സ്റ്റുഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് ടീച്ചർ ആൻഡ് ഇൻ്റർവീനിങ് ദി മെത്തേഡ് ആൻഡ് techniques used in teaching. Then teacher-student relationship is another factor. Methods of teaching, അതായത് ടീച്ചിങ് എയ്ഡ്സ് ആകാം, എന്തൊക്കെ കാര്യങ്ങളാണ് ടീച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മോഡ്സ്, പെഡഗോഗി, ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരും. ദെൻ ടീച്ചർ അഡ്മിനിസ്ട്രേഷൻ റിലേഷൻഷിപ്പ്, മാനേജ്മെൻറ്റുമായിട്ട് ടീച്ചറിനുള്ള റിലേഷൻഷിപ്പ്, അത് പ്രോപ്പർ ആണെങ്കിൽ എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കും. ഓക്കെ. ആൻഡ് ദി സോഷ്യൽ എൻവയോൺമെൻറ്റ്, ഇതെല്ലാം ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന വേരിയസ് ഫാക്ടേഴ്സാണ്. സോ ഇതെല്ലാം ഞാൻ ഇവിടെ പറയാനുള്ള കാരണം ദെയർ ആർ എൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ഏരിയ. അതൊന്നും ഈ പറയുന്ന ഏരിയയിൽ നിന്നും ഡയറക്റ്റ്ലി ചോദിക്കുന്നതാണെന്നില്ല. ദർ മേ ബി സം ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. നമ്മൾ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, റൈറ്റ്? സോ നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. ഇൻഡിക്കേറ്റ് ദി ആൻസർ ബൈ സെലക്ടിങ് ഫ്രം ദി കോട്ട്. സോ നമുക്ക് കുറച്ച് നേച്ചർ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് തന്നിട്ടുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്യുക, ഏതൊക്കെയാണ് ടീച്ചിങ് ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്നുള്ളത് നോക്കുക. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇൻ്റഗ്രലി റിലേറ്റഡ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇൻ്റഗ്രലി റിലേറ്റഡ്. രണ്ടും ഒരുമിച്ച് പോകും. നമ്മളതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞല്ലോ, ഡിവോഷൻ ടു ടീച്ചിങ് ആൻഡ് ഡിവോഷൻ ടു ലേണിംഗ് മസ്റ്റ് ബി ദെയർ. രണ്ടും ഇൻ്റഗ്രലി റിലേറ്റഡ് ആണെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. ടീച്ചിങ്ങും ട്രെയിനിങ്ങും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ദെൻ
concern of all teaching is to ensure some kind of transformation of students. സ്റ്റുഡൻസിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് എല്ലാ ടീച്ചിങ്ങിൻ്റെയും ബേസിക് കൺസേൺ. ഓൾ ഗുഡ് ടീച്ചിങ് ഈസ് ഫോർമൽ ഇൻ നേച്ചർ. എല്ലാ ഗുഡ് ടീച്ചിങ്ങും ഫോർമലാണ്. എ ടീച്ചർ ഈസ് എ സീനിയർ പേഴ്സൺ. ആൻഡ് ഫൈനലി ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആക്ട് whereas learning is a personal act. Teaching is a social act whereas learning is a personal act. So ഏതൊക്കെയാണ് ഇതിനകത്ത് റൈറ്റ് ആൻസേഴ്സ്? ഓക്കെ, ഏതൊക്കെ ഓപ്ഷൻസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും? ഞാനധികം ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല. ഐ വിൽ ഗിവ് യു ദി ആൻസർ. ആൻസർ നമുക്ക് പറയാവുന്നത് സി ആണ്. അതായത് സി, ഫസ്റ്റ് ഓപ്ഷൻ. ഞാനിത് ഓരോന്നും പറഞ്ഞപ്പോൾ സ്ട്രെസ് കൊടുത്ത് തന്നെയാണ്, നിങ്ങളത് ശ്രദ്ധിച്ചാണെന്ന് വിശ്വസിക്കുന്നു. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇൻറ്റഗ്രലി റിലേറ്റഡ്, റൈറ്റ്? ലേണിങ്ങും ടീച്ചിങ്ങും ഒരേ ലൈൻസിൽ പോകണം. അത് രണ്ട് വഴി കൂടെ പോവുകയാണെങ്കിൽ രണ്ടും ഹാപ്പൻ ചെയ്യില്ല. സോ ദീസ് ആർ ബോത്ത് ഇൻറ്റഗ്രലി റിലേറ്റഡ്. ദാറ്റ് ഈസ് ട്രൂ, റൈറ്റ്? 100% ട്രൂ ആണ് ലേണിംഗ് റിലേഷനുമായി ബന്ധപ്പെട്ട്, റൈറ്റ്? ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. നോ, ടീച്ചിങ്ങും ട്രെയിനിങ്ങും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. ടീച്ചിങ്ങും ട്രെയിനിങ്ങും ഒന്നല്ല. ട്രെയിനിങ് ഈസ് എ ടൈപ്പ് ഓഫ് ടീച്ചിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് third, concern of all teaching is to ensure some kind of transformation in students. സ്റ്റുഡൻസിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് എല്ലാ ടീച്ചിങ്ങിൻ്റെയും ബേസിക് കൺസേൺ. അഗെയിൻ ട്രൂ. ദെൻ ഓൾ ഗുഡ് ടീച്ചിങ് ഈസ് ഫോർമൽ ഇൻ നേച്ചർ. നോ, വി കനോട്ട് സേ ദാറ്റ്, ബിക്കോസ് ഗുഡ് ടീച്ചിങ് ഇൻഫോർമൽ ലൈൻസിലും ഉണ്ടാകാം. അതായത് നല്ല ഫ്രണ്ട്സ് ആയിരിക്കും നല്ല ടീച്ചേഴ്സ്. സോ ഇൻഫോർമൽ ലൈൻസിലും നല്ല ടീച്ചിങ് ഹാപ്പൻ ചെയ്യും. ദാറ്റ് ഈസ് റോങ്. ദെൻ എ ടീച്ചർ ഈസ് എ സീനിയർ പേഴ്സൺ. നോ റിക്വയർമെൻറ്റ്സ് ലൈക്ക് ദിസ്. അങ്ങനെ ആവണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഒരിക്കലുമില്ല. ടീച്ചർ എന്ന് പറയുന്ന ഒരു ജൂനിയർ പേഴ്സണും ആകാം. ആൻഡ് ഫൈനലി ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആക്ട് whereas ലേണിംഗ് ഈസ് എ പേഴ്സണൽ ആക്ട്. ദാറ്റ് ഇസ് ട്രൂ. സോ 1, 3 and 6 ഇതാണ് നമ്മളുടെ ഓപ്ഷൻ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നോർമലി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ കാണാറുണ്ട്. മിനിമം 2 to 3 ക്വസ്റ്റ്യൻസ് ഇതേ നേച്ചറിലുണ്ടാകും. ജനറൽ സെൻസിൽ ചോദിക്കുന്നതായിരിക്കും. വിത്ത് റിഗാർഡ് ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അതിൽ നിന്നും ഒരു കോഡ് അനുസരിച്ച് കോഡിങ്ങിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യണം ഏതാണ് റൈറ്റ് ആൻസേഴ്സ് എന്ന്. സോ അത് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു ഡിഫിക്കൽറ്റിയും വരുന്നില്ല. ഓക്കെ, ഓക്കെ. സോ ലെറ്റ്സ് മൂവ് ഓൺ. നമ്മൾ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഓർഡേഴ്സ് ആർ ദി ത്രീ ലെവൽസ് ഓഫ് ടീച്ചിങ്? ദർ ആർ 3 levels ഓഫ് ടീച്ചിങ്. അത് ഏതൊക്കെയാണ്? മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്, പെഡഗോഗിക്കൽ ലെവൽ ഓഫ് ടീച്ചിങ്. ഓക്കെ, ദർ ആർ 3 levels ഓഫ് ടീച്ചിങ്. ടീച്ചിങ് ഏതൊക്കെ ലെവലിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ലെവലിൽ മെമ്മറി ലെവൽ, മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു അത് കാണാതെ പഠിക്കുക, മെമ്മറി. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, സിറ്റുവേഷൻ മൊത്തമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടുവാണെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. റിഫ്ലക്റ്റീവ് ലെവൽ, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുക, മീൻസ് അതുവഴി അദ്ദേഹത്തിൽ ചേഞ്ചസ് ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ അത് റിഫ്ലക്റ്റീവ് ലെവലാണ്. ദീസ് ആർ ദി 3 levels ഓഫ് ടീച്ചിങ്. പെഡഗോഗിക്കൽ ലെവൽ എന്ന് പറഞ്ഞൊരു ലെവലില്ല. പെഡഗോഗി ഈസ് ടോട്ടലി എ ഡിഫറെൻറ്റ് കൺസെപ്റ്റ്. സോ ആൻസർ നമുക്ക് പറയാവുന്നത് 1, 2, 3. 1, 2, 3. വേർ ഇസ് ദാറ്റ്? ഫസ്റ്റ് 1, 2, 3 ആണ് ആൻസർ. സോ ഒന്ന് നോക്കിയേക്കാം. ഈ ഏരിയയിൽ നിന്നും ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് മുൻപ് വന്നിട്ടുണ്ട്. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് മതി. മെമ്മറി ലെവൽ തോട്ട്ലെസ് ആണ്. ബിക്കോസ് അവിടെ എന്തുകൊണ്ടാണ് എന്നുള്ള ചിന്തയൊന്നുമില്ല. കാണാപ്പാഠം പഠിക്കുക, അതാണ് മെമ്മറി ലെവൽ. കാര്യങ്ങൾ മൊത്തം മനസ്സിലാക്കിയെടുക്കുക, ഇങ്ങനെയാണ്, അത്രയും മാത്രം. അല്ലാതെ എന്തുകൊണ്ട് അങ്ങനെയാണ്, എന്താണ് നമ്മൾ പഠിച്ചത് എന്നുള്ളതിൽ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ അത് മെമ്മറി ലെവലാണ്. നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് തോട്ട്ഫുൾ ടീച്ചിങ്. എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ അത് തോട്ട്ഫുൾ ലെവൽ ടീച്ചിങ് ആണ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ടീച്ചിങ് ആണ്. നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ റിഫ്ലക്റ്റീവ് ലെവൽ, അപ്പർ തോട്ട്ഫുൾ ലെവൽ എന്ന് പറയും. അതായത് ഇവിടെ വരുമ്പോൾ കൂടുതലായിട്ട്, ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ കൂടുതലായിട്ട് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും. അത് ക്ലാരിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ടീച്ചറുടെ ഒരു ജോബ് എന്നുള്ള രീതിയിൽ തന്നെ മാറും. സ്റ്റുഡൻറ് സെൻട്രിക്കായി മാറും. സ്റ്റുഡൻസ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അതെല്ലാം റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ്ങിൻ്റെ ഭാഗമാണ്. ഓക്കെ, സോ വീണ്ടും ഇതിനെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ബിക്കോസ് ദർ ആർ n number of questions from this areas. I already told you. That's why let's discuss it further in detail. Memory level teaching. The objective of teaching at this level
ഈസ് ജസ്റ്റ് ടു ഇമ്പാർട്ട് ഇൻഫർമേഷൻ. ജസ്റ്റ് ആ ഇൻഫർമേഷൻ എന്താണെന്ന് തലയിലേക്ക് പഠിക്കുക. അല്ലാതെ അത് എന്തുകൊണ്ടാണെന്നോ എങ്ങനെയാണെന്നോ. ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഡൽഹി, അത് പെട്ടെന്ന് തലയിൽ കയറി, വേറെ ഒന്നും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, ആ ഇൻഫർമേഷൻ മാത്രം പാർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. ദി ലേണർ ഈസ് റിക്വയർഡ് ടു മെമ്മറൈസ് ദി സബ്ജക്റ്റ് മാറ്റർ ആൻഡ് ഗെറ്റ് ദി ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ലോങ് ടൈം മെമ്മറി. നമ്മളുടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നു, ആ ഇൻഫർമേഷൻ നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കും. ദെൻ ഹെർബർട്ട് കൺസിഡേർഡ് ദി എക്സ്പോണൻറ്റ് ഓഫ് മെമ്മറി ലെവൽ ടീച്ചിങ്. മെമ്മറി ലെവൽ ടീച്ചിങ് ആദ്യമായിട്ട് പ്രപ്പോണ്ട് ചെയ്തത്, ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഹെർബർട്ടാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 2012 or 2011 ആ ഒരു ടൈമിലെ ക്വസ്റ്റ്യനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. ആ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് പോയി കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പേഴ്സണാലിറ്റീസിനെ പറ്റി ഉണ്ടാവും, ഇത്തരത്തിലുള്ള പ്രപ്പോണ്ടേഴ്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. അതേപോലെ ദെർ വെയർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ഇയേഴ്സ്, അതൊന്നും ഇപ്പോൾ മിസ്സിംഗ് ആണ്. ഇപ്പം അങ്ങനെ ഇയേഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയെ പറ്റിയോ ഒന്നും അധികം ചോദ്യങ്ങൾ വരുന്നില്ല. ഓക്കെ, സോ പേപ്പർ 1 അധികം ക്വസ്റ്റ്യൻസ് ആ രീതിയിൽ വരാറില്ല. എനിവേ ഹെർബർട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിൻ്റെ പ്രൊപ്പൗണ്ടർ എന്ന് നമുക്ക് പറയാം. ദെൻ ദി ലേണർ ഹാസ് ടു ലേൺ ദി മെറ്റീരിയൽ, റിറ്റെയിൻ ദി മീനിങ്ഫുൾ മെറ്റീരിയൽ ആൻഡ് റീപ്രൊഡ്യൂസ് ദാറ്റ് വെൻ ആസ്ക്ഡ് ഫോർ. ഇതിനകത്തുനിന്ന് കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, എപ്പോഴാണോ ചോദിക്കുന്നത് ഉത്തരം പറയുക. ഇങ്ങനെയുള്ളൊരു മെത്തേഡാണെങ്കിൽ അതിനെ മെമ്മറി ലെവൽ ടീച്ചിങ് എന്ന് പറയും. സോ ദി ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് മെമ്മറി ലെവൽ ടീച്ചിങ് ഈസ് ജസ്റ്റ് ടു ഇമ്പാർട്ട് ഇൻഫർമേഷൻ ഓർ നോളജ് ടു ദി ലേണർ. അതായത് ഇവിടെ മെമ്മറി ലെവൽ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ ഇൻഫർമേഷൻ ആ ഇൻഡിവിജ്വലിലേക്ക് തലയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നു, അത്രയും മാത്രം. അല്ലാതെ അതെങ്ങനെ യൂസ് ചെയ്യണമെന്നോ ഏത് രീതിയിലാണെന്നോ കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമേ മെമ്മറി ലെവൽ ടീച്ചിങ്ങിൽ ഉണ്ടാവുന്നില്ല. ദെൻ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ മെമ്മറി ലെവൽ ടീച്ചിങ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എലമെൻറ്റ്സിൽ ആദ്യമായിട്ട് ഒബ്ജക്റ്റീവ്. ദി ഒബ്ജക്റ്റീവ് ഓഫ് മെമ്മറി ലെവൽ ടീച്ചിങ് ഈസ് ടു ഇമ്പാർട്ട് ഇൻഫർമേഷൻ. ഓൾറെഡി ടോൾഡ് യു, റൈറ്റ്? ജസ്റ്റ് ഇൻഫർമേഷൻ ഇമ്പാർട്ട് ചെയ്യുക. ദി നോളജ് ഓർ ഇൻഫർമേഷൻ ഈസ് ഫാക്ച്വൽ ഇൻ നേച്ചർ വിച്ച് ഈസ് അക്വയർഡ് ത്രൂ മെക്കാനിക്കൽ പ്രോസസ്. മെമ്മറൈസിങ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കുകയാണ്. ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഈസ് ദിസ്, ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഈസ് ദിസ്, ലൈക്ക് അങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ അതാണ് മെമ്മറൈസിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മെമ്മറി ലെവൽ ടീച്ചിങ്ങിനകത്ത് വരുന്നത്. എയിം ഫാക്ച്വൽ ഇൻഫർമേഷൻസ് മനസ്സിലാക്കുക, ഫാക്റ്റ് മനസ്സിലാക്കുക, അതിനു വേണ്ടി ഇത് ഉപയോഗിക്കാം. ദെൻ മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, മെമ്മറി ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഓക്കെ, ഇന്ന കാര്യങ്ങൾ, ചില കവിതകൾ കാണാതെ പഠിക്കുന്നു, ചില തോട്ട്സ് കാണാതെ പഠിക്കുന്നു, ഇതെല്ലാം മെമ്മറി ലെവൽ ടീച്ചിങ്ങിൻ്റെ ഭാഗമാണ്. മെമ്മറിയെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേ ആണിത്. ദെൻ റീറ്റെയിൻ ദി ലേണിംഗ് മെറ്റീരിയൽ ഇൻ മെമ്മറി സ്റ്റോറേജ്. നമ്മൾ പഠിച്ച മെറ്റീരിയൽ എന്താണെന്ന് മെമ്മറി സ്റ്റോറേജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു മെത്തേഡ്. ആൻഡ് ടു റീപ്രൊഡ്യൂസ് ആൻഡ് റെക്കഗ്നൈസ് ദി ലേൺഡ് ഇൻഫർമേഷൻ വെൻ റിക്വയർഡ്. എപ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ അപ്പോഴൊക്കെ ഇതെടുത്ത് ഉപയോഗിക്കാം, അതിനു വേണ്ടിയുള്ള ഒരു ഓപ്ഷനും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ തേർഡ്, നേച്ചർ ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. ഇങ്ങനെയുള്ളതിനകത്ത് ഏത് രീതിയിലുള്ള സബ്ജക്റ്റ് മാറ്ററാണ് നമുക്ക് മെമ്മറി ലെവൽ ടീച്ചിങ്ങിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏത് രീതിയിലുള്ള ടോപ്പിക്കാണ്. സബ്ജക്റ്റ് മാറ്റർ ഷുഡ് ബി സ്ട്രക്ചേർഡ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ആൻഡ് സിമ്പിൾ ഇൻ നേച്ചർ ദാറ്റ് ക്യാൻ ബി അക്വയർഡ് ത്രൂ റോട്ട് ലേണിംഗ് ആൻഡ് ക്യാൻ ബി റീറ്റെയിൻഡ് ഇൻ ആൻഡ് റീകോൾഡ്. ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള, ചിലപ്പോൾ അതൊരു ഇക്വേഷൻ ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ലേണിംഗ് വഴി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കൂ. അല്ലാതെ റീപ്രൊഡക്ഷൻ ഇൻ ദി സെൻസ് ജസ്റ്റ് പറയുകയല്ല, നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷനും ഇതിൽ നിന്നും സ്റ്റോർ എടുക്കാൻ സാധിക്കില്ല ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്. സബ്ജക്റ്റ് മാറ്റർ ഇൻക്ലൂഡഡ് ഇൻഫർമേഷൻ അബൌട്ട് സിമ്പിൾ കൺസെപ്റ്റ്, ടേംസ് ആൻഡ് എലമെൻറ്റ്സ്. സോ ലൈക്ക് ചില ഡെഫിനിഷൻസ്, ചില ടോപ്പിക്കിനെ പറ്റിയുള്ള ബേസിക് ഐഡിയ, അല്ലെങ്കിൽ ചില ഫാക്ച്വൽ നോളജ്, ഇതൊക്കെ മാത്രമാണ് ഈ ഒരു ഏരിയയിൽ സബ്ജക്റ്റ് മാറ്ററായിട്ട് നമുക്ക് പറയാവുന്നത്. മെത്തേഡ് ഓഫ് ടീച്ചിങ് ടീച്ചർ ഡോമിനേറ്റഡ് മെത്തേഡാണ്. ടീച്ചറാണ് കൂടുതൽ കാര്യങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലാതെ സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എൻക്വയറി, ഒരു സയൻറ്റിഫിക് ടെമ്പർ അവിടെ ഉണ്ടാകുന്നില്ല. ദെൻ മെത്തേഡ്സ് ആർ യൂസ്ഡ് ലൈക്ക് ഡ്രിൽ, റിവിഷൻ, റിവ്യൂ ആൻഡ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, റിവിഷൻ നടത്തുന്നു, ദെൻ ആസ്കിങ് ക്വസ്റ്റ്യൻ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുന്നു, തലയിൽ ആ ഒരു സാധനം സ്റ്റോർ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു മെത്തേഡാണ് ടീച്ചർ ഡോമിനേറ്റഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ഓർ യു ക്യാൻ സേ മെമ്മറി ലെവൽ ടീച്ചിങ്. സോ 3 സ്റ്റേജസ്: ഡ്രിൽ, റിവ്യൂ ആൻഡ് റിവിഷൻ ആൻഡ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്.
റോൾ ഓഫ് ടീച്ചർ ഈസ് ഡോമിനേറ്റിംഗ് ഹിയർ. ടീച്ചർക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ടീച്ചർ ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഒതോറിറ്റേറിയൻ നേച്ചർ. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ പഠിക്കുക, അതേ രീതിയിൽ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഒരു മെത്തേഡാണ് ഇവിടെ വരുന്നത്. ദെൻ ഇവിടെ ടീച്ചേഴ്സ് ആർ ടേക്കിംഗ് ഇനീഷ്യേറ്റീവ്സ്. സ്റ്റുഡൻസിന് വലിയ റോളൊന്നുമില്ല. ടീച്ചേഴ്സ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, എല്ലാ പ്രപ്പോസലും എങ്ങനെ പ്ലാൻ ഓഫ് ആക്ഷൻ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ടീച്ചറായിരിക്കും. ദെൻ റോൾ ഓഫ് ലേണർ പാസീവ് റോളാണ്. എന്താണോ ടീച്ചർ പറയുന്നത് അതനുസരിക്കുക എന്നുള്ള കാര്യം മാത്രമേ ലേണറുടെ ഭാഗത്തു നിന്നുള്ളൂ. ആൻഡ് ദർ ഇസ് ലിറ്റിൽ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി സബ്ജക്ട് മാറ്റർ. കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും അറിയില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ സബ്ജക്ട് മാറ്ററുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അത് എന്താണോ പറയുന്നത് അത് കാണാതെ പഠിക്കുന്നതെന്ന് മാത്രമുള്ള ഒരു രീതിയാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ദെൻ ടീച്ചേഴ്സ് എക്യുപ്മെൻറ്റ്. ഇവിടെ പല രീതിയിലുള്ള ചാർട്ട്, വീഡിയോ, മാപ്സ്, പിക്ചേഴ്സ്, TV, റേഡിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇതെല്ലാം യൂസ് ചെയ്ത് ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് കാണാതെ പഠിപ്പിക്കാനുള്ളൊരു വേ ആണ് മെമ്മറി ലെവൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ദെൻ ഇവാലുവേഷൻ സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ നോർമലി സംഭവിക്കുന്നത് ഓറൽ അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റുകളാണ്. എന്താണോ വാട്ട് എവർ ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു സ്റ്റുഡൻറ്റ്, ഏതൊക്കെ നോളജ് ആണോ കൺവേ ചെയ്തിട്ടുള്ളത് അതേ നോളജ് തന്നെ റൈറ്റ് ആൻസേഴ്സ് ആയിട്ട് ചോദിക്കും. അതുവഴി ഓറൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് നമുക്ക് നോളജ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ മെത്തേഡ്. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ യങ് ചിൽഡ്രനെ സംബന്ധിച്ച് കൂടുതൽ ഫാക്റ്റ് മാത്രം മനസ്സിലാക്കുന്ന രീതിയിലാണെങ്കിൽ യങ് ചിൽഡ്രൻ്റെ ഇത് നല്ല മെത്തേഡാണ്. അതേപോലെ ഹെൽപ്ഫുൾ ഇൻ അക്വിസിഷൻ ഓഫ് ഫാക്ട്സ്, ഇൻഫോർമൽ മോഡൽസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. സോ ബേസിക് ഫാക്റ്റ് കോപ്പി ചെയ്തെടുക്കുക, സ്റ്റോർ ചെയ്യുക, അതിനുവേണ്ടി ഇത് ഉപയോഗിക്കാം. ദെൻ ചിൽഡ്രൻ പുതിയ കൺസെപ്റ്റ് പഠിപ്പിച്ചു കൊടുക്കാൻ ഇത് ഉപയോഗിക്കാം. യൂസ്ഫുൾ ഫോർ സ്ലോ ലേണേഴ്സ്, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ സാധിക്കും. ദെൻ ദി ബേസിസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ബേസിസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ്. ഈ ഒരു ലെവൽ കഴിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് ലെവലിലേക്കുള്ള ടീച്ചിങ്ങിലേക്കൊക്കെ പോകാൻ പറ്റൂ. അതായത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് വരണമെങ്കിൽ ഈ ഇൻഡിവിജ്വലിന് ബേസിക് ക്വാളിറ്റി ആയിട്ട് മെമ്മറൈസിങ് ഉണ്ടാവണം. സോ മെമ്മറൈസിങ് പ്ലസ് അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കൂ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഹയർ ക്ലാസ് ലേണേഴ്സിന് ഇതൊരിക്കലും സൂട്ടബിൾ അല്ല. അതായത് ബുക്കിൽ എഴുതി വെച്ചത് മാത്രം പഠിച്ചിട്ട് സൊസൈറ്റിയിൽ ഇറങ്ങി കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുമെന്ന് വരില്ല. ഓക്കെ, സോ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അവിടെ വരുന്നില്ല. യൂസ് ഓഫ് റോട്ട് മെമ്മറി, നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറീസ് വളരെ ഇതാണ്, മിനിമം മെമ്മറിയാണ്. അതങ്ങ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക, ലോങ് ടൈം നേച്ചറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള മെമ്മറി സ്പേസ് മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആക്റ്റീവ് മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ദെൻ ഡോമിനൻസ് ഓഫ് ദി ടീച്ചറാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ലിറ്റിൽ ഇൻട്രാക്ഷൻ ഇൻ ദി ക്ലാസ് റൂം, എന്താണോ ടീച്ചർ പറയുന്നത് അത് കേൾക്കുക. സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഇൻട്രാക്ഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. ദെൻ നോ റൂം ഫോർ ഇനീഷ്യേഷൻ ആൻഡ് സെൽഫ് ലേണിംഗ് ഓഫ് സ്റ്റുഡൻസ് സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരു സിറ്റുവേഷനേ ഹാപ്പൻ ചെയ്യുന്നില്ല. എല്ലാം ടീച്ചർ പറയുന്നു, അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ദെൻ നോട്ട് ഇൻട്രിൻസിക് ഇൻ ദി നേച്ചർ, പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്നില്ല, വൺ സൈഡഡ് അഫെയർ എന്നുള്ള രീതിയിൽ പോകാം. ദെൻ ദി പ്രോബ്ലം ഓഫ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് വിൽ ബി ദെയർ ആൻഡ് ലോസ് ഓഫ് റിറ്റൻഷൻ ആൻഡ് റീകോൾ, ചിലപ്പോൾ മറന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതെല്ലാം ഈ ഒരു ടൈപ്പ് ഓഫ് ലേണിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ സെക്കൻഡ് ടൈപ്പ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ലേണിംഗ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്. ഇവിടെ വരുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഇംപ്ലൈസ് നോയിങ് ആൻഡ് നോയിങ് ദി മീനിങ് of things and concept, grasping ideas, interpreting some relationship, comprehending the facts and inferring some one thing from some other. അതായത് ഈ പറയുന്ന ഫാക്ട്സ് എന്തൊക്കെയാണോ അത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കുന്നു. അറ്റ് ദിസ് ലെവൽ ലേണർ ആൻഡ് റിക്വയർഡ് ടു കോംപ്രിഹെൻഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. ആ ഫാക്ച്വൽ ഇൻഫർമേഷൻ എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കഴിവ് അവിടെ ഉണ്ടാവും. ദെൻ ടു നോ ദി മീനിങ് ഓഫ് ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് ആൻഡ് ടു അപ്ലൈ ഫാക്ട്സ്, കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഈ പറയുന്ന ഫാക്റ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിക്കാൻ തുടങ്ങുന്നു. അതായത് എന്തുകൊണ്ടാണ് ഈ ഫാക്റ്റ് ഇങ്ങനെ ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഈ ഐറ്റംസ് തമ്മിൽ റിലേറ്റഡ് ആവുന്നത്, അങ്ങനെയുള്ള സെക്കൻഡ് ലെവൽ ചിന്താഗതി, സെക്കൻഡ് ലെവലിലേക്കുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ വരും അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ടീച്ചിങ്ങിന്. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ദി ഹെർബിറ്റിയൻ തിയറി ഓഫ് അപ്രീസിയേഷൻ. സോ ബേസിക്കലി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഹിയർ ദി മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഓഫ് ലേണർ ഈസ് ഹയർ ദാൻ മെമ്മറി ലെവൽ. മെമ്മറി ലെവലിനേക്കാൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട്. നൗ ഹി ക്യാൻ തിങ്ക്, റീസൺ ഔട്ട്, ഇമാജിൻ ആൻഡ് ക്യാൻ പ്രസൻറ്റ് തിങ്സ് ലോജിക്കലി. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായതെന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വരുന്നുണ്ട്. വാട്ട്, വെൻ, വെയർ ആൻഡ് വൈ, അങ്ങനെയുള്ള WH ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്തുകൊണ്ടായിരിക്കും ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ്.
ഒരു ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ആസ് യു ഓൾറെഡി സെഡ് കുറച്ച് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, മീൻസ് മെൻ്റൽ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജീൻ പിയറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഈസ് എ സൈക്കോളജിസ്റ്റ്. സോ അദ്ദേഹത്തിൻ്റെ വ്യൂവിൽ ലേണറുടെ ഈ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ലേണർ എന്ന് പറയുന്നത് പുതിയ കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയെടുക്കുന്നു, എലമെൻറ്റ്സ് മനസ്സിലാക്കിയെടുക്കുന്നു, ഫാക്റ്റിനെ എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ തയ്യാറാവുന്നു, പുതിയ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാവുന്നു. ഇതൊക്കെ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ സംഭവിക്കുന്നതാണ്. An understanding level of teaching at this level, the learners are required to comprehend factual information, to know the meaning of different concepts and their relationship, and to apply facts, concept and principles. So, ഇവിടെ വരുമ്പോഴത്തേനും as I said, information comprehend ചെയ്യാൻ തുടങ്ങും. Then different concepts, meaning, അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ തുടങ്ങുന്നു. ആൻഡ് ഈ പറയുന്ന ഫാക്ട്സും റിലേഷൻഷിപ്പും ഒക്കെ നമ്മൾ പലയിടത്തായിട്ട് ഉപയോഗിച്ച് അത് തമ്മിൽ കണക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഇതൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ടീച്ചിങ്ങിൻ്റെ ഭാഗമാണ്. സോ ബേസിക്കലി വി നീഡ് ടു നോ ഓൾ ദീസ് തിങ്സ്, ദാറ്റ്സ് ഇനഫ്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് അത്ര റെലവൻ്റ് അല്ല. അതിൻ്റെ അഡ്വാൻറ്റേജിലേക്ക് പോവുകയാണെങ്കിൽ ഇമ്പോർട്ടൻസ്, എഫക്റ്റീവ് ലേണിങ്ങിന് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് കോഗ്നിഷൻ എബിലിറ്റീസ്, ചിന്തിക്കുന്ന രീതികൾ, പല രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവുകൾ ഡെവലപ്പ് ചെയ്യുന്നു. സെറ്റ് സ്റ്റേജസ് ഓഫ് എൻറ്ററിങ് ഇൻ ടു റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ഈ ഒരു ലെവൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിൽ വരുന്നത് റിഫ്ലക്റ്റീവ് ലെവലാണ്, പ്രതിഫലിക്കാൻ തുടങ്ങുന്നു. ദെൻ അതിനുള്ള ബേസിക് ലെവലായിട്ട് ഇത് ആക്ട് ചെയ്യും. ദെൻ ഇഫക്റ്റീവ് ക്ലാസ് റൂം ഇൻറ്ററാക്ഷൻ വിൽ ബി ദെയർ. ഡിസഡ്വാൻറ്റേജിലേക്ക് വരുമ്പോൾ ഇറ്റ് ഇഗ്നോർസ് ഹയർ കോഗ്നേറ്റീവ് എബിലിറ്റീസ്. കൂടുതൽ ചിന്തിക്കാനുള്ള കഴിവ് ഇൻഡിവിജ്വൽസിനുണ്ട് എന്ന് പലപ്പോഴും ഈ മെത്തേഡ് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലെസ് എംഫസിസ് ഓൺ ഇൻട്രിൻസിക് മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷനെ പറ്റി ചിന്തിക്കുന്നില്ല, ഇൻട്രിൻസിക് മോട്ടിവേഷനെ പറ്റി ചിന്തിക്കുന്നില്ല. നോ ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ്, ടീച്ചർ സെൻറ്റേഡ് ആണ്. എഗെയിൻ ടീച്ചർ ഡോമിനേറ്റഡ് ആണ് ഫസ്റ്റ് മെത്തേഡ് എങ്കിൽ ഇവിടെ ടീച്ചർ സെൻറ്റേഡ് ആണ്. ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ചിന്തിക്കാൻ സ്റ്റുഡൻസ് അത് തയ്യാറാവും. സോ അത്തരത്തിലുള്ള ലേണിംഗ് മാത്രമാണ് ഇവിടെ ഹാപ്പൻ ചെയ്യുന്നത്. റിഫ്ലക്റ്റീവ് ലെവൽ അറ്റ് ദിസ് ലെവൽ ഓഫ് ടീച്ചിങ് ഈസ് ദി ഹയസ്റ്റ് ലെവൽ. ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റേജസ്. അതായത് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഇതാണ്. അതിൻ്റെ സ്റ്റേജസ് നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ് ഇവിടെ വരുമ്പോൾ ഡു നോട്ട് മിയർലി റിപ്പീറ്റ് ആൻഡ് റിവൈസ് ആൻഡ് ഓർ ആൻസർ ദി ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഫോർ. അത്രയും മാത്രമല്ല, ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയോ റിവൈസ് ചെയ്യുകയോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയോ, അത്രയും മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നത്. നോർ ഡു നോട്ട് ഓൺലി അണ്ടർസ്റ്റാൻഡ്, ലേൺ, interpret the concept, but also they ponder upon, contemplate and pay serious thoughtful consideration to the presented contents. ഇവിടെ വന്നിരിക്കുന്ന ഓരോ പോയിന്റ്സിനും അവരവരുടേതായ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും, അവരവരുടേതായ ചിന്താഗതി അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത്തരത്തിൽ ഡിസ്കഷനകത്ത് സെൽഫ് സെൻറ്റേർഡ് ലേണിങ്ങിലേക്ക് പോകുമ്പോൾ അത് റിഫ്ലക്റ്റീവ് ലേണിങ്ങിൻ്റെ ഭാഗമാണ്. സ്റ്റുഡൻസ് സ്വന്തമായിട്ട് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങുന്നു. റീസണിങ് ഹാപ്പൻ ചെയ്യും, തിങ്കിങ് ഹാപ്പൻ ചെയ്യും, അനലൈസിങ് ഹാപ്പൻ ചെയ്യും. ദെൻ ഇമാജിനേഷൻ ഉണ്ടാകും, പുതിയ ഐഡിയാസും തോട്ട്സും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അതെല്ലാം ആണ് റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, റിഫ്ലക്റ്റീവ് ലെവൽസ് ടീച്ചിങ്ങിൻ്റെ മെറിറ്റ്സ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദി മോസ്റ്റ് തോട്ട്ഫുൾ മോഡ് ഓഫ് ഓപ്പറേഷൻ. ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന രീതിയാണ് റിഫ്ലക്റ്റീവ് ലെവലിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. ലേണർ സെൻറ്റേർഡ് അപ്രോച്ചാണ്. ഇതുവരെ ടീച്ചർ സെൻറ്റേർഡ് ആണെങ്കിൽ ഇനി അങ്ങോട്ട് ലേണർ സെൻറ്റേർഡ് ആണ്. സ്റ്റുഡൻസ് ആണ് തീരുമാനിക്കുന്നത് എന്ത് പഠിക്കണം, ഏത് ടോപ്പിക് സെലക്ട് ചെയ്യണം, ഏത് ഏരിയ മനസ്സിലാക്കണം. ഇതൊക്കെ സ്റ്റുഡൻസിൻ്റെ കയ്യിലേക്ക് മാറുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, സെൽഫ് ലേൺഡ് ആണ്. സെൽഫ് സോൾവിങ് എബിലിറ്റിയും അതോടൊപ്പം ഡെവലപ്പ് ചെയ്യും. ദെൻ യൂസ്ഫുൾ ഫോർ ഗിഫ്റ്റഡ് ചിൽഡ്രൻ, ഒരുപാട് എബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് ഇത് വളരെയധികം ബെറ്റർ മെത്തേഡാണ്. പ്രൊവൈഡ്സ് മാക്സിമം ഫ്ലെക്സിബിലിറ്റി, സെൽഫ് മോട്ടിവേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കും. ഡീമെറിറ്റ്സിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു ലോവർ ക്ലാസ്സസ്. ചെറിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഇത് സ്യൂട്ടബിൾ അല്ല, ബിക്കോസ് ടീച്ചർ സെൻറ്റേർഡ് അല്ല. സ്റ്റുഡൻസ് സ്വന്തമായിട്ട് പഠിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരണം. ദെൻ ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. ഓരോ ഏരിയയും സ്റ്റുഡൻസ് തന്നെ അനലൈസ് ചെയ്യുക, സ്റ്റുഡൻസ് തന്നെ പുതിയ ഐഡിയാസ് കൊണ്ടുവരിക. അവിടെയൊക്കെ സംഭവിക്കുന്നത് ഒരുപാട് ടൈം നമുക്ക് നഷ്ടമായെന്നിരിക്കും. ദിസ് ലെവൽ ഓഫ് ടീച്ചിങ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഇന്ത്യൻ ക്ലാസ് റൂം. ഐ ഡോണ്ട് തിങ്ക് സോ. എനിവേ ഇന്ത്യൻ ക്ലാസ് റൂമിന് സ്യൂട്ടബിൾ അല്ല എന്നൊക്കെ പറയും. അതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ബിക്കോസ് റിഫ്ലക്റ്റീവ് ലെവൽ ഈസ് ദർ. ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ റിഫ്ലക്റ്റീവ് ലെവലിലാണ് ചിന്തിക്കുന്നത്. പല രീതിയിലും പല പുതിയ ഐഡിയാസ് വരുന്നുണ്ട്. ഇതൊക്കെ ഇന്ത്യൻ ക്ലാസ് റൂമിൽ സ്യൂട്ടബിൾ ആണ്. നോട്ട്
ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഡൾ സ്റ്റുഡൻസ്. വീക്കായിട്ടുള്ള സ്റ്റുഡൻസിന് ഇത് ആപ്ലിക്കബിൾ അല്ല. സോ എനിവേ റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലിലാണ്. അതായത് ഒരു മോസ്റ്റ് തോട്ട്ഫുൾ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റുഡൻസിനെ കൊണ്ട് ചിന്തിപ്പിക്കുക, അവരെ കൊണ്ട് പുതിയ കൺസെപ്റ്റുകൾ കൊണ്ടുവരിക, ഇതൊക്കെയാണ് റിഫ്ലക്റ്റീവ് ലെവലിൽ വരുന്നത്. ഓക്കെ, സോ എനി ഡൗട്ട്സ്? നമ്മൾ ഇതുവരെ പറഞ്ഞത് 3 ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ്. ഏതെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? മെമ്മറി ലെവൽ, ദെൻ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ. ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാതെ വിട്ടു. ദാറ്റ്സ് നോട്ട് റെലവൻറ്റ്. അതിൻ്റെ കൺസെപ്റ്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പോകാഞ്ഞത്. ഓക്കെ, ലെറ്റ് മീ മൂവ് ഓൺ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവ്സ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ വരുമ്പോൾ ചില ഫിലോസഫിക്കൽ ഐഡിയോളജീസ് ഉണ്ട്, അതിനെപ്പറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആർ ദെയർ ഫ്രം ദിസ് ഏരിയ, ദാറ്റ്സ് വൈ ഐ എം ഡിസ്കസിങ്. ഫസ്റ്റ് ഈസ് ഐഡിയലിസം. എന്താണ് ഐഡിയലിസം? ദി വേർഡ് ഐഡിയലിസം has been derived from the word ideal. It is about mind and self that reflects spiritualism. ഇതൊരു സ്പിരിച്വൽ കൺസെപ്റ്റാണ്. ഐഡിയലിസം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കൺസെപ്റ്റാണ്. ഒരു സ്പിരിച്വൽ, ഒരു ഗോഡ്, അങ്ങനെയാണ് ഗോഡിൽ നിന്നാണ് പവർ വരുന്നത്, ഗോഡിൽ നിന്നാണ് നോളജ് വരുന്നത് എന്നുള്ള കൺസെപ്റ്റാണ് ഐഡിയലിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. സോ ദി യൂണിവേഴ്സൽ മൈൻഡ് ഓർ ഗോഡ് ഈസ് എ സെൻട്രൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി വേൾഡ്. വേൾഡിൻ്റെ മൊത്തമായിട്ട് മനസ്സിലാക്കാനുള്ളത് ഗോഡാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ മൈൻഡാണ്. അതാണ് മൊത്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗോഡ് ഈസ് ദി സോഴ്സ് ഓഫ് ഓൾ ക്രിയേഷൻ ആൻഡ് നോളജ്, സ്പിരിറ്റ് ആൻഡ് മൈൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് റിയാലിറ്റി. സോ ഗോഡാണ് എല്ലാ ജീവജാലങ്ങളെയും ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് സ്പിരിറ്റ് ആൻഡ് മൈൻഡ്, അതിൽ നിന്നുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാം മനസ്സിൻ്റെ ചിന്താഗതികളാണ്. ഗോഡ് ക്രിയേറ്റ് ചെയ്തതാണ് ഈ പറയുന്ന സ്പിരിറ്റ്. അതിൻ്റെ മനസ്സിലാണ് ഇങ്ങനെയുള്ള ചിന്താഗതികളെല്ലാം നടക്കുന്നത് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഐഡിയലിസം. ഓക്കെ, വാല്യൂസ് ആർ അബ്സല്യൂട്ട്, എറ്റേണൽ ആൻഡ് അൺചേഞ്ച്ഡ്. ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത് എറ്റേണൽ വാല്യൂസ് ആണ്, എല്ലാം എറ്റേണൽ ആണ്, ഇൻറ്റേണൽ അല്ല. മീൻസ് മൊത്തമായിട്ട് ദൈവികമായിട്ടുള്ളൊരു ഭാവം, ദൈവികമായിട്ടുള്ള രീതികൾ. റിയൽ നോളജ് ഈസ് പെർസീവ്ഡ് ഇൻ മൈൻഡ്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ നോളജ് ഗെയിൻഡ് ത്രൂ സെൻസസ്. നമ്മൾ മനസ്സിൽ നിന്നൂടെ നേടിയെടുക്കുന്ന നോളജ്, മനസ്സിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്ന നോളജാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ നമ്മൾ സെൻസസിൽ കണ്ടറിയുന്നതോ തൊട്ടറിയുന്നതോ ഒന്നുമല്ല. അതിനേക്കാൾ വലിയ നോളജാണ് നമുക്ക് മനസ്സിലൂടെ, ചിന്തകളിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതെന്നാണ് ഐഡിയലിസം തിയറി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പൗണ്ടേഴ്സ് എന്ന് പറയാവുന്നത് ക്രോബർ അതിൻ്റെ പ്രൊപ്പൗണ്ടറാണ്, കണ്ട്, ദെൻ പ്ലേറ്റോ, വിവേകാനന്ദ, സ്വാമി ദയാനന്ദ സരസ്വതി, ദെൻ അരബിന്ദോ ഘോഷ്, ഇവരൊക്കെ ഇതിൻ്റെ ഐഡിയലിസം കൺസെപ്റ്റിൻ്റെ പ്രൊപ്പൗണ്ടറാണ്. ഇതെല്ലാം ടീച്ചിങ് ഐഡിയോളജീസ് എന്നുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കും. ബിക്കോസ് നമ്മളിപ്പോൾ ബുദ്ധിസ്റ്റ് ഐഡിയോളജീസ് എടുക്കുകയാണെങ്കിൽ എല്ലാം ഐഡിയലിസ്റ്റ് ബേസ്ഡ് ആണ്. അല്ലെങ്കിൽ ജൈനിസ്റ്റ് ഐഡിയോളജീസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ വേദിക് ഐഡിയോളജീസ് എടുക്കുകയാണെങ്കിൽ ഐഡിയോളജീസ് എല്ലാം ഐഡിയലിസത്തിൽ ബേസ്ഡ് ആണ്. അതായത് ദർ ഇസ് എ സുപ്രീം പവർ. ആ സുപ്രീം പവറിൽ നിന്നാണ് ഈ പറയുന്ന മറ്റ് ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ആ ജീവജാലങ്ങളുടെ മനസ്സിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ സെൽഫ്ലി നമ്മൾ വേൾഡ്ലി അഫയേഴ്സിനെ പറ്റി മനസ്സിലാക്കുന്നതല്ല, എറ്റേണൽ അഫയേഴ്സിനെ പറ്റി മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നതാണ് ഐഡിയലിസം. അത്തരം തിയറിയുടെ പ്രൊപ്പൗണ്ടേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാം, ഈ കൺസെപ്റ്റ് അറിയാം. ബിക്കോസ് നമ്മളോട് നോർമലി ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒരു മാച്ച് ദി ഫോളോയിങ് ആയിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് കൺസെപ്റ്റ് നാച്ചുറലിസം. നാച്ചുറലിസം ബിലീവ്സ് നേച്ചർ അലോൺ റെപ്രസെൻറ്റ്സ് ദി എൻറ്റയർ റിയാലിറ്റി. നേച്ചറാണ് റിയാലിറ്റി. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് നാച്ചുറൽ മാറ്റർ, നാച്ചുറൽ ഫോഴ്സ് ആൻഡ് നാച്ചുറൽ ലോസ്. ഓൾ അവർ സെൻസസ് ആർ ദി ഗേറ്റ് വേ ഓഫ് നോളജ് ആൻഡ് നേച്ചർ ഈസ് ദി സോഴ്സ് ഓഫ് നോളജ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് കൺസെപ്റ്റ്. നേരത്തെ പറഞ്ഞത് മൈൻഡ് ഈസ് ദി ഗേറ്റ് വേ ഓഫ് നോളജ് എന്നാണ് ഐഡിയലിസത്തിൽ പറയുന്നതെങ്കിൽ, നാച്ചുറലിസത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ചിന്താഗതിയിൽ മൊത്തമായിട്ട് മാറുകയാണ്. നേച്ചറാണ് എല്ലാത്തിനും കാരണം. ഈ നേച്ചർ, നാച്ചുറൽ റിസോഴ്സസ്, നാച്ചുറൽ ഫോഴ്സസ്, നാച്ചുറൽ മാറ്റർ, ദെൻ നാച്ചുറൽ ലോസ്, ഇതെല്ലാമാണ് നമ്മൾ അറിയേണ്ടത്. അതെല്ലാം സെൻസസ് ഉപയോഗിച്ച് അറിയുക. നമ്മളുടെ 5 സെൻസസ് ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. അതുവഴിയാണ് നോളജ് വരുന്നത് എന്നാണ് തിയറി ഓഫ് നാച്ചുറലിസം പറയുന്നത്. നാച്ചുറലിസം തിയറിയുടെ പ്രൊപ്പൗണ്ടേഴ്സ് ആണ് രവീന്ദ്രനാഥ് ടാഗോർ, റൂസോ ആൻഡ് റോബർട്ട് സ്പെൻസർ, ഇവരെല്ലാവരും. ഓക്കെ, എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്, പ്രൊപ്പൗണ്ടേഴ്സിനെ ചോദിക്കാറുണ്ട്, കൺസെപ്റ്റ് ചോദിക്കാറുണ്ട്. സോ ലൈക്ക് വൈസ് ദർ വിൽ ബി, ഞാൻ ആസ് ഐ ഓൾറെഡി ടോൾഡ് യു, മാച്ച് ദി ഫോളോയിങ് എക്സ്പെക്റ്റ് ചെയ്യുക. കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ ലേണർ ആക്റ്റീവ്ലി കൺസ്ട്രക്ട് നോളജ്. നോളജ് എന്ന് പറയുന്നത് 1 മിനിറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നിർവ്വാണ അറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ കൈവല്യം അറ്റൈൻ ചെയ്യുക അങ്ങനെ പറയുന്ന കൺസെപ്റ്റ് ഒന്നുമല്ല. മോക്ഷ അങ്ങനെ പറയുന്ന കൺസെപ്റ്റ് ഒന്നുമല്ല.
ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇവിടെ ഒരു ലേണർ അദ്ദേഹത്തിൻ്റെ നോളജ് കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീൻ പാഗറ്റാണ് ഇതിൻ്റെയും പ്രൊപ്പൗണ്ടർ, അല്ലെങ്കിൽ JS ബ്രണർ എന്ന് പറയാം. ഇവരെല്ലാവരും സൈക്കോളജിസ്റ്റ്സ് ആണ്. അവരുടെ വ്യൂ പോയിന്റിൽ ദേ ബിലീവ്ഡ് ദാറ്റ് ലേണിംഗ് ഇൻവോൾവ്സ് ആക്റ്റീവ് പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ അറ്റ് ഈച്ച് ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർഗനൈസസ് ആൻഡ് കൺസ്ട്രക്ട് നോളജ് ഫോർ ഇറ്റ് സെൽഫ്. ഓരോ ആക്ടിവിറ്റിയിലും പുതിയ പുതിയ നോളജുകൾ ബിൽഡ് ചെയ്യുന്നു. ഓരോ കാര്യങ്ങളും നമ്മൾ പുതുതായിട്ട് മനസ്സിലാക്കുന്നു എന്ന് പറയാം. അങ്ങനെ പുതുതായിട്ട് മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങളും നോളജിൻ്റെ ഭാഗമാകുന്നു. അതുവഴിയാണ് നോളജ് ബിൽഡ് ചെയ്യുന്നത് എന്നാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ, കൺസ്ട്രക്റ്റിവിസം, നമ്മളുടെ ഒരു നോളജ് ഉണ്ട്, പുതിയ കാര്യങ്ങൾ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ ആ നോളജ് ബിൽഡ് ചെയ്യുന്നു. വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും പുതിയ നോളജ് നമുക്ക് കിട്ടുവാണ്. ഇതാണ് കൺസ്ട്രക്റ്റ് ചെയ്ത് നോളജ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. ആ തിയറിയാണ് കൺസ്ട്രക്റ്റിവിസം. ദെൻ പ്രാഗ്മാറ്റിസം ഈസ് ബേസിക്കലി എ ഗ്രീക്ക് വേർഡ് that means practice or action. Here the focus is on word utility. Whatever is useful is good, and whatever is good is useful. Pragmatists believe that world of facts. നമ്മളിവിടെ എന്തൊക്കെയാണോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് അത് മനസ്സിലാക്കുക, നമുക്ക് നല്ലതാണ്. അതേ രീതിയിൽ നമുക്ക് നല്ലതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും, നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് പ്രാഗ്മാറ്റിസം അപ്രോച്ച് പറയുന്നത്. അതായത് വാട്ട് എവർ ഈസ് യൂസ്ഫുൾ ഈസ് ഗുഡ്. നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ അതെല്ലാം ഗുഡാണ്. അതേപോലെ വാട്ട് എവർ ഈസ് ഗുഡ് ഈസ് യൂസ്ഫുൾ. ഇതാണ് കൺസെപ്റ്റ്. അത് പ്രകാരം പറയുന്നത് വേൾഡ് ഫാക്റ്റുകളെല്ലാം മനസ്സിലാക്കുക, ആ ഫാക്റ്റുകളായിരിക്കും നമ്മളുടെ നോളജ് ബിൽഡ് ചെയ്യുന്നത് എന്നാണ് പ്രാഗ്മാറ്റിസം പറയുന്നത്. ഇതിൻ്റെ തിങ്കേഴ്സ് എന്ന് പറയുന്നത് ജോൺ ഡ്യൂവി ഈസ് ദർ, അതേപോലെ കിൽപാട്രിക് ആൻഡ് മീറ്റ്. ദേ ആർ ദി പ്രൊപ്പൗണ്ടേഴ്സ് ഓഫ് പ്രാഗ്മാറ്റിക് തിങ്കിങ്. So these are the basic philosophical perspective, philosophical theories of education. So idealism നമ്മൾ പറഞ്ഞു, സ്പിരിച്വലിസം ആണ്. സ്പിരിച്വൽ എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് പോകുന്നു. ആ സ്പിരിച്വൽ എറ്റേണൽ ഗോഡിൻ്റെ ക്രിയേഷനാണ് ബാക്കിയുള്ളതെല്ലാം. അതുവഴി നോളജ് ഗെയിൻ ചെയ്യുക. ഗോഡിനെ പറ്റി അറിയാമെങ്കിൽ നമ്മൾ നോളജ് ബിൽഡ് ചെയ്യുകയാണ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് തന്നെയാണ് ഐഡിയലിസം. സോ തിങ്കിങ് ഇൻറ്റേർണലി എന്നുള്ളതാണ്, അല്ലെങ്കിൽ എറ്റേണൽ നോളജിനെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഐഡിയലിസത്തിൽ വരുന്നത്. ദെൻ നാച്ചുറലിസത്തിൽ വരുമ്പോൾ നമ്മുടെ സെൻസസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാമാണ് നോളജ്. കൺസ്ട്രക്റ്റിവിസം, നോളജ് എന്ന് പറയുന്ന ഒരു വൺ ടൈം ആക്ടിവിറ്റി അല്ല, നമ്മൾ വീണ്ടും വീണ്ടും കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെയൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് പുതിയ നോളജ് കിട്ടുവാണ്. പ്രാഗ്മാറ്റിസം, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ലതാണ്, അതെല്ലാം നമുക്ക് നോളജ് ബിൽഡിംഗ് ആണ്. അതേപോലെ നല്ലതായുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസ്ഫുള്ളും ആയിരിക്കും എന്നുള്ളതാണ് ഈ തിയറി പറയുന്നത്. സോ ഇത്രയുമാണ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയാം. ദെൻ ലെറ്റ്സ് മൂവ് ഓൺ 4 മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ ടീച്ചിങ്. ടീച്ചിങ്ങിലെ 4 മോഡേൺ കൺസെപ്റ്റ്സ്. അത്ര മോഡേൺ ഒന്നും പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യനിങ്, ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിവൈസ് ഇൻ ടീച്ചിങ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ 2 ways. ടീച്ചർ ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് ഓഫ് ഓൾ ടൈപ്സ്. അതായത് ക്വസ്റ്റ്യനിങ് വഴി ടീച്ചിങ് എത്തിക്കുക. ഇതൊക്കെ പുതിയ ഐഡിയോളജിയുടെ ഭാഗമാണ്, അത്ര പുതിയതല്ല, എന്നാലും ഐഡിയോളജിയുടെ ഭാഗമാണ്. ക്വസ്റ്റ്യൻസ് വഴി ടീച്ചിങ് എത്തിക്കുക എന്നുള്ളത്, അതാണ് ക്വസ്റ്റ്യനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേർ ടീച്ചർ ഈസ് ആസ്ക്ഡ് ടു എക്സ്പെക്ട് 3 types. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ്. അതിലൊന്നാണ് ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻസ്. നമ്മൾ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ഏരിയ ഒരു ക്വസ്റ്റ്യനിലൂടെ അവതരിപ്പിക്കുക. ദെൻ ഡെവലപ്പിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ തിയറി നമ്മൾ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ നമ്മൾ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ കണക്ട് ചെയ്ത് വരാവുന്ന പുതിയ ക്വസ്റ്റ്യൻസ് കൊടുക്കുക. ദെൻ റെക്കാപ്പിറ്റുലേറ്ററി. മീൻസ് അറ്റ് ദി എൻഡ്, ടുവേർഡ്സ് ദി എൻഡ് നമുക്ക് റിപ്പീറ്റേഷന് വേണ്ടി കൊടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് കൂടി പറയാം. ദെൻ in order that the students should be actively participate in the lesson, they should be trained to ask questions to the teachers. സ്റ്റുഡൻസ് നമ്മുടെ ഒപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കണം, അവർ ചോദിക്കണം. സോ 2 രീതിയിലുള്ള ക്വസ്റ്റ്യനിങ് ഉണ്ട്. വൺ ഫ്രം ദി ടീച്ചർ ടു ദി സ്റ്റുഡൻറ്റ്, അനദർ ഫ്രം ദി സ്റ്റുഡൻറ്റ് ടു ദി ടീച്ചർ. ടീച്ചർ ടു സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ടറി ആകാം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, ദെൻ സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രോഗ്രഷൻ ടൈമിൽ, ദെൻ ദി എൻഡ് ടൈമിൽ. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരാം. ദെൻ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നും പുതിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നോളജ് ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കൺസെപ്റ്റാണ് ഡിസ്കഷൻ. ഡിസ്കഷൻ ക്ലിയർസ് ദി ഡൗട്ട്സ് ഓഫ് ദി സ്റ്റുഡൻസ് ആൻഡ് എൻഹാൻസസ് their ability to express opinions.
ഡിസ്കഷനുള്ള പ്ലാറ്റ്ഫോം തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റുഡൻസിന് അവരുടെ ഒപ്പീനിയൻസും സജഷൻസും ഒക്കെ പറയാനുള്ളൊരു വേദി കിട്ടുവാണ്. ഓക്കെ, അതനുസരിച്ച് അവരുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാൻ സാധിക്കും, അവരുടെ ഡൗട്ട്സ് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഡിസ്കഷൻ്റെ അഡ്വാൻറ്റേജസ്. ഫോർ ദിസ് പർപ്പസ് ദി ക്ലാസ് മേ ബി ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ദാറ്റ് വി ക്യാൻ ഡു. ലൈക്ക് നോർമലി ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്ന ആ രീതിയിലായിരിക്കും, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു എൻറ്റയർ ക്ലാസ് റൂം മൊത്തമായിട്ടും ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ദി ടീച്ചർ വിൽ ഡയറക്റ്റ് ഡിസ്കഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് പീപ്പിൾ will be engaged to express their opinions freely and independently. After the discussion, teacher will classify the main points raised and sort them out into some order. So, ഇത്തരത്തിലുള്ളൊരു ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നു. ഡിസ്കഷന് ശേഷം എൻഡിലേക്ക് വരുമ്പോൾ മെയിൻ പോയിൻറ്റ്സിനകത്തൊരു ഒരു ടീച്ചർ സോർട്ട് ചെയ്യണം. ടീച്ചർ സോർട്ട് ചെയ്തിട്ട് അത് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഓൾ ആണ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻവെസ്റ്റിഗേഷൻ മേ ബി ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ആൻഡ് includes the presentation and form of information by the teacher. അതായത് ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസിന് പുതിയ പുതിയ ഐഡിയാസ് കിട്ടാൻ വേണ്ടി ഏരിയകൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള വേറൊരു മെത്തേഡാണ് ഇൻവെസ്റ്റിഗേഷൻ വിൽ ബി ഫോളോഡ് ബൈ എക്സ്പ്രഷൻ വിച്ച് മേ ബി റിട്ടൺ, സ്പോക്കൺ ഓർ വിഷ്വൽ ആൻഡ് കോൺക്രീറ്റ്. സോ ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു മേ ബി അബൌട്ട് എ പ്രോജക്റ്റ്, അല്ലെങ്കിൽ മേ ബി അബൌട്ട് സംതിങ് അവർക്ക് അറിയില്ലാത്തത് എന്നാൽ മൊത്തമായിട്ട് കാണുന്ന ഒരു സയൻസ് ടോപ്പിക് ആയാലും എന്തുകൊണ്ട് മഴ പെയ്യുന്നു അതിനെപ്പറ്റി കണ്ടുപിടിക്കാൻ പറയുക. സോ ദേ വിൽ കണ്ടക്ട് സം സോർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ദേ വിൽ കം അപ്പ് വിത്ത് സംതിങ്. അതിനെപ്പറ്റി ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുക. സോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ വളരെ ഓപ്പർച്യൂണിറ്റി സ്റ്റുഡൻസിന് കിട്ടുകയാണ് ചെയ്യുന്നത്. Then expression, this is the last step of teaching. It will be in the form of practical activities under 4 heads: passive, active, artistic and organizational activities. So expression എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതെല്ലാം പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു വേദി. പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ആകാം, ലൈക്ക് പാസീവ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് മുന്നിൽ നിന്ന് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആകാം, അല്ലെങ്കിൽ പിറകിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് ബേസ്ഡ് ആക്ടിവിറ്റീസ് ആകാം, ദെൻ ഓർഗനൈസേഷൻ ഓഫ് ആക്ടിവിറ്റീസ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ അവർക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നത് വഴി എക്സ്പ്രഷൻ ആസ് എ മീൻസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന രീതിയിലും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. ഇതാണ് 4 മോഡേൺ കൺസെപ്റ്റ്സ് ഓഫ് ലേണിംഗ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഡിസ്കഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഡിസ്കഷൻ. സോ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഹൈലി റിലേറ്റഡ് ടു എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ്? ലേണറുടെ ഏത് ക്വാളിറ്റിയാണ് ടീച്ചിങ് എഫക്റ്റീവ്നെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ടീച്ചിങ് എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഏതാണ്? പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ലേണർ, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് പാരൻസ് ഓഫ് ദി ലേണർ, ദെൻ പിയർ ഗ്രൂപ്പ്സ് ഓഫ് ദി ലേണർ, ഫാമിലി സൈസ് ഫ്രം വിച്ച് ദി ലേണർ കംസ്. സോ ഇവിടെയൊക്കെ നമുക്കൊരു ആസ് എ ലേമാൻസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പറയുന്ന ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കും. അത്രയുമേ മതി. അതായത് ഒരു ജനറൽ അവയർനെസ് വെച്ച് തന്നെ നമുക്ക്, ജനറൽ കോമൺ സെൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ആൻസർ ചെയ്യാൻ സാധിക്കും. അതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ സ്പെഷ്യാലിറ്റി. സോ ഇവിടെ വരുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഏത് ക്വാളിറ്റിയാണ് ടീച്ചിങ്ങിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആണോ, അതോ അദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ അദ്ദേഹം ഏത് പിയർ ഗ്രൂപ്പ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി സൈസ്? ഇതിൽ 3ഉം ഒരു കാരണവശാലും ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ല. അതിലാകെ വരുന്നത് ഇൻഡിവിജ്വലിൻ്റെ പ്രയർ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന് മുമ്പ് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ടീച്ചിങ് നടത്താൻ സാധിക്കും. നോളജ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജ് എന്ന് പറയുന്നത് ഒരു ബേസിക് തിങ് ആണ്. സോ ആൻസർ ഈസ് പ്രയർ നോളജ് ഓഫ് ദി ലേണർ ഈസ് ഹൈലി റിലേറ്റഡ് ടു എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ഇൻ ദി ഫോളോയിങ് വേസ്. 2 രീതിയിൽ നമുക്ക് അതിൻ്റെ എഫക്റ്റീവ്നെസ് പറയാം. ഇഫ് സ്റ്റുഡൻസ് ഡു നോട്ട് ഗെറ്റ് കറക്റ്റ് ഇൻഫർമേഷൻ ഓർ did not understand the study material in previous cases, they may have some trouble learning the recent material. മുമ്പ് പഠിച്ചിരുന്ന രീതി അല്ലെങ്കിൽ മുമ്പ് മനസ്സിലാക്കിയിരുന്ന രീതി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. മുമ്പ് മൊത്തം കാണാതെ പഠിച്ചിട്ട് ഇപ്പോൾ വന്നിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ വിട്ടിട്ട് റിഫ്ലക്റ്റീവ് ലെവലിലേക്ക് വരുമ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറയുന്നതിന് വളരെ ഡിഫിക്കൽട്ടായിട്ട് വരാം. ഓക്കെ, അത്തരത്തിൽ പ്രയർ എക്സ്പീരിയൻസ്, മുമ്പ് എന്താണോ അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് എഫക്റ്റ് ചെയ്യും. As the students who are understand and correct information has a better chance of success learning and the recent material. So അവരൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. അതായത് ഇൻ കേസ് ഒരു പുതിയ ലേണിംഗ് മെറ്റീരിയൽ അവരുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു,
അതവർ ഓൾറെഡി കവർ ചെയ്തതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അവരുടെ പ്രീവിയസ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം പ്രീവിയസ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇത് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ പ്രീവിയസ് അണ്ടർസ്റ്റാൻഡിങ്, പ്രയർ നോളജ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇത്രയും പറഞ്ഞത് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഫസ്റ്റ് ഏരിയാസ് ഡൺ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ബ്രീഫ് ചെയ്യുന്നു. ടോപ്പിക്സ് മാത്രം. ആക്ച്വലി വി സ്റ്റാർട്ടഡ് ഫ്രം ദി ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ടീച്ചിങ്. പെഡഗോഗിയെ പറ്റി പറഞ്ഞു. ദെൻ ടീച്ചിങ്ങിൻ്റെ ബേസിക് തിങ്സ് ലൈക്ക് ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ്, എയിംസ്, ഡിഫറെൻറ്റ് വേരിയബിൾസ് ഓഫ് ടീച്ചിങ്, ബേസിക് റിക്വയർമെൻറ്റ്സ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ദെൻ ലെവൽസ് ഓഫ് ടീച്ചിങ്, മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, memory level, understanding level, and reflective level of teaching. Then after that we were discussing about different philosophies of teaching. It includes idealism, naturalism, constructivism, pragmatism. Then for modern constructive നമ്മൾ പറഞ്ഞു. ഇത്രയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ലേണിങ്ങിലേക്കാണ്. ഓക്കെ, ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നും നോർമലി UGC നെറ്റ് എക്സാമിനേഷന് 2 ക്വസ്റ്റ്യൻസ് എങ്കിലും കാണാറുണ്ട്. സോ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡെഫിനിഷൻ നോക്കാം. ലേണിംഗ് ഈസ് ദി അക്വിസിഷൻ ഓഫ് ന്യൂ ബിഹേവിയർ ഓർ ദി സ്ട്രെങ്തനിങ് ഓഫ് വീക്കനിങ് ഓഫ് ഓൾഡ് ബിഹേവിയർ ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് വഴി നമ്മളുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ബിഹേവിയറിനെ ബെറ്റർ ആക്കുക, ഒന്നെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുകയാകാം, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ബിഹേവിയർ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നതും ആകാം, വീക്കനിങ്ങും ആകാം. ഇതാണ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലേണിംഗ് ഈസ് ദി അക്വിസിഷൻ ഓഫ് ന്യൂ ബിഹേവിയർ. ഒന്നെങ്കിൽ നമ്മൾ പുതിയ ബിഹേവിയർ നേടിയെടുക്കുന്നു, ഓർ സ്ട്രെങ്തനിങ് ഓഫ് ഓർ വീക്കനിങ് ഓഫ് ഓൾഡ് ബിഹേവിയർ. നമുക്ക് മുമ്പുണ്ടായിരുന്ന ബിഹേവിയറിനെ ഒന്നെങ്കിൽ കൂട്ടുന്നു അല്ലെങ്കിൽ അത് കുറയ്ക്കുന്നു. ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ്, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വഴി നമ്മളുടെ എക്സിസ്റ്റിംഗ് ബിഹേവിയർ പാറ്റേൺസിൽ ചേഞ്ചസ് വരുന്ന പ്രോസസ്സിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ലേണറുടെ ഫീച്ചേഴ്സ്. സോ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. ദെൻ ലൈക്ക് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ അബൌട്ട് ദി ലേണർ സച്ച് ആസ് ഏജ്, ജെൻഡർ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, മെച്യൂരിയേഷൻ. ദെൻ യു ക്യാൻ സേ ലാംഗ്വേജ്, സോഷ്യൽ ഇക്കണോമിക് സ്റ്റാറ്റസ് ആൻഡ് സ്പെസിഫിക് നീഡ്സ്. ഇതെല്ലാം ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സാണ്. ആ ഇൻഡിവിജ്വൽ എത്രമാത്രം ഏജ് ഉണ്ട്, ഓരോ 5ാം ക്ലാസ് തന്നെ പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കില്ല ലേണിംഗ് 20 years ഓൾഡിന് വരുമ്പോൾ. അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതാണ് പറയുന്നത്. ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഏജ് അതൊരു മേജർ ഫാക്ടറാണ്. ജെൻഡർ ഇസ് അനദർ മേജർ ഫാക്ടർ. ദെൻ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഫ്രം വിച്ച് ഹി കംസ്, മെച്യൂരിറ്റി ഇസ് അനദർ ഫാക്ടർ. ദെൻ ലാംഗ്വേജ്, യു ക്യാൻ സേ സോഷ്യൽ ഇക്കണോമിക് സ്റ്റാറ്റസ്, സ്പെസിഫിക് നീഡ്സ്, ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വരും. ദെൻ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ എഡ്യൂക്കേഷൻ ടൈപ്പ്, എഡ്യൂക്കേഷൻ ലെവൽ ആൻഡ് നോളജ്. ഏത് ലെവൽ ഓഫ് എഡ്യൂക്കേഷനാണ് അദ്ദേഹം ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ്, ഹയർ എഡ്യൂക്കേഷൻ ആണോ അതോ പ്രൈമറി എഡ്യൂക്കേഷൻ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ അഫക്റ്റ് ചെയ്യും. ദെൻ സോഷ്യൽ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സോഷ്യൽ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻഡിവിജ്വലിൻ്റെ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ഫാക്ടറായിട്ട് വരാം. ദെൻ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് മെമ്മറി പ്രഷർ, ദെൻ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഇൻ്റലക്ച്വൽ സ്കിൽസ്, റിമെമ്പറിങ് എബിലിറ്റി, ദെൻ ഓർഗനൈസിങ് സ്കിൽ, ഇൻഫർമേഷൻ സ്റ്റോറിങ് എബിലിറ്റി. ഇതെല്ലാം കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതെല്ലാം ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. സോ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നുകൂടി ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ, ഗുഡ് ലേണേഴ്സ് ആർ ക്യൂരിയസ്. നോർമലി ഒരു നല്ല ലേണർ എന്ന് പറയുന്നത് പുതിയ ഇൻഫർമേഷൻ വരുമ്പോൾ ക്യൂരിയസ് ആയിരിക്കും, അത് നേടിയെടുക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും, പുതുതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവും. ദെൻ അണ്ടർസ്റ്റാൻഡിങ്, കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം ഉണ്ടാകും. ദെൻ സോഷ്യൽ ആൻഡ് പേഴ്സണൽ ക്വാളിറ്റി ഉണ്ടാകും. സോഷ്യൽ ക്വാളിറ്റിയും അതേപോലെ ഇൻഡിവിജ്വൽ പേഴ്സണൽ ക്വാളിറ്റിയും ആ ഇൻഡിവിജ്വൽ ഉണ്ടാകും. ദെൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, മെച്യൂരിറ്റി ലെവൽ ഹൈ ആയിരിക്കും. വില്ലിങ്നെസ് ടു ലേൺ, കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ തയ്യാറാകുന്നു. ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായിരിക്കും. ഈസിലി അഡ്ജസ്റ്റഡ് ടു ചേഞ്ച് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകും. റെസിസ്റ്റൻസ് ഉണ്ടാവില്ല, ചേഞ്ച് വരുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ തയ്യാറാകും. ദെൻ ദെയർ വിൽ ബി ആൻ ഇൻറ്റേർണൽ മോട്ടിവേഷൻ ടു ലേൺ, ഇൻറ്റേർണൽ മോട്ടിവേഷൻ ഉണ്ടാകും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി. സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇസ് അനദർ ഫാക്ടർ. ദെൻ ലേണിംഗ് പവർ, എബിലിറ്റി, മനസ്സിലാക്കിയെടുക്കണം, അതിൻ്റെ ഒരു വില്ലിങ്നെസ്സോ അതിൻ്റെ ഒരു ഭാഗമാണ്. ദെൻ
നെർവസ്നെസ് കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും, അതേപോലെ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇതെല്ലാം ഒരു ലേണറുടെ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണേഴ്സ്. നമുക്ക് വിഷ്വൽ ലേണർ, കൈനസ്റ്റിക് ലേണർ, ഓഡിറ്ററി ലേണർ, സ്ട്രെസ് ലേണർ, ഈസ് ലേണർ, സ്ക്രിബിൾ ലേണർ, ദെൻ ട്രസ്റ്റ് ലേണർ, ടീച്ച് ലേണർ, കോപ്പി ലേണർ. ഇങ്ങനെ പല രീതിയിൽ ലേണേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഞാനത് ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം. അതിനുശേഷം ചില ലേണേഴ്സിനെ പറ്റി കൂടുതൽ നമ്മൾ അറിയണം. ആദ്യം വിഷ്വൽ ലേണർ. ലേൺ വാട്ട് യു സീ. നമ്മളൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ആ കാണുന്ന കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പഠിക്കുക, പിക്ചറൈസ് ചെയ്ത് പഠിക്കുക. അതാണ് വിഷ്വൽ ലേണേഴ്സ് ചെയ്യുന്നത്. വേറെ കൈനസ്റ്റിക് ലേണേഴ്സ് ആണെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ട് മനസ്സിലാക്കുന്നു കൈനസ്റ്റിക്. ഓഡിറ്ററി ആണെങ്കിൽ കേട്ട് പഠിക്കുന്നു. ഇതൊക്കെ നമുക്ക് നിഷ്പ്രയാസം പറയാവുന്നതേ ഉള്ളൂ. ദെൻ സ്ട്രെസ് ലേണർ ആണെങ്കിൽ ലേൺ വാട്ട് സ്ട്രെസ്സസ് ദം. എന്താണോ അവരിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സ്ട്രെസ്ഡ് ആവുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതാണ് സ്ട്രെസ് ലേണർ. ഈസ് ലേണർ റിലാക്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്തോ കാര്യങ്ങളാണോ അദ്ദേഹത്തെ സ്ട്രെസ് ചെയ്യിക്കാത്തത് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ദെൻ സ്ക്രിബിൾ ലേണർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു റൈറ്റപ്പ് ക്രിയേറ്റ് ചെയ്യും. എഴുതി നോക്കി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ആളുകളാണ് സ്ക്രിബിൾ ലേണർ. ദെൻ ട്രസ്റ്റ് ലേണർ ലേൺ ഫ്രം അതോറിറ്റി. ഒരു ലീഡർ എന്നുള്ള പൊസിഷനിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്നുള്ളൊരു പൊസിഷനിൽ നിന്നുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിക്കുന്നു. ഇതാണ് ട്രസ്റ്റ് ലേണർ. ദെൻ ടീച്ച് ലേണർ ലേൺ ബൈ ടീച്ചിങ്. പഠിപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ച് മനസ്സിലാക്കിയെടുക്കുന്നു. ആൻഡ് ഫൈനലി കോപ്പി ലേണർ. ലേൺ വാട്ട് ദേ ക്യാൻ കോപ്പി. മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കോപ്പി ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന ഒരു രീതി. അതാണ് കോപ്പി ലേണർ ചെയ്യുന്നത്. ഇതിൽ നമ്മളെ സംബന്ധിച്ച് 4 ടൈപ്സ് ഓഫ് ലേണേഴ്സിനെയാണ് കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാർക്ക് മോഡൽ എന്ന് പറയും. വാർക്ക് മോഡൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈസ് വിഷ്വൽ. VARK ആണ് വാർക്ക് മോഡൽ. വിഷ്വൽ ലേണർ എന്ന് പറഞ്ഞാൽ ദി പ്രോസസ് ഓഫ് ഇൻഫർമേഷൻ യൂസിങ് ചാർട്ട് ആൻഡ് ഗ്രാഫിൻ്റെയും ചാർട്ടിൻ്റെയും സഹായത്തോടു കൂടി ഇൻഫർമേഷൻ കണ്ട് മനസ്സിലാക്കി ആ കാഴ്ചയിലൂടെ നോളജ് ഗെയിൻ ചെയ്യുന്നു. നീഡ് ഇമേജസ് ടു എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ്. ദെൻ പ്രിഫർ ഗ്രാഫിക് എലമെൻറ്റ്സ് ഓവർ വേർഡ്സിനേക്കാൾ കൂടുതലായിട്ട് ഗ്രാഫിക് എലമെൻ്റ് ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. ദെൻ ഓഡിറ്ററി ലേണർ ആണെങ്കിൽ ലേൺ ബെസ്റ്റ് വെൻ ദി ഇൻഫർമേഷൻ ഈസ് സ്പോക്കൺ. കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നത് സംസാരിക്കപ്പെട്ട് കഴിഞ്ഞാലാണ്. സംസാരിച്ച കാര്യങ്ങൾ കൂടുതലായിട്ട് ഓർത്തു വയ്ക്കാൻ തയ്യാറാവും. ദെൻ പ്രിഫർ ലെക്ചേഴ്സ് ആൻഡ് ഡിസ്കഷൻ. കൂടുതൽ ഡിസ്കഷനും കേട്ടതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ അവർ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ലെക്ചറിങ്ങും ഡിസ്കഷനുമായിരിക്കും. ദെൻ പ്രോസസ് ഇൻഫർമേഷൻ ബൈ ടോക്കിംഗ് ത്രൂ തിങ്സ്. അങ്ങോട്ടേക്ക് സംസാരം വഴി ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ അവർ തയ്യാറാവും. റീഡ് ഓർ റൈറ്റ് ടൈപ്പ് ആണെങ്കിൽ പ്രിഫർ ടു റിസീവ് റിട്ടൺ വേർഡ്സ് വഴിയുള്ള ഇൻഫർമേഷൻ ആയിരിക്കും മനസ്സിലാക്കാൻ തയ്യാറാവുന്നത്. അല്ലെങ്കിൽ അവർ എഴുതി നോക്കി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. എൻജോയ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് അസൈൻമെൻറ്റ്സ്. പ്രോസസ് ഇൻഫർമേഷൻ ബൈ റൈറ്റിംഗ് നോട്ട്സ് എഴുതിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ അതാണ് റീഡ് ഓർ റൈറ്റ് ടൈപ്പ്. ദെൻ കൈനസ്തെറ്റിക് ആണെങ്കിൽ ലേൺ ബെസ്റ്റ് ത്രൂ ടാക്ടൈൽ പ്രോസസ്. കാര്യങ്ങൾ ചെയ്തു നോക്കി അല്ലെങ്കിൽ ആക്ഷൻസ് വഴി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ദേ പ്രിഫർ ടു ക്രിയേറ്റ് കോൺക്രീറ്റ് പേഴ്സണൽ എക്സ്പീരിയൻസ്. ആളുകൾ തൊട്ട് നോക്കി അല്ലെങ്കിൽ കണ്ടു നോക്കി ആ പേഴ്സണൽ എക്സ്പീരിയൻസ് വഴി ആ ഇൻഡിവിജ്വൽ എക്സ്പോസ് ചെയ്യുന്നത് വഴി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പ്രോസസ് ഇൻഫർമേഷൻ ബൈ റീക്രിയേറ്റിംഗ് ഓർ പ്രാക്ടീസസ്. അതേപോലെ മോഡലുകൾ ഉണ്ടാക്കി നോക്കിയ കാര്യങ്ങൾ പഠിക്കുന്നു, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കിയ കാര്യങ്ങൾ പഠിക്കുന്നു. അതാണ് കൈനസ്തെറ്റിക് ടൈപ്പ് ലേണർ. ദെൻ ടൈപ്പ് ഓഫ് ലേണേഴ്സിനെ നമുക്ക് വീണ്ടും പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ബേസിക് ക്ലാസിഫിക്കേഷനാണ് ഇതുവരെ പറഞ്ഞത്. ലൈക്ക് വിഷ്വൽ, കൈനസ്തെറ്റിക്, ഓഡിറ്ററി, സ്ട്രെസ്, ഈസ്, സ്ക്രിബിൾ, ട്രസ്റ്റ്, ടീച്ച്, കോപ്പി, അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ബേസിക് ക്ലാസിഫിക്കേഷനാണ്. ഇവൻ ദോ നമുക്ക് കുറച്ചുകൂടി അവരെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, ഡിഫറെൻറ്റ് ടൈപ്സിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് ഈസ് ആക്റ്റീവ് ലേണർ ആൻഡ് റിഫ്ലെക്റ്റീവ് ലേണർ. ആക്റ്റീവ് ലേണറും ഡിഫ്ലെക്റ്റീവ് ലേണറും രണ്ടുപേരും തമ്മിലൊന്ന് കമ്പയർ ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആക്റ്റീവ് ലേണർ ആണെങ്കിൽ ലേൺ ബെസ്റ്റ് ബൈ ഡൂയിങ്. കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ അവരെയാണ് ആക്റ്റീവ് ലേണർ എന്ന് പറയുന്നത്. വേറെ റിഫ്ലെക്റ്റീവ് ലേണർ ലൈക്സ് ടു പ്രോസസ് ഇൻഫർമേഷൻ ബിഫോർ ട്രൈയിങ് ഇറ്റ് ഔട്ട്. കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്തു നോക്കാൻ നോക്കും. അതായത് ഡയറക്റ്റ്ലി ചെയ്ത് പഠിക്കുകയല്ല,
മൊത്തം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു, മനസ്സിലാക്കിയെടുത്തതിന് ശേഷം കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ, അവരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് ട്രൈ ഔട്ട് ആൻഡ് സീ വാട്ട് ഇഫ് ഇറ്റ് വർക്ക്. നമുക്കത് ചെയ്ത് നോക്കാം, ചെയ്ത് നോക്കിയതിന് ശേഷം അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അതായത് മൊത്തം കൺസെപ്റ്റ് മനസ്സിലാക്കുമല്ല, ചെയ്ത് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് ആക്റ്റീവ് ലേണേഴ്സ്. ലെറ്റ്സ് തിങ്ക് ത്രൂ ഇറ്റ് ഫസ്റ്റ്. അതായത് ആദ്യം നമുക്ക് ചിന്തിക്കാം, അതിനുശേഷം ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാം. അതാണ് റിഫ്ലക്റ്റീവ് ലേണർ. ഓക്കെ, രണ്ട് കൺസെപ്റ്റും ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആക്റ്റീവ് ആണെങ്കിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പഠിക്കുന്നു, വേറാസ് റിഫ്ലക്റ്റീവ് ലേണർ ആണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തതിന് ശേഷം ചെയ്തു നോക്കുന്നു. സോ ആക്റ്റീവ് ലേണേഴ്സ് ലൈക്ക് ഗ്രൂപ്പ് വർക്ക്, റിഫ്ലക്റ്റീവ് ലേണേഴ്സ് ഒറ്റയ്ക്ക് ചിന്തിക്കുന്ന ആൾക്കാരാണ്, ഇൻഡിവിജ്വൽ വർക്കാണ് പ്രിഫർ ചെയ്യുന്നത്. ദെൻ ലെക്ചർ ക്ലാസ്സസ് ആർ ചലഞ്ചിങ് ഫോർ ആക്റ്റീവ് ലേണേഴ്സ്. റിഫ്ലക്റ്റീവ് ലേണേഴ്സിനെ സംബന്ധിച്ച് ലെക്ചർ ക്ലാസ്സസ് നോർമലി ചലഞ്ചിങ് ആയിരിക്കും. എന്നിരുന്നാൽ കൂടിയും അവർക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വഴി ലെക്ചർ മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടും. ഓക്കെ, ദെൻ ഷുഡ് ട്രൈ ടു വർക്ക് ആൻഡ് സ്റ്റഡി ഇൻ ഗ്രൂപ്പ്സ് വിത്ത് എ പാർട്ട്ണർ. ആക്റ്റീവ് ലേണേഴ്സിനെ സംബന്ധിച്ച് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഗ്രൂപ്പായിട്ടിരിക്കുമ്പോഴായിരിക്കും കൂടുതൽ ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ റിഫ്ലക്റ്റീവ് ലേണർ ആണെങ്കിൽ അവർ ഇൻഡിവിജ്വലി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. വെൻ ലേണിംഗ് ന്യൂ ഇൻഫർമേഷൻ ഷുഡ് സ്റ്റോപ്പ് പീരിയോഡിക്കലി ആൻഡ് ട്രൈ ടു അപ്ലൈ ഇറ്റ് ഇൻ ന്യൂ വേയ്സ്. അവരെ സംബന്ധിച്ച് പുതിയ ഇൻഫർമേഷൻ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നോക്കണം. അത് ഉപയോഗിച്ച് നോക്കുമ്പോൾ മാത്രമേ റിഫ്ലക്ഷൻ ആയുള്ളൂ. സോ ലേൺ ചെയ്യുക, മനസ്സിലാക്കുക, അതിനുശേഷം അത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് ഇൻഫർമേഷൻ അവർ പ്രോസസ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് 2 ടൈപ്സ്, റിഫ്ലക്റ്റീവ് ആൻഡ് ആക്റ്റീവ് ലേണേഴ്സ്. സെക്കൻഡ്, സെൻസിങ് ലേണേഴ്സും ഇൻറ്റ്യൂട്ടീവ് ലേണേഴ്സും. സെൻസിങ് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ലൈക്ക് ടു ലേൺ ഫാക്ച്വൽ ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ തയ്യാറാകുന്നു, അതാണ് സെൻസിങ് ലേണർ. ഇൻറ്റ്യൂട്ടീവ് പ്രിഫർ ടു ഡിസ്കവർ ന്യൂ ഐഡിയാസ് ആൻഡ് കണക്ഷൻസ്. എന്താണോ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, എന്താണോ ബുക്കിൽ എഴുതിയിരിക്കുന്നത് അത് കൃത്യമായിട്ട് പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു സെൻസിങ് ലേണറാണ്. സെൻസ് ചെയ്ത് മനസ്സിലാക്കിയെടുത്ത് പഠിക്കുന്നു. വേറെ ഇൻറ്റ്യൂട്ടീവ് ആണെങ്കിൽ പുതുതായിട്ടൊരു ഐഡിയ ഡിറൈവ് ചെയ്യുന്നു, പുതുതായിട്ടൊരു ഫാക്റ്റുകൾ കണ്ടെത്തുന്നു, പുതുതായിട്ട് ഡിസ്കവർ നടത്തുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ പ്രിഫർ ടു ഡിസ്കവർ ന്യൂ ഐഡിയാസ് ആൻഡ് കണക്ഷൻ, അതാണ് ഇൻറ്റ്യൂട്ടീവ് ലേണറിൽ വരുന്നത്. ലൈക്ക് ടു യൂസ് എസ്റ്റാബ്ലിഷ്ഡ് മെത്തേഡ്സ് ഇൻ പ്രോബ്ലം സോൾവിങ്. ഓൾറെഡി ഉള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് സെൻസിങ് ലേണേഴ്സ്. വേറസ് ഇൻറ്റ്യൂട്ടീവ് ലേണേഴ്സ് ദേ ലൈക്ക് ടു അബ്സ്ട്രാക്ട് പ്രോബ്ലംസ്. അവർ പുതിയ മെത്തേഡുകൾ വഴി പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. ദെൻ ആർ പേഷ്യൻറ്റ് വിത്ത് ഡീറ്റെയിൽ വർക്ക് ആൻഡ് ആർ ഗുഡ് അറ്റ് മെമ്മറൈസിങ്. ഒരുപാട് ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകും, ഡീറ്റെയിൽ വർക്ക് ചെയ്യാനും തയ്യാറാകും. വേറസ് ഇൻറ്റ്യൂട്ടീവ് ലേണേഴ്സിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുക, സ്വന്തമായിട്ട് ചെയ്യുക, ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് പുതിയ മെത്തേഡ്സ് കണ്ടെത്തുക. ഇതൊക്കെയാണ് ഇൻറ്റ്യൂട്ടീവ് ലേണേഴ്സിൻ്റെ ബേസിക് വേ ഓഫ് ഡൂയിങ്. ദെൻ ലൈക്ക് ഹാൻഡ്സ് ഓൺ വർക്ക്. ഹാൻഡ്സ് ഓൺ കയ്യിൽ എഴുതി കൂട്ടിയൊക്കെ ചെയ്യലായിരിക്കും പ്രധാനമായിട്ടും സെൻസിങ് ലേണേഴ്സിന് ഇഷ്ടം. വേറെ ഇൻറ്റ്യൂട്ടീവ് ലേണേഴ്സിന് മെമ്മറൈസ് ചെയ്യുക, റുട്ടീൻ കാൽക്കുലേഷൻസ് എല്ലാം സ്വന്തമായിട്ട് ചെയ്യുക, ബ്രെയിനിൽ തന്നെ ചെയ്യുക എന്നുള്ളതായിരിക്കും ഇഷ്ടം. ദെൻ ലൈക്ക് ലേണിംഗ് തിങ്സ് ദാറ്റ് ഹാവ് എ കണക്ഷൻ, ഡയറക്റ്റ് കണക്ഷൻ ടു ദി റിയൽ വേൾഡുമായിട്ട് ഡയറക്റ്റ് കണക്ഷനുള്ള കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കുക, പഠിക്കുക. ഓൾറെഡി ഗീവൺ ആയിട്ടുള്ള ഫാക്ച്വൽ ഇൻഫർമേഷൻ കോപ്പി ചെയ്യുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് സെൻസിങ് ലേണേഴ്സ്. വേറസ് ഷുഡ് ട്രൈ ടു ഡിസിപ്ലിൻ ദംസെൽഫ് ടു ചെക്ക് വർക്ക് ടു മേക്ക് ഷുവർ കെയർലെസ് മിസ്റ്റേക്സ് ഹാവ് ബീൻ മേഡ്. അതായത് അവരെ സംബന്ധിച്ച് ഇൻറ്റ്യൂട്ടീവ് ലേണേഴ്സിനെ സംബന്ധിച്ച് മിസ്റ്റേക്സ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ബിക്കോസ് അവർ നേരെയുള്ള വഴിയല്ല, അവരുടേതായ വഴികൾ കണ്ടെത്താനായിരിക്കും ശ്രമിക്കുക. അതുകൊണ്ടൊരു ടീച്ചറുടെ ഡ്യൂട്ടിയാണ് ഇൻ ബിറ്റ്വീൻ ചെക്ക് ചെയ്യുക എന്നുള്ളത്. ദെൻ ഈ സെൻസിങ് ലേണേഴ്സ് ആണെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് കൊടുക്കുക, എക്സാമ്പിൾസ് കൊടുക്കുക, അതുവഴി അവർക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അടുത്ത ടൈപ്പാണ് വിഷ്വൽ ലേണേഴ്സ് ആൻഡ് വെർബൽ ലേണേഴ്സ്. വിഷ്വൽ ലേണേഴ്സ് റിമെമ്പർ വാട്ട് ദേ സീ, ടൈം ലൈൻസ്, ഡെമോൺസ്ട്രേഷൻസ്, ഫ്ലോ ചാർട്ട്സ് എക്സെട്ര. എന്താണോ അവർ കണ്ടത്, ആ കണ്ട കാര്യങ്ങൾ ഓർത്തു വയ്ക്കുന്നവരാണ് വിഷ്വൽ ലേണേഴ്സ്. വെർബൽ ലേണേഴ്സ് ആണെങ്കിൽ പ്രിഫർ റിട്ടൺ ഓർ സ്പോക്കൺ ഇൻസ്ട്രക്ഷൻസ്. എന്താണോ പറഞ്ഞത് ആ കേൾക്കുന്നത്, അത് വെച്ചിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ക്രിയേറ്റ് ടൈം ലൈൻസ് ഫോർ പ്രോജക്റ്റ്, പേപ്പർ, ചാർട്ട്സ്, കളർ കോഡ്, ടാസ്ക്. അതായത് എല്ലാം ഒരു വിഷ്വൽ തിങ്കിലേക്ക് കണക്ട് ചെയ്യുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ ഫോർ വിഷ്വൽ ലേണേഴ്സ്. ലൈക്ക് ക്രിയേറ്റിംഗ് ടൈം ലൈൻസ്, പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, പേപ്പർ വർക്ക്സ് ക്രിയേറ്റ് ചെയ്യുക, റിട്ടേൺ ടെസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ വിഷ്വൽ ലേണേഴ്സ് അത് ഹെൽപ്ഫുൾ ആയിരിക്കും.
വെർബൽ ലേണേഴ്സിനെ സംബന്ധിച്ച് ഷുഡ് റൈറ്റ് സമ്മറീസ് ഓഫ് ടാസ്ക്, സ്വന്തം വേർഡ്സിൽ സമ്മറികൾ എഴുതണം. അതേപോലെ ഷുഡ് ട്രൈ ടു വർക്ക് ഇൻ ഗ്രൂപ്പ്സ് ഓർ വിത്ത് പാർട്ട്ണർ വെൻ എവർ പോസിബിൾ. സോ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുക, അതേപോലെ അവർ ചെയ്തിരിക്കുന്ന വെർബൽ ആക്ടിവിറ്റീസുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് റിട്ടേൺ ഇൻഫർമേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതാണ് വെർബൽ ലേണേഴ്സിൻ്റെ ബേസിക് വേ. ഓക്കെ, ഒന്നെങ്കിൽ സ്പോക്കൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സ്പോക്കൺ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് വെർബൽ ലേണേഴ്സ് ആയിരിക്കും കൂടുതലായി. നെക്സ്റ്റ് ടൈപ്പ് സീക്വൻഷ്യൽ ലേണേഴ്സ് ആൻഡ് ഗ്ലോബൽ ലേണേഴ്സ്. സീക്വൻഷ്യൽ ലേണേഴ്സ് ആണെങ്കിൽ ദേ ലൈക്ക് ടു ഫോളോ സ്റ്റെപ്സ് ഇൻ ലേണിംഗ് ആൻഡ് ഇൻ ഫൈൻഡിങ് സൊല്യൂഷൻസ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ്, ഓരോ സ്റ്റെപ്പുകളും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവരാണ് സീക്വൻഷ്യൽ ലേണേഴ്സ്. may know a great deal about each step of the process but have a hard time understanding the whole picture. അവർക്ക് ഓരോ സ്റ്റെപ്പിനെ പറ്റിയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, പക്ഷേ മൊത്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. ഓരോ സ്റ്റെപ്പിലും എന്താ സംഭവിക്കുന്നത് പുള്ളി കൃത്യമായിട്ട് മനസ്സിലാവും, പ്രോസസ്സ് മൊത്തമായിട്ട് മനസ്സിലാക്കുന്നത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. ദെൻ ഷുഡ് ട്രൈ ടു ഫിൽ ദി മിസ്ഡ് സ്റ്റെപ്സ് ബൈ ആസ്കിങ് ഇൻസ്ട്രക്ടർ ഓർ സുപ്പീരിയർ. ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ഈ ഓരോ പ്രോസസ്സിലും എവിടെയൊക്കെയാണോ ഇദ്ദേഹത്തിന് കണക്ഷൻ ചെയ്യാൻ സാധിക്കാത്തത് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുകയാണെങ്കിൽ ആ പ്രോസസ്സ് മൊത്തമായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. അതാണ് സീക്വൻഷ്യൽ ലേണറുടെ ഒരു വേ. ദെൻ ഗ്ലോബൽ ലേണേഴ്സ് ആണെങ്കിൽ ടെൻ ടു ലേൺ ലാർജ് ലീപ്സ് വിത്തൗട്ട് നെസസറി പ്രോസസിങ് ഓൾ സ്റ്റെപ്സ്. അതായത് ഇവർ ആ ഒരു പ്രോസസ്സ് മൊത്തമായിട്ട് മനസ്സിലാക്കും, പക്ഷേ എല്ലാ സ്റ്റെപ്പുകളും അതേ രീതി ഫോളോ ചെയ്യണമെന്നില്ല. സീക്വൻഷ്യൽ ലേണർ ആണെങ്കിൽ എല്ലാ സ്റ്റെപ്പുകളും അതനുസരിച്ച് ഫോളോ ചെയ്ത് വരും. പക്ഷേ ഗ്ലോബൽ ലേണേഴ്സ് ആ പ്രോസസ്സ് മൊത്തമായിട്ട് അങ്ങ് പഠിക്കും, എല്ലാ സ്റ്റെപ്പുകളും മനസ്സിലാക്കണമെന്നില്ല. ദെൻ ദർ മേ ബി സം ആഹാ മൊമെൻറ്റ്സ് ലൈക്ക് യാ റൈറ്റ് എന്നുള്ളൊരു ഫീൽ അവർക്ക് എപ്പോഴും ഉണ്ടാവും. അതായത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഓൾ തിങ് മൊത്തമായിട്ട് അവർക്കറിയാം, പക്ഷെ അതെങ്ങനെയാണ് ഓരോ പ്രോസസ്സിലൂടെ കടന്നു വരുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വളരെയധികം ഡിഫിക്കൽറ്റി ഉണ്ടാകും. ദെൻ സംടൈംസ് ഹാവ് ഡിഫിക്കൽറ്റി ഇൻ എക്സ്പ്ലെയിനിങ് ഹൗ ദേ റീച്ച് കൺക്ലൂഷൻ. എങ്ങനെയാണ് ഈ കൺക്ലൂഷനിൽ എത്തിയത്? ദേ വിൽ ഗെറ്റ് ആൻസർ അവരുടെ കയ്യിലുണ്ടാകും, പക്ഷേ ഈ ആൻസർ എങ്ങനെ കിട്ടി എന്നുള്ളതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അവർക്ക് ഡിഫിക്കൽട്ടായിരിക്കും. ദേ ആർ നോട്ട് ഡീറ്റെയിൽ ഓറിയൻറ്റഡ്. ഓരോ പ്രോസസ്സും ഓരോ സ്റ്റെപ്സും ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കിയിട്ടല്ല ഒരു ഫൈനൽ ആൻസറിലേക്ക് വരുന്നത്, അവർക്ക് അവരുടേതായ ഒരു വേ ഉണ്ട്. ദെൻ ഷുഡ് ഫൈൻഡ് ഔട്ട് ആസ് മച്ച് ആസ് പോസിബിൾ അബൌട്ട് എ ന്യൂ പ്രൊജക്റ്റ്, ടാസ്ക് ഓർ ടോപ്പിക് ബിഫോർ ടാക്ലിങ് അസൈൻമെൻറ്റ്. സോ അവരെ സംബന്ധിച്ച് പുതിയൊരു അസൈൻമെൻറ്റ് കിട്ടുകയാണ്, പുതിയൊരു ടോപ്പിക് കിട്ടുകയാണെങ്കിൽ അവരതിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷനാണ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതെല്ലാം എന്തൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അതെല്ലാം കളക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ബെറ്റർ ലേണേഴ്സ് ആയിട്ട് മാറാൻ സാധിക്കും. ഇതാണ് സീക്വൻഷ്യൽ ലേണേഴ്സും ഗ്ലോബൽ ലേണേഴ്സും. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് യു ക്യാൻ സേ അഡോളസെൻ്റ് ലേണർ ആൻഡ് അഡൾട്ട് ലേണർ. അഡോളസെൻ്റ് ലേണർ അപ് ടു യങ്ങർ ഏജിലുള്ളവരാണ്, ചൈൽഡ് അല്ലെങ്കിൽ കിഡ്സ് എന്ന് പറയാവുന്നവരാണ് അഡോളസെൻ്റ്. അല്ലെങ്കിൽ കിഡ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഏജ്, ടീനേജേഴ്സ് എന്നൊക്കെ പറയുന്നത്. ദെൻ അഡോളസെൻ്റ് ലേണേഴ്സും അഡൾട്ട് ലേണേഴ്സും. അഡോളസെൻ്റ് ആണെങ്കിൽ കൂടുതൽ ഇമോഷണൽ ആയിരിക്കും. ദെൻ കോഗ്നേറ്റീവ് ആൻഡ് ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തയ്യാറാകും. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും അതേപോലെ മോറൽ സൈഡും അതിലൊക്കെ കുറേ വാല്യൂ കൊടുക്കുന്നവരായിരിക്കും നോർമലി അഡോളസെൻ്റ് ലേണേഴ്സ്. അഡൾട്ട് ലേണേഴ്സിലേക്ക് വരുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ആണ് കീ. നോളജും എക്സ്പീരിയൻസിലുമായിരിക്കും. അഡോളസെൻറ്റിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസും കൂടുതൽ നോളജും അഡൾട്ട് ലേണേഴ്സ് ഉണ്ടാകും. അവർ കൂടുതൽ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. സൊസൈറ്റിയിലേക്കുള്ള കമ്മിറ്റ്മെൻറ്റിനേക്കാളും അല്ലെങ്കിൽ മോറൽ സൈഡിലേക്കുള്ള കമ്മിറ്റ്മെൻറ്റിനേക്കാളും റിസൾട്ടിലായിരിക്കും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദെൻ റെലവൻസി ഓറിയൻറ്റഡ്, എന്താണോ റെലവൻറ്റ് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി പ്രാക്ടിക്കലായിരിക്കും. ഓക്കെ, മോറലിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കലായിരിക്കും അഡൾട്ട് ലേണർ. സോ ഇത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണേഴ്സ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആക്റ്റീവ് ലേണർ, ദെൻ റിഫ്ലെക്റ്റീവ് ലേണർ, സെൻസിങ് ലേണർ, ഇൻറ്റ്യൂട്ടീവ് ലേണർ, വിഷ്വൽ ലേണർ, വെർബൽ ലേണർ, സീക്വൻഷ്യൽ, ഗ്ലോബൽ, അഡോളസെൻറ്റ്, അഡൾട്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. Any doubts? Okay, fine. So let's check another question. Assertion and reason type question ആണ്. Assertion: all teaching should aim at ensuring learning. Okay. Then reason ആയിട്ട് പറയുന്നത് all teaching results from teaching. All learning results from teaching. അതായത്
നമുക്കിവിടെ അസെഷൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. ഓൾ ടീച്ചിങ് ഷുഡ് എയിം അറ്റ് എൻഷുറിങ് ലേണിംഗ്. എല്ലാ ടീച്ചിങ്ങും എയിം ചെയ്യേണ്ടത് ലേണിംഗ് കിട്ടുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക, ലേണിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചിങ്ങിൻ്റെ എയിം. ദെൻ റീസൺ ആയിട്ട് പറയുന്നത് ഓൾ ലേണിംഗ് റിസൾട്ട്സ് ഫ്രം ടീച്ചിങ്. ടീച്ചിങ്ങിൻ്റെ റിസൾട്ടാണ് എല്ലാ ലേണിംഗ്. ഇത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് രണ്ട് ഓപ്ഷനും ശരിയാണോ എന്ന് ആദ്യം നോക്കുക. ദെൻ അസെഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ റീസൺ എന്ന് പറയണം. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ദെൻ എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ നമുക്കുണ്ടാവണം. ഓക്കെ, അതിൽ നമ്മളുടെ ആൻസർ സി ആണ്. അതായത് ടീച്ചിങ് എൻഷ്യൂർസ് പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ഇൻ സ്റ്റുഡൻസ് ബിക്കോസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടീച്ചിങ് സ്റ്റുഡൻസ് ക്യാൻ അക്വയർ ഗുഡ് നോളജ്, ഹാബിറ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താ പറയുന്നത്, എല്ലാ ലേണിങ്ങും ടീച്ചിങ്ങിൻ്റെ റിസൾട്ടാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ദർ മേ ബി സെൽഫ് ലേണിംഗ്, റൈറ്റ്? നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു അവസ്ഥകളുണ്ടാകാം. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എല്ലാ ലേണിങ്ങും ടീച്ചിങ്ങിൻ്റെ റിസൾട്ടാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. സോ ഫസ്റ്റ് അസെഷൻ ഈസ് ട്രൂ. അസെഷൻ പറയുന്നത് ഓൾ ടീച്ചിങ് ഷുഡ് എയിം അറ്റ് എൻഷുറിങ് ലേണിംഗ്. എല്ലാ ടീച്ചിങ്ങും ലക്ഷ്യമിടേണ്ടത് ലേണിംഗ് ഉണ്ട് എന്ന് ഉറപ്പാക്കുന്നതിലാണ്. പക്ഷേ അതിൻ്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് ജെന്യുവിൻ അല്ല, റീസൺ ഫോൾസ് ആണ്. ബിക്കോസ് ഓൾ ടീച്ചിങ് റിസൾട്ട്സ് ഫ്രം ഓൾ ലേണിംഗ് റിസൾട്ട്സ് ഫ്രം ടീച്ചിങ് നമുക്ക് പറയാൻ സാധിക്കില്ല. ടീച്ചിങ് ഇല്ലാതെ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സെൽഫ് ലേണിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പല രീതിയിൽ ഗെയിൻ ചെയ്ത നോളജ് ഉണ്ട്. ഇതെല്ലാം ടീച്ചിങ് വഴിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ദാറ്റ്സ് വൈ സി, ദാറ്റ് ഈസ് എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. അതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, another question. From the list given below, identify the learner's characteristics which would facilitate teaching learning system to become effective. Choose the correct code indicated in your answer. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഇതിനകത്ത് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. നല്ല ടീച്ചിങ്ങിന് വേണ്ട ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫസ്റ്റ്, പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ലേണർ, ലേണേഴ്സ് ഫാമിലി ലീനേജ്, അതായത് ഏത് ഫാമിലിയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്, ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ലേണർ, ലേണേഴ്സ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്, ലേണേഴ്സ് ഫുഡ് ഹാബിറ്റ് ആൻഡ് ഹോബീസ്, ലേണേഴ്സ് റിലീജിയസ് അഫിലിയേഷൻ. ഓക്കെ, ആൻസർ പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഫൈൻ. Answer is A. ഓക്കെ, എ പറയുന്നത് എന്താ? 1, 3 and 4. 1 പറയുന്നത് പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ലേണർ. അതിൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രീവിയസ് എക്സ്പീരിയൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. എത്രമാത്രം നോളജ് ഉണ്ട് എന്നുള്ളതനുസരിച്ചായിരിക്കും ഫർദർ ലേണിംഗ് നടക്കുന്നത്. സോ പ്രയർ എക്സ്പീരിയൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഫാമിലി ഒരു കാരണവശാലും കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ ആപ്റ്റിറ്റ്യൂഡ് ഓർ എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതേപോലെ സ്റ്റേജ്, ഏത് സ്റ്റേജിലാണ് അദ്ദേഹം ലേണിങ്ങിൽ, ഏത് സ്റ്റേജിലാണ് അദ്ദേഹം ഉള്ളത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് ഹാബിറ്റ് റെലവൻ്റ് അല്ല, റിലീജിയൻ റെലവൻ്റ് അല്ല. സോ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസെഷൻ ഓൾ ടീച്ചിങ് ഇംപ്ലൈസ് ലേണിംഗ്. എല്ലാ ടീച്ചിങ്ങും ലേണിംഗ് ഇംപ്ലൈ ചെയ്യുന്നുണ്ട്. ലേണിംഗ് ടു ബി യൂസ്ഫുൾ മസ്റ്റ് ബി ഡിറൈവ്ഡ് ഫ്രം ടീച്ചിങ്. ലേണിംഗ് യൂസ്ഫുൾ ആണെങ്കിൽ ടീച്ചിങ്ങിൻ്റെ റിസൾട്ട് ആയിരിക്കണം. നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതി ചോദിച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ ഓൾ ടീച്ചിങ് ഇംപ്ലൈസ് ലേണിംഗ്, ശരിയാണ്. എല്ലാ ടീച്ചിങ്ങിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് ലേണിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. സോ ഓൾ ടീച്ചിങ് ഇംപ്ലൈസ് ലേണിംഗ് ഈസ് റൈറ്റ്. പക്ഷേ ലേണിംഗ് ടു ബി യൂസ്ഫുൾ മസ്റ്റ് ബി ഡ്രൈവ്ഡ് ഫ്രം ടീച്ചിങ്. ടീച്ചിങ്ങിൽ നിന്ന് വരുന്ന ലേണിങ്ങിന് മാത്രമേ ഉപകാരമുള്ളൂ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ദാറ്റ്സ് വൈ എ ഈസ് ട്രൂ. ബിക്കോസ് ടീച്ചിങ്ങിൻ്റെ ലക്ഷ്യം ലേണിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് റൈറ്റ്. പക്ഷേ റീസൺ പറഞ്ഞിരിക്കുന്നത് ലേണിംഗ് ഷുഡ് ബി യൂസ്ഫുൾ, ലേണിംഗ് ടു ബി യൂസ്ഫുൾ മസ്റ്റ് ബി ഡിറൈവ്ഡ് ഫ്രം ടീച്ചിങ്. ഒരിക്കലും ശരിയല്ല.
അല്ലാത്ത നോളജിനും നമുക്ക് യൂസ് ഉണ്ടാവും. Another question, which of the following is a key behavior in effective teaching? Effective teachingile ഒരു key behavior എന്താണ്? Using students' ideas and contribution, structural variety, instructional variety, then questioning. ടീച്ചിങ്ങിൻ്റെയാണ്. ടീച്ചിങ് ബിഹേവിയറിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് നമ്മൾ ചോദിക്കുന്ന ആ മെത്തേഡിലുള്ള, നമ്മൾ പഠിപ്പിക്കുന്ന ആ രീതിയിലുള്ള വ്യത്യസ്തത, അതാണ് ഒരു കീ ബിഹേവിയർ. ഓക്കെ, ടീച്ചിങ് എഫക്റ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ആ പെഡഗോഗിയിൽ മാറ്റങ്ങൾ വരുത്തണം. പെഡഗോഗി എത്രമാത്രം മാറുന്നുണ്ടോ അത്രയും ബെറ്റർ ആയിരിക്കും എഡ്യൂക്കേഷൻ. അതാണ് ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെഡഗോഗിയാണ് ഉദ്ദേശിക്കുന്നത്. പെഡഗോഗിയിൽ തന്നെ നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നത് ഈ പെഡഗോഗി ഉപയോഗിച്ചാണ്. അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മുടെ ടീച്ചിങ് പെഡഗോഗിയുടെ ഭാഗമാണ്. സ്റ്റുഡൻസിൻ്റെ ഐഡിയാസും കോൺട്രിബ്യൂഷനും ഉപയോഗിക്കുന്നതും ടീച്ചിങ് പെഡഗോഗിയുടെ ഭാഗമാണ്. സോ അതിനെല്ലാത്തിനും ബേസിക് ടൈം എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷണൽ വെറൈറ്റിയാണ്. ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി അനുസരിച്ച് സ്റ്റുഡൻസിൻ്റെ ഇൻട്രസ്റ്റ് കൂട്ടാൻ സാധിക്കും. അതേപോലെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കൂടുതൽ എഫക്റ്റീവ് ആക്കാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ആൻസർ അതായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസർഷൻ, ലേണിംഗ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. റീസൺ, ലേണിംഗ് ടു ബി യൂസ്ഫുൾ മസ്റ്റ് ബി ലിങ്ക്ഡ് വിത്ത് ലൈഫ് പ്രോസസ്സസ്. ലേണിംഗ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്സ് എന്നാണ് അസർഷൻ പറഞ്ഞത്. റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ലേണിംഗ് യൂസ്ഫുൾ ആകണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ലിങ്ക്ഡ് വിത്ത് ലൈഫ് പ്രോസസ്സ്. ലൈഫ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ ആ ലേണിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, ബോത്ത് ആർ ട്രൂ ആൻഡ് ഇറ്റ് ഈസ് ദി ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ് ആൻസർ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് എന്ന് പറയുന്നത് ജീവിതം മൊത്തം തുടരുന്നൊരു പ്രോസസ്സാണ്. ബിക്കോസ് നമ്മൾ ഓരോ കാര്യങ്ങളും, നമ്മൾ നേരത്തെ ലേണിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ഫിലോസഫീസ് പറഞ്ഞപ്പോഴും പറഞ്ഞു, നമ്മൾ ഓരോ കാര്യങ്ങളും പുതുതായിട്ട് പഠിക്കുകയും യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ പുതുതായിട്ട് ഗെയിൻ ചെയ്യുന്ന നോളജ് എന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ നിന്നാണ്. സോ ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. ആ ലൈഫ് ലോങ് പ്രോസസ്സ് ആകുന്നത് കൊണ്ട് തന്നെ ലൈഫിൽ ഓരോ ഇവൻറ്റിലും ഈ നോളജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ലേണിംഗ് യൂസ്ഫുൾ ആകണമെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് ഉപയോഗിക്കാൻ സാധിക്കണം. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ ലിങ്ക് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ഹാസ് ടു ബി ജഡ്ജ് ഇൻ ടേംസ് ഓഫ്. ടീച്ചിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെ ജഡ്ജ് ചെയ്യണം? കോഴ്സ് കവറേജ്, സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ്, ലേണിംഗ് ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ്, യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ഇൻ ദി ക്ലാസ് റൂം. ഏത് രീതിയിലാണ് സ്റ്റുഡൻസിൻ്റെ ടീച്ചിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കുന്നത്? ഓക്കെ, അവിടെ കൂടുതൽ നമ്മൾ ഡിസ്കഷൻ ആവശ്യമില്ല. ലേണിംഗ് ഔട്ട്കം, സ്റ്റുഡൻസിന് എന്തുമാത്രം റിസൾട്ട് കിട്ടി, അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കം സ്റ്റുഡൻസിന് എന്ത് ബെനിഫിറ്റാണ്, എന്ത് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് ഉണ്ടായത്, ആ ലേണിംഗ് ഔട്ട്കമിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. സോ ലേണിംഗ് ഔട്ട്കം ഉപയോഗിച്ചുകൊണ്ട് ടീച്ചിങ് എഫിഷ്യൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ക്യാൻ ബി ജഡ്ജ്ഡ് ബൈ ദി ലേണിംഗ് ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ദി ലേണിംഗ് ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ് ക്യാൻ ബി അസസ്ഡ് ബൈ എ പ്രോസസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് അസസ്മെൻറ്റ്. യു ക്യാൻ സേ ഇവാലുവേഷൻ അല്ലെങ്കിൽ അസസ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ലേണിംഗ് ഔട്ട്കം മനസ്സിലാക്കുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ, one of the most powerful factors affecting teaching effectiveness is relating to the social system of the country, economic status of the society, prevailing political system, educational system. ഇതിലേതാണ് നമ്മളുടെ ടീച്ചിങ് എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ? ടീച്ചിങ് എഫക്റ്റീവ്നെസ് ആണ് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് വിത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം. അങ്ങനെ ഓപ്ഷൻ ഉള്ളപ്പോൾ വേറെ എന്തിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. എഡ്യൂക്കേഷണൽ സിസ്റ്റം ഏത് രീതിയിലാണ്, നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്, സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അനുസരിച്ചായിരിക്കും ഒരു കൺട്രിയുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി അല്ലെങ്കിൽ ടീച്ചിങ് ക്വാളിറ്റി നിലനിൽക്കുന്നത്. അടുത്ത ചോദ്യം, ടീച്ചിങ് ലിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ്. ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ടീച്ചിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ടീച്ചേഴ്സ് നോളജ് ഓഫ് ദി സബ്ജക്റ്റ്, teacher's socio-economic background, communication skill of the teacher, teacher's ability to please the students, teacher's personal contact with students, teacher's competence in managing and monitoring the classroom transactions.
സോ ഇതിൽ ഏതൊക്കെയാണ് റൈറ്റ്? ഏതൊക്കെയാണ് ടീച്ചിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നമുക്ക് പറയാവുന്നത്? നിങ്ങൾക്ക് ആൻസർ ഷെയർ ചെയ്യാം. ഓക്കെ, ടീച്ചിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നു. ടീച്ചേഴ്സ് നോളജ് ഓഫ് ദി സബ്ജക്റ്റ്. യെസ്, റൈറ്റ്. ടീച്ചർക്ക് എത്രമാത്രം നോളജ് ഉണ്ട്, സബ്ജക്റ്റിൽ എത്രമാത്രം നോളജ് ഉണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ടീച്ചർ ഏത് സൊസൈറ്റി, ഏതെങ്കിലും ഏത് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, ഏത് ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലാണ് വരുന്നത് എന്നുള്ളതൊന്നും ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, എബിലിറ്റി ടു കൺവേ ദി തിങ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ടീച്ചേഴ്സ് എബിലിറ്റി ടു പ്ലീസ്, സ്റ്റുഡൻസിനെ പ്ലീസ് ചെയ്യേണ്ട കാര്യം ടീച്ചർക്കില്ല, അവരെ മോട്ടിവേറ്റ് ചെയ്താൽ മതി. ടീച്ചേഴ്സ് പേഴ്സണൽ കോൺടാക്ട് വിത്ത് സ്റ്റുഡൻസ് ഈസ് ഓൾസോ നോട്ട് റെലവൻറ്റ്. ടീച്ചേഴ്സ് കോമ്പീറ്റൻസ് ഇൻ മാനേജിങ് ആൻഡ് മോണിറ്ററിങ് ദി ക്ലാസ് റൂം ട്രാൻസാക്ഷൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ 3 പോയിൻറ്റ്സാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നത്. എല്ലാം നമുക്ക് അതിനെ മാച്ച് ചെയ്ത് പറയാം, പക്ഷേ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 3 പോയിൻറ്റ് അത് നമ്മളുടെ ഓപ്ഷൻസിലുണ്ട്, ഡി ആണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ, പ്രതീക്ഷിക്കണം. ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലേണർ? ഒരു ലേണറുടെ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയാവുന്നത് എന്താണിത്? പവർ ഓഫ് സെൻസറി പെർസെപ്ഷൻ, തിങ്കിങ് എബിലിറ്റി, പവർ ഓഫ് സിന്തറ്റിക് ഇമോഷൻ, എബിലിറ്റി ടു റിലേറ്റ് വൺസെൽഫ് വിത്ത് അതേഴ്സ്. സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അയാൾക്ക് മറ്റു ആളുകളുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്ന കഴിവ്, അത് തന്നെയാണ്. സോ എബിലിറ്റി ടു റിലേറ്റ് വൺ സെൽഫ് വിത്ത് അതേഴ്സ്, ഒരാളെ മറ്റൊരാളുമായിട്ട് ഇയാളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു എംപതി എന്ന് പറയാം, മറ്റൊരാളെ പോലെ തന്നെയാണ്, എല്ലാവരും ഒരുപോലെയാണ് എന്ന് ചിന്തിക്കാനുള്ള കഴിവൊക്കെ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇസ് എ നോൺ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലേണർ? ലേണറുടെ നോൺ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. കോഗ്നിഷൻ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ബ്രെയിൻ, മെമ്മറി, ചിന്തിക്കുക. ഓക്കെ, റീകോളിംഗ്, പ്രോബ്ലം സോൾവിങ്, ഐഡൻറ്റിഫൈയിങ് ഇമ്പോർട്ടൻറ്റ് സെൻസറി ഇൻപുട്സ്, ബിലീവിങ് വാട്ട് ഈസ് ട്രൂ. ഇതിലേതാണ് കോഗ്നിഷൻ്റെ ഭാഗമല്ലാത്തത്? ഓക്കെ, ആൻസർ ഇസ് ഡി. കോഗ്നിഷൻ്റെ എന്ന് പറയുന്നത് ഒരു ബിലീവ് അല്ല, വാട്ട് യു ആർ അനലൈസിങ് അല്ലെങ്കിൽ വാട്ട് യു ആർ ഇവാലുവേറ്റിംഗ് ആൻഡ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് റിസൾട്ട്, അതാണ് കോഗ്നിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബേസിക് ബിലീഫ്, എൻ്റെ ബിലീഫ് ഇത് ശരിയാണ്, അങ്ങനെ എന്തിക്കുന്നത് ഒരിക്കലും കൊഗ്നിഷൻ്റെ ഭാഗമല്ല. കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയാണ്, അല്ലെങ്കിൽ നമ്മുടെ സെൻസറി ഇൻപുട്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. സോ ഫാക്ച്വൽ ഇൻഫർമേഷൻ റീകോൾ ചെയ്യുക, സെൻസറി ഇൻപുട്സ് ഉപയോഗിക്കുക, അത് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യുക, ഇതെല്ലാമാണ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്. മെമ്മറൈസിങ് അല്ലെങ്കിൽ ബിലീഫ് എന്ന് പറയുന്നത് ഒരു കോഗ്നിറ്റീവ് എബിലിറ്റി അല്ല. സോ റോങ് വൺ ഈസ് ബിലീഫ് in what is true. Then next topic is teaching methods. Before that, let's take a 5 minutes break. 5 minute ബ്രേക്കിന് ശേഷം നമ്മൾ ടീച്ചിങ് മെത്തേഡ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുന്നു. ഇനി ഡിസ്കസ് ചെയ്യുന്നത് ടീച്ചിങ് മെത്തേഡ്സ് ആണ്. ടീച്ചിങ് മെത്തേഡ്സ്. So teaching methods means the strategies to determine the approach a teacher takes. ടീച്ചർ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്, ഡിഫറെൻറ്റ് വേസ്, ഇതാണ് ടീച്ചിങ് മെത്തേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് ആർ യൂസ്ഡ് ബൈ ടീച്ചേഴ്സ് ടു ക്രിയേറ്റ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. ലേണിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അതാണ് ടീച്ചിങ് മെത്തേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീച്ചിങ് മെത്തേഡ്സ് ആർ സിമുലേഷൻ, ഗൈഡൻസ്, ഡയറക്ഷൻ ആൻഡ് എൻകറേജ്മെൻറ്റ് ഫോർ ലേണിംഗ്. ലേണിങ്ങിന് വേണ്ടിയുള്ള ഒരു ക്രിയേറ്റിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കൊടുക്കുന്ന രീതി, അല്ലെങ്കിൽ ഡയറക്റ്റീവ് മെക്കാനിസം, ദാറ്റ് വിൽ എൻകറേജ് ലേണിംഗ്. ഓക്കെ, ദെൻ ടീച്ചിങ് സ്ട്രാറ്റജീസിനെ നമുക്ക് ബേസിക്കലി 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, 5 ways. ക്ലിനിക്കൽ മെത്തേഡ് അവിടെ പറയുന്നുണ്ട്. എനിവേ 4 ബേസിക് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഒന്ന് ടീച്ചർ കൺട്രോൾഡ് ലേണിംഗ്. ടീച്ചർ കൺട്രോൾഡ് ലേണിംഗ് എന്ന് പറയുന്നത് മോണലോഗാണ്. ഓക്കെ, ഓട്ടോക്രാറ്റിക് ആണ്, കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ടീച്ചർ. ടീച്ചർ വിൽ ഡിസൈഡ് എവറിത്തിങ്. ദെൻ രണ്ടാമത്തെ രീതിയിലേക്ക് വരുമ്പോൾ ഇൻട്രാക്റ്റീവ് പ്രൊസീജിയർ ഓഫ് ടീച്ചിങ്. ദെൻ ഡെമോക്രാറ്റിക് ഡയലോഗ് ടീച്ചിങ്.
അങ്ങനെ പറയാം. ഇൻട്രാക്റ്റീവ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഡെമോക്രാറ്റിക് ആണ്, അതായത് 2-way കമ്മ്യൂണിക്കേഷൻ അവിടെ ഹാപ്പൻ ചെയ്യും. മൂന്നാമതായിട്ട് ലേണിംഗ് കൺട്രോൾഡ് ടീച്ചിങ്. ഇവിടെ സംഭവിക്കുന്നത് സെൽഫ് സ്റ്റഡി ആണ്. ഓർ യു ക്യാൻ സേ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ലേസി ഫെയർ ആണ്. ടീച്ചറും കാര്യങ്ങൾ മുന്നോട്ട് നടത്തുന്നില്ല. ലേണിംഗ് മൊത്തം സ്റ്റുഡൻറ് സെൻട്രിക് ആയിരിക്കും, സ്റ്റുഡൻറ് സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന രീതി. ദെൻ ഗ്രൂപ്പ് കൺട്രോൾഡ് ടീച്ചിങ് ആണെങ്കിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അവിടെ ഒരു ഗ്രൂപ്പിനകത്തോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, ആ ഡിസ്കഷൻ വഴി ലേണിംഗ് ഹാപ്പൻ ചെയ്യുന്നു. ഫസ്റ്റ്, ഇൻസ്ട്രക്ടർ ഓർ ടീച്ചർ സെൻറ്റേർഡ് ടീച്ചിങ്. ടീച്ചർ സെൻറ്റേർഡ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഹിയർ ദി ടീച്ചർ കാസ്റ്റ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ഇൻ റോൾ ഓഫ് ബീയിങ് എ മാസ്റ്റർ ഓഫ് ദി സബ്ജക്റ്റ്. ടീച്ചറാണ് അതിനകത്തെ ബേസിക് തിങ്. ടീച്ചറിലൂടെ കാര്യങ്ങളെല്ലാം കൺവേ ചെയ്യുന്നു. ചെറിയ പ്രൈമറി എഡ്യൂക്കേഷനൊക്കെ ആണെങ്കിൽ അവിടെ ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ് ആയിരിക്കും. ദി ടീച്ചർ ഈസ് ലുക്ക്ഡ് അപ്പോൺ ബൈ ദി ലേണേഴ്സ് ആസ് ആൻ എക്സ്പെർട്ട് ഓർ ആൻ അതോറിറ്റി. Learners, on the other hand, are presumed to be passive and copious recipients of knowledge from the teacher. ടീച്ചർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് അതോറിറ്റി ടീച്ചറിനകത്താണ്. ടീച്ചർ ഈസ് ആൻ എക്സ്പെർട്ട് എന്നുള്ള രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. വേറെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് സ്റ്റുഡൻസ് ഒരു പാസീവ് ലേണറാണ്. കേൾക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ഒരു കോപ്പി ചെയ്തെടുക്കുക എന്നുള്ളതാണ് ടീച്ചറുടെ സ്റ്റുഡൻസിൻ്റെ ബേസിക് എയിമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. Then examples of such methods are expository or lecture methods. Lecture method is an example which require little or no involvement of learners in the teaching process. It is also for the lack of involvement of learners in what they are taught. Such methods are called closed-ended. Closed-ended method എന്നും പറയും, ബിക്കോസ് സ്റ്റുഡൻസിനെ ഇവിടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല. ടീച്ചർ മൊത്തമായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു വൺ സൈഡ് അഫെയർ എന്നുള്ള രീതിയിൽ ലെക്ചറിങ് ആണ്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അവിടെ നിന്ന് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ലേണിംഗ് ആയിരിക്കും ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിനകത്ത് വരുന്നത്. രണ്ടാമതായിട്ട് സ്റ്റുഡൻറ് സെൻറ്റേർഡ് ഓർ ലേണർ സെൻറ്റേർഡ് മെത്തേഡ്സ് ആണ്. ലേണർ സെൻറ്റേർഡ് മെത്തേഡ്സ് ടീച്ചർ ഓർ ഇൻസ്ട്രക്ടർ ഈസ് ബോത്ത് എ ടീച്ചർ ആൻഡ് ലേണർ അറ്റ് ദി സെയിം ടൈം. ടീച്ചർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ലേണറുമായിരിക്കും. ഇൻ ദി വേർഡ്സ് ഓഫ് ലോറൻസ് ടെൻഹൗസ്, ദി ടീച്ചർ പ്ലേസ് എ ഡ്യുവൽ റോൾ ആസ് എ ലേണർ ആസ് വെൽ ആസ് so that the classroom tends rather than constrict his intellectual horizon. ആ ഒരു ഇൻ്റലക്ച്വൽ എബിലിറ്റീസിക്ക് പിന്നെ പുറത്തായിട്ട് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വരും. ഒരു 2-way അഫെയർ എന്നുള്ള രീതിയിൽ രണ്ടും കൂടി മാനേജ് ചെയ്യുന്ന രീതിയാണ് ലേണർ സെൻറ്റേർഡ് മെത്തേഡ്സിനകത്ത് വരുന്നത്. ബിക്കോസ് ടീച്ചർ ഓൾസോ ലേൺസ് ന്യൂ തിങ്സ് എവറി ഡേ which he or she didn't know the process of teaching. The teacher becomes a resource rather than an authority. Examples of learner-centered methods are discussion method, discovery or inquiry-based approach, and Hill's model. സോ ഈ മെത്തേഡ്സിലെല്ലാം, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു ഡിസ്കഷൻ മെത്തേഡ് ആണെങ്കിൽ സ്റ്റുഡൻസ് അവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ പുതിയ ഐഡിയാസ് ടീച്ചേഴ്സിനും കിട്ടും. സോ അത്തരത്തിൽ ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറുന്നു. ടീച്ചറുടെ ഭാഗത്തു നിന്നുള്ള നോളജ് ഷെയർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള നോളജ് ടീച്ചറിന് കിട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള അപ്രോച്ചാണ് ലേണർ സെൻറ്റേർഡ് മെത്തേഡിൽ വരുന്നത്. ദെൻ കണ്ടന്റ് ഫോക്കസ്ഡ് മെത്തേഡ്സ്. In this category of methods, both the teacher and the learner have to fit into the content that is taught. പഠിപ്പിക്കുന്ന കണ്ടന്റിനകത്ത് രണ്ട് പാർട്ടീസും ഒരുമിച്ച് ഫിറ്റ് ചെയ്യണം. അതായത് ജനറലി ദിസ് മീൻസ് ദി ഇൻഫർമേഷൻ ആൻഡ് സ്കിൽസ് ടു ബി ടോട്ട് ആർ റിഗാർഡഡ് ആസ് സാക്രോസാറ്റ് ഇൻ വെരി നേച്ചർ. ആ ഇൻഫർമേഷൻ എന്താണോ അത് അങ്ങനെ തന്നെ പഠിക്കുക. കണ്ടന്റ് എന്താണോ ആ കണ്ടന്റാണ് ഇമ്പോർട്ടൻറ്റ്. ആ കണ്ടന്റ് രണ്ട് പാർട്ടീസിൻ്റെ ഭാഗത്തു നിന്നും 100% കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് കണ്ടന്റ് ഫോക്കസ്ഡ് മോഡലിനകത്ത് വരുന്നത്. ലോട്ട് ഓഫ് എംഫസൈസ് ഇസ് ലെയ്ഡ് ഓൺ ദി ക്ലാരിറ്റി ആൻഡ് കെയർഫുൾ അനാലിസിസ് ഓഫ് കണ്ടന്റ്. ബോത്ത് ദി ടീച്ചർ ആൻഡ് ദി ലേണർ cannot alter or become critical of anything to do with the content. An example for this method subordinates the interest of teacher and learners in the context is programmed learning method. അതായത് ഇവിടെ എന്താണോ പഠിപ്പിക്കേണ്ടത്, there is a systematic syllabus. അതിന് പുറത്തേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ രണ്ട് പാർട്ടീസിനും ഇല്ല. സോ ദിസ് എ പ്രോഗ്രാംഡ് മെത്തേഡ്. എന്താണോ അവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇൻറ്റയർ തിങ് ഈസ് പ്ലാൻഡ്. ഒന്നും അഡീഷണൽ ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നായാലും ടീച്ചറുടെ ഭാഗത്തു നിന്നായാലും കോൺട്രിബ്യൂഷൻ ആ ഒരു ഏരിയയിൽ മാത്രം ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു കണ്ടന്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ മെത്തേഡിനെയാണ് കണ്ടന്റ് ഫോക്കസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് മെത്തേഡ് ഈസ് ഇൻറ്ററാക്റ്റീവ് പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡ്.
ഇൻട്രാക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെമോക്രാറ്റിക് മെത്തേഡാണ്, സ്റ്റുഡൻസിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ദിസ് ഫോർത്ത് കാറ്റഗറി ബോറോസ് എ ബിറ്റ് ഫ്രം 3 other methods without necessarily laying emphasis unduly on either the learner, content or teacher. ലേണറിനും കണ്ടന്റിനും ടീച്ചറിനും 3 പേർക്കും സിഗ്നിഫിക്കൻസ് കൊടുക്കുന്ന രീതിയിലാണ് ഈ മെത്തേഡ് പറയുന്നത്. These methods are driven by the situational analysis of what is the most appropriate thing for us to learn or do now given the situation of learners and the teacher. So ടീച്ചറിനും സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. സോ വാട്ട് എവർ ഈസ് ഗിവൺ ആ ഒരു സിലബസിൻ്റെ പെർവ്യൂവിൽ നിന്നുകൊണ്ട്, കണ്ടൻറ്റിൻ്റെ പെർവ്യൂവിൽ നിന്നുകൊണ്ടായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതാണ് ഇൻട്രാക്റ്റീവ് ഓർ പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മുമ്പ് പറഞ്ഞ 3 മെത്തേഡിൻ്റെയും ഒരു സമ്മറി അല്ലെങ്കിൽ അതിനെല്ലാത്തിനും ഒരു സമ്മപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇൻറ്ററാക്റ്റീവ് പ്രൊസീജിയർ ഓഫ് ടീച്ചിങ്, ഡെമോക്രാറ്റിക് ഡയലോഗ് ടീച്ചിങ്ങിനെ പറ്റി കുറച്ചുകൂടി ഓരോ ടൈപ്പ് ഓഫ് ടീച്ചിങ് ഞാനിവിടെ വേറെ രീതിയിലാണ് ഇപ്പോൾ ക്ലാസിഫൈ ചെയ്ത് 4 പറഞ്ഞത്. ഇൻസ്ട്രക്ടർ സെൻറ്റേഡ്, ലേണർ സെൻറ്റേഡ് ആൻഡ് കണ്ടൻറ് സെൻറ്റേഡ്. ഇങ്ങനെ ആ ഒരു യൂസ് ഓഫ് എന്തിനെ സെൻറ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ള ബേസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. ഓക്കെ, ഇൻട്രാക്റ്റീവ് ഓർ പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡ്സ് എന്നുള്ള രീതിയിൽ. അത് കൂടാതെ നമ്മൾ ആദ്യം പറഞ്ഞ ക്ലാസിഫിക്കേഷനും കൂടി ഓർക്കുക. ടീച്ചർ കൺട്രോൾഡ് ടീച്ചിങ്, ഇൻട്രാക്റ്റീവ് പ്രൊസീജിയർ ഓഫ് ടീച്ചിങ്, then you can say learning controlled teaching and group controlled teaching. ഈ രീതിയിലും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ അതിലാണ് ഇൻട്രാക്റ്റീവ് പ്രൊസീജിയർ ഓഫ് ടീച്ചിങ് വന്നത്. അത് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡാണ്. 2 പാർട്ടീസും ഇൻവോൾവ് ചെയ്യുന്നു. 2 പാർട്ടീസിനും ഇൻവോൾവ് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് ആകാം, അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രാക്റ്റീവ് പ്രൊസീജിയർ ഉണ്ടാകാം. ദെൻ ദർ മേ ബി എ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഒരു ട്യൂട്ടോറിയൽ മെത്തേഡ് ആകാം, സെമിനാർ മെത്തേഡ് ആകാം, പാനൽ മെത്തേഡ്സ്, സിംപോസിയം ടൈപ്പ്. ഇതെല്ലാം ഇൻട്രാക്റ്റീവ് പ്രൊസീജിയറിന് എക്സാമ്പിളാണ്. ഓരോ ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ലേണർ കൺട്രോൾഡ് ടീച്ചിങ്ങിന് എക്സാമ്പിളാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ലേണർ കൺട്രോൾഡ് ആണ്, പ്രോഗ്രാമാണ് കൃത്യമായിട്ട്. ദെൻ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്, SDL എന്ന് പറയും. ലൈബ്രറി മെത്തേഡ്സ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, ലാബോറട്ടറി മെത്തേഡ്സ്, അസൈൻമെൻറ്റ്സ്. ഇതെല്ലാം ലേണിംഗ് കൺട്രോൾഡ് ലേണിംഗ് മെറ്റീരിയൽ കണ്ടൻറ്റ് കൺട്രോൾഡ് ലേണിംഗ് ടീച്ചിങ്ങിന് എക്സാമ്പിളാണ്. ദെൻ ഗ്രൂപ്പ് കൺട്രോൾഡ് ടീച്ചിങ് ആണെങ്കിൽ പ്രൊജക്റ്റ് മെത്തേഡ്സ്, റോൾ പ്ലേ, സിമുലേഷൻ, നരേഷൻ, ഫീൽഡ് ട്രിപ്പ്, കണ്ടക്ടിങ് എക്സ്പീരിയൻസ്, വർക്ക് സർവേ, ഫീൽഡ് വർക്ക്, ദെൻ സ്റ്റോറി ടെല്ലിംഗ്, വർക്ക്ഷോപ്പ്, ഫീൽഡ് ഒബ്സർവേഷൻ, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, മോഡൽ ബിൽഡിംഗ്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, ബസ് സെഷൻസ്. ഇതെല്ലാം ഗ്രൂപ്പ് കൺട്രോൾഡ് ടീച്ചിങ് മെത്തേഡ്സിന് എക്സാമ്പിളാണ്. ദെൻ ടീച്ചർ കൺട്രോൾഡ് ടീച്ചിങ് ആദ്യം പറഞ്ഞ മെത്തേഡാണ് ലെക്ചർ ഡെമോൺസ്ട്രേഷൻ, ടീം ടീച്ചിങ് മെത്തേഡ്, ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ്. സോ ഓരോന്നുമായിട്ട് ഓരോ ലെക്ചർ മെത്തേഡും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ. ഫസ്റ്റ് ഈസ് ലെക്ചർ. എന്താണ് ലെക്ചർ? ലെക്ചർ ഈസ് എ ടീച്ചിങ് പ്രൊസീജിയർ കൺസിസ്റ്റിംഗ് ഓഫ് ക്ലാരിഫിക്കേഷൻ ഓർ എക്സ്പ്ലനേഷൻ ഓഫ് ഫാക്ട്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് റിലേഷൻഷിപ്പ്. അതായത് എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ഫാക്റ്റുകൾ ഷെയർ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ്, അതെങ്ങനെ റിലേറ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊരു ലൈക്ക് എ റീഡിങ്. ഓക്കെ, ഒരു ഓറൽ പ്രസൻറ്റേഷനാണ്. ആ ഓറൽ പ്രസൻറ്റേഷൻ വഴി കണ്ടക്റ്റ് സ്റ്റുഡൻസിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിനെയാണ് ലെക്ചർ എന്ന് പറയുന്നത്. ഒരു ലെക്ചറിങ് ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ കടന്നു പോകും. ദാറ്റ് ഈസ് നോട്ട് റെലവൻറ്റ് ഫോർ അസ്. എനിവേ, അഡ്വാൻറ്റേജ് ഓഫ് ലെക്ചർ മെത്തേഡ്സ്. ഫാക്ച്വൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ദിസ് മെത്തേഡ് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്താണോ ഒരു ഫാക്റ്റ്, ആ ഫാക്റ്റ് ഷെയർ ചെയ്യുക. ദെൻ യൂസ്ഫുൾ ഫോർ ലാർജ് ഗ്യാതറിങ്, ഒരുപാട് പേരടങ്ങുന്ന ഒരു സദസ്സിൻ്റെ മുമ്പിൽ പോയി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ മെത്തേഡ് ഹെൽപ്ഫുൾ ആണ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇൻഡിവിജ്വലൈസ്ഡ് ട്യൂട്ടറിംഗ് ഒന്നും അല്ല, എല്ലാവർക്കും ഒരുമിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ്. ക്വിക്ക് ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് വേ, ഡയറക്റ്റ്ലിയാണ് കാര്യങ്ങൾ വരുന്നത്, പെട്ടെന്ന് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ യൂസ്ഫുൾ മെത്തേഡ് ഫോർ ഓഡിറ്ററി ലേണർ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണറിൽ പറഞ്ഞു, ഓഡിറ്ററി ലേണർക്ക് കേൾക്കുന്നത് വഴിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവരെ സംബന്ധിച്ച് ലെക്ചറിങ് ഇസ് എ ഗുഡ് മെത്തേഡ്. ദെൻ ഈസിയർ ടു ക്രിയേറ്റ് മെത്തേഡ്, ടീച്ചറെ സംബന്ധിച്ച് ഈ ഒരു ഫോർമേഷൻ വളരെ എളുപ്പമാണ്. കാര്യങ്ങൾ ഓരോന്നും ഇൻഡിവിജ്വലി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, ടോട്ടലി ഒരു ഗ്യാതറിങ്ങിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചാൽ മതി. ദെൻ ഫെമിലിയർ മെത്തേഡാണ്, ടൈം സേവിങ് മെത്തേഡാണ്. ഡിസഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ ഇതൊരു കണ്ടൻറ്റ് സെൻറ്റേഡ് മെത്തേഡാണ്. എന്താണോ പറയാനുള്ളത് ആ പറയുന്ന കണ്ടൻറ്റിൽ ഒതുങ്ങി നിൽക്കും ഡിസ്കഷൻ. അല്ലാതെ ഇവിടെ സ്റ്റുഡൻസിനെ പറ്റിയോ അല്ലെങ്കിൽ
ടീച്ചറുടെ ക്വാളിറ്റി ഒന്നും ചിന്തിക്കുന്നില്ല, ജസ്റ്റ് കണ്ടന്റ് സെൻറ്റേഡ് മെത്തേഡാണ് ഇവിടെ വരുന്നത്. ദെൻ വൺ സൈഡഡ് അഫെയർ, ഒരു റേഡിയോ പോലെ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ലെക്ചർ മെത്തേഡിൽ ഉള്ളൂ. നീഡ് പ്രൊഫിഷ്യൻ്റ് ഓറൽ സ്കിൽസ്, കൃത്യമായിട്ടുള്ള ഓറൽ എബിലിറ്റി ഉള്ള ഒരു ഇൻഡിവിജ്വലിൽ മാത്രമേ നല്ല ലെക്ചർ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കൂ. പാസീവ് ഓഡിയൻസ് ആയിരിക്കും നോർമലി. മിനിമൈസസ് ഫീഡ്ബാക്ക്, സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്ക് കുറവായിരിക്കും. സോ അതിനെപ്പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. ഒരു ഗുഡ് ലെക്ചർ ആണെങ്കിൽ മാനേജ് ലെക്ചർ ഇൻ ടൈം, കൃത്യമായിട്ട് ടൈം ബൗണ്ട് ആയിട്ടുള്ള ലെക്ചർ ആയിരിക്കും. അനോയിങ് മാനറിസംസ് ഒഴിവാക്കാൻ സാധിക്കും. ഒരു ടൈലർ മെയ്ഡ് സ്പീച്ചാണ്, കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊരു സ്പീച്ചായിരിക്കും നല്ല ലെക്ചർ. ദെൻ പ്രോപ്പർ യൂസ് ഓഫ് ബോഡി ലാംഗ്വേജ്, കൈനസ്റ്റിക്സും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കണം. ഗെസ്റ്റർ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കണം. ദെൻ ടോപ്പിക് ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ്, എന്താണോ ആവശ്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്താണോ, നീഡ് എന്താണോ അതനുസരിച്ചുള്ള ടോപ്പിക് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്ലാരിഫൈ കൺസെപ്റ്റ്സ് വിത്ത് എക്സാമ്പിൾസ് ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ഡെലിവറി. ലെക്ചർ വിത്ത് റെസ്പെക്റ്റിവിറ്റി ഓഫ് സ്റ്റുഡൻസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ലെക്ചറിങ് നല്ലൊരു ലെക്ചറായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് മെത്തേഡ് അതായിരുന്നു. സെക്കൻഡ് മെത്തേഡിലേക്ക് പോകുന്നു, ഡിസ്കഷൻ മെത്തേഡ്. എല്ലാ മെത്തേഡ്സും ഞാൻ ഇങ്ങനെ പറയുന്നത് ഈ ഓരോ മെത്തേഡും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എല്ലാ മെത്തേഡിനെ പറ്റി ക്വസ്റ്റ്യൻസ് കാണാം. ഓരോന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഓരോന്നെടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ഈസ് ഡിസ്കഷൻ. ഡിസ്കഷൻ ഇൻവോൾവ്സ് ടു വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പാർട്ടിസിപ്പൻസ്. രണ്ട് പാർട്ടീസും തമ്മിലുള്ള ടു വേ കമ്മ്യൂണിക്കേഷനാണ്. ഇൻ എ ക്ലാസ് റൂം സിറ്റുവേഷൻ ആൻഡ് ഇൻസ്ട്രക്ടർ ആൻഡ് ട്രെയിനീസ് ആർ ഓൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഡിസ്കഷൻ. ഡ്യൂറിങ് ഡിസ്കഷൻ ദി ഇൻസ്ട്രക്ടർ സ്പെൻഡ്സ് സം ടൈം ലിസണിങ് വൈൽ ട്രെയിനി സ്പെൻഡ് സം ടൈം ടോക്കിംഗ്. അതായത് ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനകത്ത് ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ ഏർപ്പെടുത്തുന്നു. സോ ദാറ്റ് എല്ലാ ഇൻഡിവിജ്വലും അവരവരുടെ ഐഡിയാസുമായിട്ട് മുന്നോട്ട് വരുന്നു. അതനുസരിച്ച് അവരതിനെപ്പറ്റി സംസാരിക്കും. അത് ഇൻസ്ട്രക്ടർ കേൾക്കുന്നു, ഇൻസ്ട്രക്ടർ അതിൻ്റെ ഒപ്പീനിയൻസ് പറയുന്നു, അദ്ദേഹത്തിൻ്റെ സജഷൻസ് പറയുന്നു. സോ ഇതൊരു ടു വേ കമ്മ്യൂണിക്കേഷനാണ്. രണ്ട് പാർട്ടീസും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് ലിസൺ ടു അതേഴ്സ് ഒപ്പീനിയൻ ആൻഡ് എക്സ്പ്രസ് ദെയർ ഒപ്പീനിയൻ ആസ് വെൽ. ഇതിന് അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഒപ്പം തന്നെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു വേ സ്റ്റുഡൻസിന് കിട്ടുവാണ്. അവർക്ക് അവരുടെ ഓൺ നോളജും മറ്റുള്ളവരുടെ നോളജ്, മറ്റു സ്റ്റുഡൻസിൻ്റെ നോളജ് വഴി മിങ്കിൾ ചെയ്തൊരു ബെറ്റർ ഐഡിയ ഡിറൈവ് ചെയ്യാൻ സാധിക്കും. അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു വേദിയായിട്ട് മാറും. സ്റ്റുഡൻസ് ക്യാൻ മേക്ക് ദെയർ ഓൺ നോട്ട്സ്. ഇതിൽ നിന്നും ഡിസ്കഷനെ ബേസ് ചെയ്തുകൊണ്ട് സെൽഫ് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഡിസ്കഷൻ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്നുകൂടി പറയുന്നു. എഫക്റ്റീവ് ലേണിങ്ങിന് ഹെൽപ്ഫുൾ ആയിരിക്കും, ബിക്കോസ് എല്ലാവരും അവരവരുടെ വ്യൂസ് പറയുന്നുണ്ട്. ദെൻ എംഫോസിസ് ഓൺ സ്റ്റുഡൻസ് എക്സ്പീരിയൻസ്, അവർക്ക് എന്താണോ മനസ്സിലായത്, അവരെന്തോ മനസ്സിലാക്കുന്നുണ്ടോ അതെല്ലാം ഷെയർ ചെയ്യാനുള്ളൊരു വേദിയായിട്ട് ഡിസ്കഷൻ മാറും. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിട്ടിക്കൽ ഇവാലുവേഷനും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. പാർട്ടിസിപ്പേഷൻ ബൈ എവരിബഡി, എല്ലാ ഇൻഡിവിജ്വലും അവരവരുടേതായ ഒരു ഒപ്പീനിയൻ, സജഷൻ പറയാനുള്ളൊരു വേദിയാണ് ഡിസ്കഷൻ. ദെൻ സെൽഫ് എക്സ്പ്രഷൻ ആണ്, വാട്ട് എവർ ദേ ഫീൽ, അവർക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു വേദി. ദെൻ പിയർ ലേണിംഗ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡയറക്റ്റ് ബെനിഫിറ്റ് റിസൾട്ടിങ് ഫ്രം ഡിസ്കഷൻ മെത്തേഡ്സ്. ഇവരുടെ ഒപ്പമുള്ള ആളുകളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇവരുടെ കൂട്ടുകാരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു വേദിയായിട്ട് ഡിസ്കഷൻ മാറും. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ മേ ഡോമിനേറ്റ് വിത്ത് പേഴ്സണൽ ഫീലിംഗ്. സോ ചില ഇൻഡിവിജ്വൽസിന് അവരുടെ പേഴ്സണൽ ഫീലിംഗ് എന്താണോ അതനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ആ ഫീലിംഗ് മറ്റുള്ളവരിലേക്ക് ഇൻജെക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ പേഴ്സണൽ ഫീലിംഗ് ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. ചാൻസസ് ഓഫ് ഡീവിയേഷൻ ഫ്രം ടോപ്പിക്, മെയിൻ ടോപ്പിക്കിൽ നിന്നും മാറി മറ്റു ടോപ്പിക്കിലേക്ക് മാറാനുള്ള ചാൻസസ് വളരെയധികമാണ്. ദെൻ ദർ മേ ബി ഡോമിനൻസ് ഓഫ് വൺ പേഴ്സൺ. ഒരു നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ഒരു ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായെന്നിരിക്കും. ഇത്രയുമാണ് ഡിസഡ്വാൻറ്റേജസ്. സോ അത് മറ്റു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് നോക്കണം. അഡ്വാൻറ്റേജസ് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇൻക്രീസസ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ്, increases students' acceptance, commitment, utilizes students' knowledge, results in more permanent learning. ഒരു ബെറ്റർ ലേണിങ്ങും ഹൈ ഡിഗ്രി ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷനും ഒക്കെ ഉണ്ടാകാൻ സാധിക്കുന്നു. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ നല്ലൊരു സ്കിൽഡ് ഇൻസ്ട്രക്ടർ ഇല്ലെങ്കിൽ ഇതൊരു ഫെയിലിയർ ആകും. ഇൻസ്ട്രക്ടറുടെ എബിലിറ്റി ഒരു മേജർ തിങ് ആണ്. ദെൻ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് പ്രിപ്പറേഷൻ ഉണ്ടാകണം. കണ്ടൻറ്റ് ഏരിയ ലിമിറ്റ് ചെയ്യാൻ സാധിക്കണം. ടൈം അനദർ ഫാക്ടർ. ദെൻ ഗ്രൂപ്പിൻ്റെ സൈസ്, ചെറിയ ഗ്രൂപ്പുകളിൽ മാത്രമേ ഇത് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കൂ. നെക്സ്റ്റ് ഈസ് സെമിനാർ.
Seminar is an instructional technique of higher learning which involves paper reading on a theme and followed by group discussion to clarify the complex aspects of theme. ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഒരു സ്റ്റുഡൻറ്റ് പ്രസൻറ്റേഷൻ കണ്ടിട്ട് ആൻഡ് ആ ഒരു പ്രസൻറ്റേഷനെ ബേസ് ചെയ്തുള്ള ഡിസ്കഷൻ, ഓക്കെ, ഗ്രൂപ്പ് ഡിസ്കഷനും കണ്ടക്ട് ചെയ്യുന്നു. ഇത് രണ്ടും ചേർന്നാണ് ഒരു സെമിനാർ പ്രസൻറ്റേഷൻ. സോ സെമിനാർസ് ആർ സിംപ്ലി എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കമ്മിങ് ടുഗദർ ഫോർ ഡിസ്കഷൻ ആൻഡ് ലേണിംഗ് ഓഫ് സ്പെസിഫിക് ടെക്നിക്സ് ഓഫ് ടോപ്പിക്കിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് മുന്നോട്ട് വരുന്ന വേ, അതാണ് സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെമിനാർസ്. മിനി സെമിനാർ എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് റൂം ലെവലിലുള്ള സെമിനാറാണ്. ദെൻ മെയിൻ സെമിനാർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലേക്ക് വരുമ്പോൾ അതൊരു മെയിൻ സെമിനാറാണ്. ദെൻ നാഷണൽ സെമിനാർ നാഷണൽ ലെവൽ, ഇൻ്റർനാഷണൽ സെമിനാർ ഇൻ്റർനാഷണൽ ലെവലിലുള്ള സെമിനാർ. ഓക്കെ, ഫീച്ചേഴ്സ്. സെമിനാറിലേക്ക് വരുമ്പോൾ ടീച്ചർ ഒരു ലീഡറുടെ റോള് പ്ലേ ചെയ്യും. ആൻഡ് നോർമലി 10 to 15 പാർട്ടിസിപ്പൻസ് ആണ് ഉണ്ടാകുക. ഒരു ടൈം കൺസ്യൂംഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 1 to 2 hours ഫോർ ഡിസ്കഷൻ. ഇതൊരു പ്രോപ്പർ സെമിനാറിൻ്റെ കാര്യമാണ്. നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ക്ലാസ് റൂം സെമിനാറല്ല. പ്രോപ്പർ സെമിനാറിൽ ഇത്തരത്തിലുള്ള വേ ആണ് ഫോളോ ചെയ്യാറ്. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ്. The topic is initially presented by the presenter followed by a group discussion. അതാണ് അതിൻ്റെ വേ. ഒരു ഇൻഡിവിജ്വൽ അതിൻ്റെ ടോപ്പിക് എന്താണോ അത് പ്രസൻറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അവിടെ ഓർഗനൈസ് ചെയ്യുന്നു. ദി ലീഡർ ഷുഡ് കീപ് ദി ഡിസ്കഷൻ വിത്തിൻ ലിമിറ്റ്സ്. So the focus of discussion cannot be deviated. So ലീഡർ എന്ന് പറയുന്നത് ഇവിടെ ടീച്ചറാണ്. ടീച്ചർ അവരുടെ ആ ഡിസ്കഷൻ ആ ഒരു കോർ ഏരിയയിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. അതിൻ്റെ ടൈം ബൗണ്ട് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കെയർ ഷുഡ് ബി ടേക്കൺ ടു അവോയ്ഡ് സ്റ്റീരിയോടൈപ്പ് ഫ്രെയിം ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള കെയർ ഉണ്ടാവണം. ദെൻ ഇൻ സ്റ്റുഡൻറ്റ് സെമിനാർസ്, സ്റ്റുഡൻസ് പ്രസൻറ്റ് their data in an informal way under the leadership of the teacher followed by a teacher monitored discussion. സോ നമ്മുടെ സാധാരണ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഈ രീതിയിലായിരിക്കും. ടീച്ചർ ഒരു സ്റ്റുഡൻറ്റ് അദ്ദേഹം കളക്ട് ചെയ്ത ഡേറ്റ പ്രസൻറ്റ് ചെയ്യുന്നു, അതിനുശേഷം ടീച്ചർ സെൻറ്റേഡായിട്ടുള്ള ഒരു ഡിസ്കഷൻ അതിനകത്ത് കണ്ടക്ട് ചെയ്യും. ഓൾ മെമ്പേഴ്സ് ടേക്ക് പാർട്ട് ഇൻ ഡിസ്കഷൻ ഇൻ ആൻ ഇൻഫോർമൽ ബട്ട് ഓർഡർലി മാനർ. അഡ്വാൻറ്റേജസ് ഓഫ് സെമിനാർ മെത്തേഡ്. സിമുലേഷൻ ഓഫ് തിങ്കിങ് സിമുലേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ടോളറൻസ് ഓഫ് അതർ വ്യൂസ് ഡെവലപ്പ്. മറ്റ് ഓപ്പോസിറ്റ് വ്യൂസ് ഉള്ളവരുടെ എന്താണ് അവർ പറയുന്നത് അത് കേൾക്കാനും അത് ടോളറേറ്റ് ചെയ്യാനുമുള്ളൊരു രീതി സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഡെവലപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. കോപ്പറേഷൻ വിത്ത് അതർ, മറ്റുള്ളവരോടൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള കോപ്പറേറ്റീവ് എബിലിറ്റീസ്. ദെൻ ഓപ്പൺനെസ് ടു ഐഡിയാസ്, പുതിയ ഐഡിയാസ് കേൾക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി വരും. റെപ്രസെൻറ്റ്സ് ദി നോംസ് ഓഫ് ബിഹേവിയറൽ നോംസ്, എന്താണ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് ഹാസ് ഗ്രേറ്റ് ഇൻസ്ട്രക്ഷണൽ വാല്യൂ. പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് ഇൻസ്ട്രക്ഷൻ എന്നെടുക്കുമ്പോൾ ഈ ഒരു സെമിനാർ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ലെവലാണ്. ബിക്കോസ് സ്റ്റുഡൻസ് അവരുടെ ഐഡിയാസ് കൊണ്ടുവരുന്നു, ആ ഐഡിയാസിനെ ബേസ് ചെയ്തൊരു ജനറൽ ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെ വെച്ച് ഗ്രേറ്റ് ഇൻസ്ട്രക്ഷണൽ വാല്യൂ ഈ ഒരു മെത്തേഡിനുണ്ട്. ദെൻ ഇറ്റ് ഈസ് എ നാച്ചുറൽ വേ ഓഫ് ലേണിംഗ്. നോർമലി അവർ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വഴിയാണിത്. ലിമിറ്റേഷൻ, സെമിനാർ കാനോട്ട് ബി ഓർഗനൈസ്ഡ് ഓൺ ഓൾ ദി കണ്ടൻറ്റ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. എല്ലാ ഏരിയയിലും സെമിനാർ ഓർഗനൈസ് ചെയ്യാൻ പോസിബിൾ അല്ല. ബിക്കോസ് സ്റ്റുഡൻസിനും കൂടി കണ്ടെത്താൻ സാധിക്കുന്ന ഏരിയാസിൽ മാത്രമേ നമുക്ക് സെമിനാർ ഓർഗനൈസ് ചെയ്യാൻ സാധിക്കൂ. ടെക്നിക് കാനോട്ട് ബി യൂസ്ഡ് ഇൻ ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ. എല്ലാ ലെവലിലും പോസിബിൾ അല്ല. ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ മാത്രമാണ് സെമിനാർ പോസിബിൾ ആകുന്നത്. സെമിനാർ ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. ഓരോ ഇൻഡിവിജ്വൽ മുന്നോട്ട് വന്ന് അവരുടെ ഐഡിയാസ് പറയണം, അതിനുശേഷം ദർ മസ്റ്റ് ബി എ ഡിസ്കഷൻ. ദാറ്റ്സ് വൈ ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഇറ്റ് കാനോട്ട് ബി അപ്ലൈഡ് ടു ന്യൂ സ്റ്റുഡൻസ്. പുതിയ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ പുതിയ എൻറ്റയർലി ന്യൂ ആയിട്ട് എക്സ്പീരിയൻസ് അല്ലാത്ത ആളുകളിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ടീംമേറ്റ് സ്റ്റുഡൻസ് മേ ഇനീഷ്യലി ഫീൽ നെർവസ് ഒരു പ്രശ്നമാണ്. സ്ട്രെസ്ഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഇഫ് ദി സബ്ജക്റ്റ് നോളജ് ഇസ് പുവർ, unnecessary discussions arise. The approach to problem solving extends to students' professional and personal activities. ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും പ്രൊഫഷണൽ അപ്രോച്ചും അതേപോലെ പേഴ്സണൽ ആക്ടിവിറ്റീസിനും ഈ ഒരു പ്രോബ്ലം സോൾവിങ്ങിനകത്തൊരു മേജർ റോൾ പ്ലേ ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്രയുമാണ് അതിൻ്റെ ലിമിറ്റേഷൻ പറഞ്ഞത്. ദെൻ പാനൽ ഡിസ്കഷൻ, അടുത്ത മെത്തേഡ്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു എ ഗ്രൂപ്പ് ടു ഹിയർ സെവറൽ people knowledgeable about a specific issue or topic.
പല ആളുകളും ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു പാനലിനെ കൊണ്ടു നിർത്തിയിട്ട് ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുക. ഇതാണ് പാനൽ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് കൂടുതൽ അറിയാവുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു പാനൽ ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ പുറത്ത് നിൽക്കുന്ന എല്ലാ ഇൻഡിവിജ്വലും അതുവഴി ബെനിഫിറ്റ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ ആൻഡ് ന്യൂ ഫാക്ട്സ്. പുതിയ ഐഡിയാസും പുതിയ ഇൻഫർമേഷനും കളക്ട് ചെയ്യാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. ടു അനലൈസ് ദി കറൻറ്റ് പ്രോബ്ലം ഫ്രം ഡിഫറെൻ്റ് ആംഗിൾ. ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾ പല ഇൻഡിവിജ്വൽസിൻ്റെ ഒപ്പീനിയൻ വഴി അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ടു ഐഡൻറ്റിഫൈ ദി വാല്യൂസ്, എന്തൊക്കെ ഏരിയയിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കാൻ സഹായിക്കും. ടു ഓർഗനൈസ് മെൻ്റൽ റിയാക്ഷൻ, ഇതൊക്കെ വഴി ഒരു ബെറ്റർ റിയാക്ഷൻ, മെൻ്റൽ ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. There are two types of panel discussion. One, public panel discussion and educational panel discussion. പബ്ലിക് പാനൽ ഡിസ്കഷൻ ആണെങ്കിൽ ജനറൽ പീപ്പിളിനായിരിക്കും, അവർക്ക് കേൾക്കാൻ വേണ്ടി ഓർഗനൈസ് ചെയ്യുന്നതാണ് പബ്ലിക്, ജനറൽ പീപ്പിളിന് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ. ദെൻ എഡ്യൂക്കേഷണൽ പാനൽ ഡിസ്കഷൻ ആണെങ്കിൽ ഫോർ സ്റ്റുഡൻസ്, ബേസിക്കലി ഫോർ സ്റ്റുഡൻസിന് ഡിസ്കഷനിൽ പങ്കെടുക്കാം. അവരുടെ പറയുന്നതൊക്കെ കേട്ട് അതിനനുസരിച്ച് നോളജ് ബിൽഡിങ് ഇവിടെ ഉണ്ടാവും. Next type is workshop. Next method is workshop. A workshop is simpler. A workshop is similar to seminar, but with a greater degree of attendance, participation, interaction, and hand-on experience. It is usually a full day where participants learn and practice the knowledge and skills that is the വർക്ക്ഷോപ്പ് ഫോക്കസ്. അതായത് ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഏരിയ, ആ ഏരിയയിലുള്ള നോളജ് അല്ലെങ്കിൽ ഒരു ഏരിയയിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി. ഒരു ഫുൾ ഡേ ആയിരിക്കും നോർമലി പ്രൊവൈഡ് ചെയ്യുക. ആ ഫുൾ ഡേയിൽ അവർ ആ ഒരു സ്കില്ല് ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കാനുള്ള എബിലിറ്റി. ഒരു കുക്കിംഗ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു കുക്ക് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ആ ഒരു ദിവസം മൊത്തം ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ഒരു ഇൻസ്ട്രക്ടർ അതിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു, കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി പഠിക്കാനുള്ളൊരു ഓപ്ഷനാണ് വർക്ക്ഷോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻ എഡ്യൂക്കേഷണൽ സെമിനാർ ഓർ സീരീസ് ഓഫ് മീറ്റിംഗ് എംഫസൈസിങ് ഇൻട്രാക്ഷൻ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ എമംഗ് എ യൂഷ്വലി സ്മോൾ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. ഈ വർക്ക്ഷോപ്പിനെ അങ്ങനെ നമുക്ക് പറയാം, ഒരു എഡ്യൂക്കേഷണൽ സെമിനാറാണ് അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് മീറ്റിംഗ് ആണ്. ഇവിടെ കുറച്ച് പാർട്ടിസിപ്പൻസ് ഉണ്ടാവുള്ളൂ, അവരിൽ നിന്നും ഇൻഫർമേഷൻ പാസ് ചെയ്യുക, കൂടുതൽ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നടത്തുന്ന ഡിസ്കഷൻ വർക്ക്ഷോപ്പിൻ്റെ ഭാഗമാണ്. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തായിരിക്കും പഠിക്കുന്നത്, അതാണ് ആക്ടിവിറ്റി ബേസ്ഡ് എന്ന് പറയാനുള്ള കാര്യം. ദെൻ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ഇവൻ്റ് ആയിരിക്കും വർക്ക്ഷോപ്പ്. ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് ഓഫ് ഓൾ പാർട്ടിസിപ്പൻസ് എഷ്യൂർ ചെയ്യണം. എല്ലാ പാർട്ടിസിപ്പൻസും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ബിക്കോസ് കുക്കിംഗ് വർക്ക്ഷോപ്പ് ആണെങ്കിൽ എല്ലാവരും കുക്ക് ചെയ്യാൻ തയ്യാറാവണം. ഇനി മാനേജ്മെൻറ്റ് വർക്ക്ഷോപ്പ് ആണെങ്കിൽ അത് ആ ഒരു ഏരിയയിൽ അവർ വർക്ക് ചെയ്ത് നോക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കാൻ തയ്യാറാവണം. ഇതൊക്കെയാണ് വർക്ക്ഷോപ്പിൻ്റെ ഫീച്ചേഴ്സ്. ദെൻ ഹൈ പ്രൊഡക്ഷൻ വാല്യൂസ്, ഇൻഫർമേഷൻ ഷെയറിങ് മീറ്റിംഗ്, എല്ലാവരും പരസ്പരം അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാൻ തയ്യാറാവണം. ലിമിറ്റഡ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് വിൽ ബി ദെയർ. നോർമൽ പാർട്ടിസിപ്പേഷൻ 25 to 50 അതുവരെ മാത്രമേ ആവുള്ളൂ. ലെസ് ഫോർമൽ ഇൻക്ലൂഡ് മോർ ഡിസ്കഷൻ, കൂടുതൽ ഡിസ്കഷനിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. എംഫസൈസിങ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, എങ്ങനെ ഇത് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് മേജർ തിങ്. റിക്വയറിങ് മോർ പ്രിപ്പറേഷൻ ഇൻ അഡ്വാൻസ് ഓഫ് ദി വർക്ക്ഷോപ്പ്. കൂടുതൽ ഒരു സെമിനാർ പോലെയല്ല, വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുമ്പോൾ എങ്ങനെ ഓരോ കാര്യങ്ങളും കൺവേ ചെയ്യണം, എവിടെ ഏത് ടൈമിൽ എന്ത് ഡിസ്കഷനാണ് നടത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ കരുതലെടുത്തേ പറ്റും. തറോ മിനിറ്റ് ബൈ മിനിറ്റ് പ്ലാനിങ് ഈസ് റിക്വയർഡ് ഫോർ വർക്ക്ഷോപ്പ് സെഷൻസ്. നെക്സ്റ്റ് ഈസ് സിംപോസിയം. ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി ടെക്നിക്സ് ഓഫ് ഹയർ ലേണിംഗ്. നേരത്തെ പറഞ്ഞതുപോലെ വർക്ക്ഷോപ്പ് പോലെ ഒരു ഹയർ ലേണിംഗ് ടെക്നിക്കാണ് സിംപോസിയം. സിംപോസിയം കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം ഓഫ് പ്രിപ്പയർഡ് സ്പീച്ചസ് ഫോളോഡ് ബൈ ഓഡിയൻസ് ഡിസ്കഷൻ. മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത സ്പീച്ചസ് കണ്ടക്ട് ചെയ്യുന്നു, അതിനകത്ത് ആളുകൾ അവരവരുടെ സ്പീച്ചസ് വന്ന് സംസാരിക്കുന്നു. അതിനുശേഷം ദെർ വിൽ ബി എ ഡിസ്കഷൻ, ഓഡിയൻസ് പങ്കെടുക്കുന്ന ഒരു ഡിസ്കഷൻ അതിനുശേഷം ഓർഗനൈസ് ചെയ്യും. ഇതാണ് സിംപോസിയം. Symposium is a technique in which two or more person under the direction of chairman present several speeches which gives several perspective of one question.
ഇവരെല്ലാവരും ഒരു ഏരിയ എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പാനൽ ഡിസ്കഷൻ പോലെ തന്നെ ഒരു ഏരിയയിൽ ഇവർ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ആ ചർച്ച ചെയ്തതിന് ശേഷം അവർ സംസാരിച്ചതിന് ശേഷം ദർ വിൽ ബി എ ഡിസ്കഷൻ, പാനൽ നമ്മൾ പറഞ്ഞെന്തായിരുന്നു പാനൽ ഡിസ്കഷന് ശേഷം ഒരു ഓഡിയൻസ് ഡിസ്കഷന് കൂടി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സിംപോസിയം പോലെയാവും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് സിംപോസിയം. ഒരു ഏരിയ അവർക്ക് കൊടുക്കുന്നു, ആ ഏരിയയിൽ ഡിഫറെൻറ്റ് വ്യൂവിലുള്ള ആൾക്കാർ വന്ന് അവരുടെ ഒപ്പീനിയൻസും സജഷൻസും ഒക്കെ പറയുന്നു. ഇതിനുശേഷം ദർ വിൽ ബി എ ഡിസ്കഷൻ ഓൺ ദി സെയിം. അതാണ് സിംപോസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംപോസിയം ഈസ് എ ടെക്നിക് ഇൻ വിച്ച് 2 or more persons under the direction of a chairman present several speeches which give several aspects of one question. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് പല രീതിയിൽ വീണ്ടും സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി സിംപോസിയത്തിൽ കിട്ടും. ഒന്നിൽ കൂടുതൽ തവണ അവരവരുടെ വ്യൂസ് അവതരിപ്പിക്കുന്നു, പല രീതിയിൽ സംസാരിക്കുന്നു. അറ്റ് ലാസ്റ്റ് ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷനോട് കൂടി സിംപോസിയം അവസാനിപ്പിക്കാം. ദി വേർഡ് സിംപോസിയം is also has several dictionary meaning. First, Plato has used the term for good dialogue. അതായത് സിംപോസിയം എന്ന് പറയുന്ന കൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ആണ്. ആ ഗ്രൂപ്പിനകത്തു നിന്നും ഓരോ ഇൻഡിവിജ്വലിനും അവരുടെ വ്യൂസ് അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും കേൾക്കുന്നു. അതിനുശേഷം വീണ്ടും അവർക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നു. ദർ മേ ബി ഓപ്പോസിറ്റ് ആംഗിൾസ്, റൈറ്റ്? ഒരാൾ പറയുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മറ്റൊരാൾ സംസാരിച്ചിരിക്കും, അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി വീണ്ടും മറ്റേയാൾക്ക് സംസാരിക്കാം. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നടക്കുന്നു. ഡീറ്റെയിൽഡ് ഡിസ്കഷൻ്റെ അവസാനം ദർ വിൽ ബി ആൻ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ സെക്ഷൻ ആസ് വെൽ. ഇതെല്ലാം ചേർന്നതാണ് സിംപോസിയം. ദി മെയിൻ പർപ്പസ് ഓഫ് സിംപോസിയം ഈസ് ടു പ്രൊവൈഡ് അണ്ടർസ്റ്റാൻഡിംഗ് ടു ദി സ്റ്റുഡൻസ് ആൻഡ് ലിസണേഴ്സ് ഓൺ ദം ഓർ പ്രോബ്ലം സ്പെസിഫിക്കേഷൻ ടു ഡെവലപ്പ് സർട്ടൻ വാല്യൂസ് ആൻഡ് ഫീലിങ്സ്. ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുക, പുതിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുക, ഇതുവഴി പുതിയ നോളജ് ബിൽഡ് ചെയ്യുക. സിംപോസിയത്തിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ സിംപോസിയം കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് പ്രോഗ്രാം ഓർ പ്രിപ്പയർഡ് സ്പീച്ചസ് ഫോളോഡ് ബൈ ഓഡിയൻസ് ഡിസ്കഷൻ. ഇതാണ് ബേസിക് ഡെഫിനിഷൻ. സിംപോസിയം ഇസ് എ ടെക്നിക് ഇൻ വിച്ച് 2 or more പേഴ്സൺ അണ്ടർ ദി ഡയറക്ഷൻ ഓഫ് എ ചെയർമാൻ പ്രസൻറ്റ് സെവറൽ സ്പീച്ചസ്. ഓരോരുത്തർക്കും വീണ്ടും പല സ്പീച്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ സെവറൽ സ്പീച്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു വിച്ച് ഗീവ് സെവറൽ ആസ്പെക്ട്സ് ഓഫ് വൺ ക്വസ്റ്റ്യൻ. ഒരു ഏരിയ എന്നൊക്കെ എടുക്കുന്നു, ആ ഏരിയയെ പറ്റി പല രീതിയിലുള്ള ചർച്ചകൾ കണ്ടക്ട് ചെയ്തിട്ട് ഫൈനലി വൈൻഡപ്പ് ചെയ്യുന്നു. അതാണ് സിംപോസിയം. നെക്സ്റ്റ് മെത്തേഡ് ഈസ് സ്റ്റഡി അസൈൻമെൻറ്റ് മെത്തേഡ്. എ മെത്തേഡ് ഇൻ വിച്ച് ഇൻസ്ട്രക്ടർ അസൈൻസ് റീഡിംഗ് ടു ബുക്സ്, പീരിയോഡിക്കൽ, പ്രോജക്റ്റ് ഓർ റിസർച്ച് പേപ്പർ ഓർ എക്സസൈസ് ഓഫ് ദി പ്രാക്ടീസ്. അതായത് ഇൻസ്ട്രക്ടർ അവരോട് പറയുകയാണ് ബുക്സ് വായിക്കാൻ, ഏതെങ്കിലും ബുക്സ് വായിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പീരിയോഡിക്കൽസ് വായിക്കുക, അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട്സ് വായിക്കുക, ഏതെങ്കിലും പ്രാക്ടിക്കൽ പേപ്പേഴ്സ് വായിക്കുക. അതൊക്കെ വായിച്ചൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നു. ഇതാണ് പ്രധാനമായിട്ടും അസൈൻമെൻറ്റ് മെത്തേഡിൽ വരുന്നത്. ടു ഓറിയൻറ്റ് സ്റ്റുഡൻസ് ടു എ ടോപ്പിക് പ്രയർ ടു ക്ലാസ് റൂം ഓർ ലാബോറട്ടറി വർക്ക്. സോ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടി പ്രീവിയസ് സ്റ്റഡീസിൽ സെർച്ച് ചെയ്യാൻ പറയുന്നു. ഓക്കെ, നമ്മൾ റിസർച്ച് ഒക്കെ കൊടുക്കാറില്ല, റിസർച്ച് പേപ്പേഴ്സൊക്കെ ചെയ്യുന്നത് പോലെ. It enhances the ability of research on any topic as the student search topic from different books, websites, etc. Active learning facilitating is helpful. Then to set the stage for a lecture demonstration or discussion, or lecture discussion വേണ്ടിയുള്ള ഒരു വേദി ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. To provide for capitalize or individual differences, ability, background. അതായത് സിംപിളി പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ കൂടുതൽ ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യാൻ വേണ്ടി ആ ടോപ്പിക് അസൈൻ ചെയ്ത് കൊടുക്കാം ടീച്ചർക്ക്. സോ ആ ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു ബുക്ക് അവർ വായിച്ചതിന് ശേഷം അതിനെ ബേസ് ചെയ്തുള്ള പ്രസൻറ്റേഷൻ അവർ ക്ലാസ്സിലെടുക്കാം, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുള്ള ഒരു റൈറ്റപ്പ് അവർക്ക് സബ്മിറ്റ് ചെയ്യാം. ഇതെല്ലാം അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരും. ഇതിന് അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇറ്റ് ഇൻക്രീസ് കവറേജ് ഓഫ് മെറ്റീരിയൽ, കൂടുതൽ മെറ്റീരിയൽ അവർക്ക് വായിക്കാൻ സാധിക്കുന്നു. റെഡ്യൂസ് ക്ലാസ് റൂം ടൈം കുറയ്ക്കാം. പെർമിറ്റ്സ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഓരോ ഇൻഡിവിജ്വലിനും നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. ഡിസഡ്വാൻറ്റേജസ് ആണെങ്കിൽ റിക്വയർസ് കെയർഫുൾ പ്ലാനിങ്. ഈ പറയുന്ന ആക്ടിവിറ്റീസ് കൊടുത്താൽ മാത്രം പോരാ, കൊടുക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് ടീച്ചർക്ക് അറിയാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഫോളോ അപ്പും ടീച്ചർ കണ്ടക്ട് ചെയ്യണം. പ്രോസസ് ആൻഡ് ഇവാലുവേഷൻ പ്രോബ്ലം, ഇതെങ്ങനെ വാല്യൂ ചെയ്യും എന്നുള്ളൊരു പ്രോബ്ലമുണ്ട്. ആൻഡ് ഫൈനലി പ്രൊഡ്യൂസേഴ്സ് നോൺ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലുള്ള ഹൈ ലെവൽ റിസൾട്ട്സ് ആയിരിക്കില്ല, ലോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാമാണ്
അസൈൻമെൻറ്റ് മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ട്യൂട്ടോറിയൽ മെത്തേഡാണ്. എ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ വിത്ത് ഇൻസ്ട്രക്ടർ വർക്ക് ഡയറക്ട്ലി വിത്ത് ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ്. ഓരോ ഇൻഡിവിജ്വലിനെയും എടുത്ത് ഓരോ ഇൻഡിവിജ്വലും അടുത്തിരുത്തി ട്യൂട്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ട്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം, അത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ട്യൂട്ടോറിയൽ മെത്തേഡ്. ടു റീച്ച് highly complicated skills operations or operations involving danger or expensive equipments. ഓരോന്നും കൃത്യമായിട്ട് ഓരോ സ്റ്റുഡൻസും ചെയ്യുമ്പോൾ റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. ചില ലാബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ട് വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ട്യൂട്ടോറിയൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ടു പ്രൊവൈഡ് ഇൻഡിവിജ്വലൈസ്ഡ് റെമഡിയൽ അസിസ്റ്റൻസ്, ഓരോരുത്തർക്കും വേണ്ട അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ മെത്തേഡിൻ്റെ ഉദ്ദേശം. സോ 1-to-1 ഇൻറ്ററാക്ഷൻ ആയിരിക്കും ട്യൂട്ടോറിയൽ മെത്തേഡിൽ സംഭവിക്കുന്നത്. ഒരു കുട്ടിക്ക് ട്യൂഷൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് പോലെ തന്നെ അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. സോ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ പെർമിറ്റ്സ് അഡാപ്റ്റീവ് ഇൻസ്ട്രക്ഷൻ, ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ടിയുള്ള രീതിയിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. രണ്ടാമതായിട്ട് സ്റ്റിമുലേറ്റ്സ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ദെൻ പ്രൊമോട്ട്സ് സേഫ്റ്റി. ഇതെല്ലാമാണ് അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈലി കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടർ വേണം, എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കണം, എന്നാൽ മാത്രമേ ഇതിന് അത് കൺവേ ചെയ്യാൻ സാധിക്കും. ദെൻ ഡിമാൻഡ്സ് ടൈം ആൻഡ് മണി. ഓരോരുത്തർക്കും വേണ്ടി സെപ്പറേറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈമും വേണ്ടി വരും, അതനുസരിച്ച് മണിയും വേണ്ടി വരും. നെക്സ്റ്റ് ഈസ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. എ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ where the instructor is actually performing an operation or doing a job, shows the students what to do, how to do it, then and through explanations brings out why, where and when it is done. അതായത് ഡെമോൺസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യേണ്ടത്, എവിടെയാണ് ഇത് പെർഫോം ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പെർഫോം ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റുഡൻസിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നു, കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ, അതനുസരിച്ച് അവർക്കത് അവരുടെ വേയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും, ഉപയോഗിക്കാൻ സാധിക്കും. ടു ടീച്ച് മാനിപ്പുലേറ്റീവ് ഓപ്പറേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, കുറേ ഓരോ ഇൻഡിവിജ്വലും ചെയ്യേണ്ട ഓരോ ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്ത് തീർക്കണം അതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് ഡെമോൺസ്ട്രേഷൻ യൂസ് ചെയ്യാം. ടീച്ച് ട്രബിൾ ഷൂട്ടിംഗ്, പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എങ്ങനെയാണ്. ഇല്ലുസ്ട്രേറ്റ് പ്രിൻസിപ്പിൾസ്, നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ടു ടീച്ച് ഓപ്പറേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് എക്യുപ്മെൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നിങ്ങളത് ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കണം, എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്താൽ മാത്രമേ സാധിക്കൂ. ടീം വർക്ക് എന്താണെന്ന് പഠിപ്പിക്കാൻ. ടു സെറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വർക്ക്മാൻഷിപ്പ്, ഓരോ ഇൻഡിവിജ്വലും ഒരു വർക്കറായിട്ട് എങ്ങനെ ആയിരിക്കണം ആക്ട് ചെയ്യേണ്ടത് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയും ഡെമോൺസ്ട്രേഷൻ ഉപയോഗിക്കാം. ടു ടീച്ച് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ. അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ മിനിമൈസസ് ഡാമേജ് ആൻഡ് വേസ്റ്റേജ്, സേവ്സ് ടൈം, ക്യാൻ ബി പ്രസൻറ്റഡ് ടു ലാർജ് ഗ്രൂപ്പ്സ്, വലിയ ഗ്രൂപ്പ്സ് ആയാലും നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം, ബിക്കോസ് അവരെ നിർത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നതാണ്. ദെൻ എനേബിൾ ലേണിംഗ് ഇവാലുവേഷൻ, എത്രമാത്രം പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള അസസ്മെൻറ്റും പോസിബിളാണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ റിക്വയർസ് കെയർഫുൾ പ്രിപ്പറേഷൻ, റിഹേഴ്സൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതർവൈസ് ഒരു കംപ്ലീറ്റ് ഫെയിലിയർ ആയിട്ട് ചിലപ്പോൾ ആ പ്രസൻറ്റേഷൻ മാറിയിരിക്കും. ദെൻ റിക്വയർസ് സ്പെഷ്യൽ ക്ലാസ് റൂം അറേഞ്ച്മെൻറ്റ്, ഡെമോൺസ്ട്രേഷൻ എല്ലാവർക്കും കാണാവുന്ന രീതിയിലുള്ള ക്ലാസ് റൂം അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്യേണ്ടി വരും. ദെൻ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആവശ്യമായിട്ട് വരാം. ദെൻ റിക്വയർസ് മോർ ഇൻസ്ട്രക്ടേഴ്സ്, ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ടേഴ്സ് ചിലപ്പോൾ വേണ്ടി വരാം. വലിയ ക്ലാസ് റൂം ആണെങ്കിൽ ഓരോ സൈഡിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ആവശ്യം വരാം. ഇതൊക്കെയാണ് ഡെമോൺസ്ട്രേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ദ നെക്സ്റ്റ് ഈസ് മൈക്രോ ടീച്ചിങ്. മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഈസ് എ ടീച്ചർ ട്രെയിനിങ് ആൻഡ് ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് ടെക്നിക്. ഓക്കെ, ടീച്ചർ ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള മെത്തേഡാണ് മൈക്രോ ടീച്ചിങ്, വേർ ബൈ ദി ടീച്ചർ റിവ്യൂസ് എ റെക്കോർഡിംഗ് ഓഫ് എ ടീച്ചിങ് സെഷൻ ഇൻ ഓർഡർ ടു ഗെറ്റ് constructive feedback from peers and or students about what has worked and what are the improvements can be made to the teaching technique. അതായത് ഇവർ പഠിച്ച ഓരോ കാര്യങ്ങളും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ടീച്ചർ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നത് എങ്ങനെ ഡെലിവർ ചെയ്യുന്നുണ്ട് എന്ന് റീചെക്ക് ചെയ്യുക, അതിനുള്ളൊരു വേ ആണ് മൈക്രോ ടീച്ചിങ്. സോ മൈക്രോ ടീച്ചിങ് ഈസ് എ ടീച്ചർ ട്രെയിനിങ് ആൻഡ് ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് ടെക്നിക് വെയർ ബൈ ടീച്ചർ റിവ്യൂസ് എ റെക്കോർഡിംഗ്, ഇവർ ക്ലാസ് എടുത്തത് എങ്ങനെയാണെന്ന് റിവ്യൂ ചെയ്യുന്നു. Okay, of the teaching session in order to get constructive feedback from peers and students about what has worked and what improvements can be made to
ദെയർ ടീച്ചിങ് ടെക്നിക്സ്. നമ്മൾ തന്നെ ഒരു ക്ലാസ് എടുത്തതിന് ശേഷം ആ ക്ലാസ് എടുത്തത് റെക്കോർഡ് ചെയ്ത് നോക്കുക. റെക്കോർഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്നത്, അവിടെ ഏത് ഏരിയയിലൊക്കെയാണ് നമുക്ക് വീഴ്ച വന്നിട്ടുള്ളത്, എവിടെയൊക്കെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്, അതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. നമ്മളെ തന്നെ പഠിപ്പിക്കുന്ന ഒരു രീതി. ഓക്കെ, സോ നോർമലി സംഭവിക്കുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ദെയർ ഇൻ മൈക്രോ ടീച്ചിങ്. പ്ലാനിങ് സ്റ്റേജ് തൊട്ട് പ്ലാൻ ചെയ്യുക, നമ്മളെങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുക. ദെൻ ടീച്ച് ചെയ്ത് നോക്കുന്നു. ടീച്ച് ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് നോക്കുന്നു. ഓക്കെ, 3 സ്റ്റേജ് കഴിഞ്ഞു. ഫീഡ്ബാക്ക് നോക്കുന്നു. ഫീഡ്ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും പ്ലാൻ ചെയ്യുക, ചേഞ്ച് വരുത്തേണ്ട എവിടെയൊക്കെയാണ്. ഫീഡ്ബാക്ക് മേ ബി ബേസ്ഡ് ഓൺ എ വീഡിയോ റെക്കോർഡിങ്, നമ്മളെടുത്തൊരു വീഡിയോ റെക്കോർഡിങ്ങിനെ ബേസ് ചെയ്തിട്ടാക്കാം. അതിനുശേഷം എവിടെയൊക്കെയാണ് ചേഞ്ച് വരുത്തേണ്ടത് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു, റീപ്ലാൻ ചെയ്യുന്നു, റീടീച്ച് ചെയ്യുന്നു, റീഫീഡ്ബാക്ക് എടുക്കുന്നു. സോ ആ ഒരു പ്രോസസ്സാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോ ടീച്ചിങ് അത്രയും കാര്യങ്ങൾ ഓർക്കുക. നെക്സ്റ്റ് ഈസ് സിമുലേഷൻ. In general terms, simulation is a technique or device that attempts to create characteristics of a real world. റിയൽ വേൾഡിനെ എങ്ങനെ ഒരു ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, അതാണ് സിമുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമുലേറ്റ് ചെയ്യുക, അതേ അറ്റ്മോസ്ഫിയർ നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുവരിക. ഓക്കെ, സിമുലേഷൻ അലൗസ് ദി എഡ്യൂക്കേറ്റർ ടു കൺട്രോൾ ദി ലേണിംഗ് എൻവയോൺമെൻറ്റ് ത്രൂ ഷെഡ്യൂളിംഗ് ഓഫ് പ്രാക്ടീസ്, പ്രൊവൈഡിംഗ് ഫീഡ്ബാക്ക് ആൻഡ് മിനിമൈസിങ് ഓർ ഇൻട്രൊഡ്യൂസിങ് എൻവയോൺമെൻറ്റൽ ഡിസ്ട്രാക്ഷൻസ്. സോ നമ്മളുടെ ക്ലാസ് റൂം എങ്ങനെയായിരിക്കണം, ഏത് രീതിയിൽ കൺട്രോൾ ചെയ്യണം, അതിനുള്ള പ്രാക്ടീസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, ഷെഡ്യൂളിങ് ക്രിയേറ്റ് ചെയ്യും, ദെൻ പ്രോപ്പർ ഫീഡ്ബാക്ക് എടുക്കുന്നു, മിനിമൈസിങ് ഇൻട്രൊഡ്യൂസിങ് എൻവയോൺമെൻറ്റൽ ഡിസ്ട്രാക്ഷൻ, നമുക്കുണ്ടാകുന്ന ട്രബിളുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഒരു പ്രീ പ്ലാനിങ് ആണ് സിമുലേഷനകത്ത് ചെയ്യുന്നത്. വാട്ട് ക്യാൻ ബി സിമുലേറ്റഡ്? എനിത്തിങ്. ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം ഒരു സിമുലേഷന്. അതായത് സിമുലേഷൻ ടെക്നിക് എന്ന് പറഞ്ഞാൽ റിയലിനെ ഒരു മറ്റൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾക്ക് വേണ്ട ലേണിംഗ് ഫ്രെയിം വർക്കിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ബൈക്ക് ലേണിംഗ് പഠിക്കാൻ വേണ്ടിയുള്ള സിമുലേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എനിത്തിങ് ക്യാൻ ബി സിമുലേറ്റഡ്, അതാണ് ബേസിക് തിങ്. ദെൻ ടു സിമുലേറ്റ് ഈസ് ടു ട്രൈ ടു ഡ്യൂപ്ലിക്കേറ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റിയൽ സിസ്റ്റം. റിയലി നമ്മളെങ്ങനെ ചെയ്യുന്നുണ്ട്, ആ റിയൽ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിലേക്ക്, നമ്മളുടെ ക്ലാസ് റൂമിലേക്കാകാം നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ അതിനെയാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. Simulation is one of the most widely used decision modeling technique. ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് സിമുലേഷൻ, ക്ലിയർലി സ്റ്റേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ സിമുലേഷൻ ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകണം. ആക്ച്വൽ പേഷ്യൻറ്റ്, ഇപ്പോൾ ഡോക്ടറൽ ഏരിയാസ് എന്ന് പറയുകയാണെങ്കിൽ പേഷ്യൻറ്റ് കെയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ സിമുലേറ്റ് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, ആക്ച്വലി പേഷ്യൻ്റ് എങ്ങനെയാണോ കെയർ ചെയ്തിരിക്കുന്നത് അതേ രീതിയിലായിരിക്കണം സിമുലേറ്റ് ചെയ്യേണ്ടത്. ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ, ദെൻ പ്രോപ്പർ ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് മുൻകൂട്ടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് ആ പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. സോ ദാറ്റ് വിൽ ബി ഇനഫ്. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക, റിയൽ ലൈക്ക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിമുലേഷൻ. ഇറ്റ് ക്യാൻ ബി ഇൻ റിസർച്ച് വർക്ക്, എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ റിഹേഴ്സൽ, ക്ലാസ് റൂം ടീച്ചിങ്ങിന് വേണ്ടി റിഹേഴ്സലായിട്ട് ഉപയോഗിക്കാം, ടീച്ചിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, ഫീഡ്ബാക്കിന് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഈ പറയുന്ന സിമുലേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. നെക്സ്റ്റ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ്. ടു പ്രൊവൈഡ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ടു പ്രൊവൈഡ് റെമഡിയൽ ഇൻസ്ട്രക്ഷൻ. നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള പ്രീ പ്രോഗ്രാം ചെയ്ത ഒരു ഇൻസ്ട്രക്റ്റീവ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇന്ന രീതിയിൽ ഞാൻ ക്ലാസ് എടുക്കും, അതിനുവേണ്ടി കൃത്യമായിട്ടൊരു പ്ലാനിങ്, ഓരോ ടൈമും നമ്മൾ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്, അതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ടു പ്രൊവൈഡ് മേക്കപ്പ് ഇൻസ്ട്രക്ഷൻ ഫോർ ലേറ്റ് അറൈവൽസ്, ആബ്സെൻറ്റീസ് ആൻഡ് ട്രാൻസ്ലേറ്റ്. സോ ബേസിക്കലി നമ്മൾ ഈ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അതേ പാറ്റേണിൽ തന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുക, റീഅറ്റംപ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ടു മെയിൻറ്റെയിൻ previously learned skills which are not performed frequently enough. സോ നമ്മൾ മുമ്പ് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെയും നമുക്ക് ഈ പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. സോ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഫെയിലിയർ റേറ്റ് കുറയും. ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ പറയുന്ന പ്രസൻറ്റേഷൻ ഒരിക്കലും
ഫെയിൽ ആവില്ല, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ. ദെൻ ഇംപ്രൂവ്സ് എൻഡ് ഓഫ് കോഴ്സ് പ്രൊഫിഷ്യൻസി. കൃത്യമായിട്ട് എങ്ങനെയാണ് ആ ഒരു പ്ലാൻ ചെയ്തത്, ഇപ്പോൾ ഒരു കോഴ്സ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ എങ്ങനെയാണോ ആ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത് കൃത്യമായിട്ട് നമുക്ക് തീർക്കാൻ സാധിക്കും ഈ മെത്തേഡ് ഉണ്ടെങ്കിൽ, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ. സേവ്സ് ടൈം, എവിടെയാണ് എന്താണ് പറയേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ആൻഡ് പ്രൊവൈഡ് സെൽഫ് ഇൻസ്ട്രക്ഷൻ, നമുക്ക് തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ തരുവാണ്, ഇന്ന ടൈം ബൗണ്ടായി ഇന്ന ടൈമിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ളൊരു സെൽഫ് ഇൻസ്ട്രക്ഷൻ തരുന്നൊരു വേ ആയിട്ട് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആക്ട് ചെയ്യും. ദെൻ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ റിക്വയർസ് ലോക്കൽ ഓർ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ. നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഇതിനകത്ത് ആവശ്യമുണ്ട്. റിക്വയർസ് ലെങ്തി പ്രോഗ്രാമർ ട്രെയിനിങ്. അതെങ്ങനെയാണ് നമ്മളുടെ ഒരു കോർഡിനേറ്റർ രീതിയിൽ എങ്ങനെ അത് എങ്ങനെ ചെയ്യണം, നോർമലി സോഫ്റ്റ്വെയർ സപ്പോർട്ടോട് കൂടിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അത്തരത്തിലുള്ള ട്രെയിനിങ് നമുക്ക് ആവശ്യമാണ്. ദെൻ എക്സ്പെൻസ് കൂടും. ആൻഡ് ഫൈനലി റിക്വയർസ് കൺസിഡറബിൾ ലീഡ് ടൈം. ഒരുപാട് ടൈം ഇതിനകത്ത് ഈ ഒരു ഇവൻറ്റുമായി ബന്ധപ്പെട്ട് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ബ്രെയിൻ സ്റ്റോമിങ്. ഇന്നത്തെ മെത്തേഡ് ബ്രെയിൻ സ്റ്റോമിങ്. ബ്രെയിൻസ്റ്റോമിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കമ്മിങ് ടുഗദർ ടു ഡിസ്കസ് ന്യൂ ഐഡിയാസ്. അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്, പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ചിരുന്നു കൊണ്ട് പുതിയ ഒപ്പീനിയൻസും സജഷൻസും ഒക്കെ ഷെയർ ചെയ്യുക. അതുവഴി ഒരു ടോപ്പിക്കിന്മേൽ പുതിയ ഐഡിയാസ് ആയിട്ട് മുന്നോട്ട് വരുന്ന ടെക്നിക്കാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. സോ ഇത് മോർ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, മോർ ഇൻഫർമേറ്റീവ് ആയിരിക്കും. ബിക്കോസ് എല്ലാവർക്കും പുതിയ ഐഡിയാസ് ഗെയിൻ ചെയ്യാൻ സാധിക്കും, പുതിയ നോളജ് ഗെയിൻ ചെയ്യാൻ സാധിക്കും. ലേണിംഗ് ഈസ് എഫക്റ്റീവ്. ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് കേൾക്കുന്നത് വഴി ആ ഒരു ചെറിയ ഇവൻറ്റിനെ കൂടുതൽ നോളജ്ഫുള്ളാക്കി മാറ്റാൻ ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. സോ ഇതൊക്കെയാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിൽ ഓർക്കുക. ദെൻ നെക്സ്റ്റ് ഈസ് റോൾ പ്ലേ. റോൾ പ്ലേ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു, ഇപ്പോൾ മാനേജ്മെൻറ്റ് ഏരിയയിലേക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു മാനേജറുടെ റോൾ പ്ലേ ചെയ്യുക. സോ ആ ഒരു സിറ്റുവേഷൻ തരും, ആ സിറ്റുവേഷനിൽ ഇൻഡിവിജ്വൽ ഇൻ കേസ് ഹി വാസ് ദി മാനേജർ എങ്ങനെ ആക്ട് ചെയ്യുന്നു, അതാണ് റോൾ പ്ലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് മെത്തേഡാണ്. ക്രിയേറ്റീവ് തിങ്കിങ്, എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്, ആ സാഹചര്യം എങ്ങനെ ആക്ട് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റോൾ പ്ലേ വഴി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ റോൾ പ്ലേ ഹെൽപ്ഫുള്ളാണ്. ദെൻ അതേപോലെയാണ് കേസ് സ്റ്റഡിയും ആക്റ്റീവ് ലേണിംഗ്. ഒരു സിറ്റുവേഷൻ വിൽ ബി ഗിവൺ, ആ സിറ്റുവേഷനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് കേസ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ആർ ദി ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ്സ്. നമ്മൾ ഒരുപാട് മെത്തേഡ്സ് പറഞ്ഞു. എല്ലാ മെത്തേഡ്സും ഇന്ന് തന്നെ നിങ്ങളൊന്ന് വായിക്കുകയും വേണം. ലെറ്റ് മീ റിപ്പീറ്റ് ഇറ്റ് വൺസ് അഗെയിൻ. ഓരോ ടോപ്പിക്കും പെട്ടെന്ന് ഒന്ന് കേൾക്കുക. സ്റ്റാർട്ട് ചെയ്ത് ലെക്ചർ മെത്തേഡിലാണ്. ലെക്ചർ ഒരു ലാർജ് ഓഡിയൻസ് ആണെങ്കിൽ, ഒരു വലിയ ഗ്രൂപ്പിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് കാര്യങ്ങൾ, ലെക്ചർ മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ്. ദെൻ ഡിസ്കഷൻ, ഒരു ചെറിയ ഗ്രൂപ്പ് ആണെങ്കിൽ ഡിസ്കഷൻ നമുക്ക് നടത്താം. ഡിസ്കഷൻ നടത്തുന്ന വഴി പുതിയ നോളജ്, പുതിയ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യപ്പെടും. സെമിനാർ മെത്തേഡ് പ്രസൻറ്റേഷൻ ആയിരിക്കും, പ്രസൻറ്റേഷനും അതിനുശേഷമുള്ള ഒരു ഡിസ്കഷനും. പാനൽ ഡിസ്കഷൻ, ഒരു ടോപ്പിക്കിന്മേൽ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉള്ള ഇൻഡിവിജ്വൽസ് അവരവരുടെ ഒപ്പീനിയൻസ് അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് നോളജ് ബിൽഡ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. വർക്ക്ഷോപ്പ്, ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു ടോപ്പിക്കിൽ കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ് വർക്ക്ഷോപ്പ് വരുന്നത്. വർക്ക്ഷോപ്പ് മേൽ കുറച്ച് പാർട്ടിസിപ്പൻസ് മാത്രമേ ഉണ്ടാവൂ. അവർക്ക് ആക്ഷൻ ബേസ്ഡ്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പഠിക്കുന്നു, ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ് വർക്ക്ഷോപ്പിൽ വരുന്നത്. സിംപോസിയം ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെയാണ്. ഒരു പാനൽ ഉണ്ടാവും, ആ പാനലിലായിരിക്കും ഡിസ്കഷൻസ് നടക്കുന്നത്. ഒരു ചെയറും ഉണ്ടാവും. ചെയർ പാനലിലെ മെമ്പേഴ്സിന് വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്നു, അതിനനുസരിച്ച് അവർ ഡിസ്കഷൻ നടത്തുന്നു. ആൻഡ് ഓഡിയൻസിന് അവസാനം അവരവരുടെ ഒപ്പീനിയൻസും അവരവരുടെ ക്വസ്റ്റ്യൻസും ചോദിക്കാനുള്ളൊരു അവസരം കൂടി ഇതിനകത്തുണ്ടാവും. ദെൻ അസൈൻമെൻ്റ് ആണ്. ഏത് ടോപ്പിക്കിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ, ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യാത്ത കാര്യങ്ങൾ സ്റ്റുഡൻസിന് മനസ്സിലാക്കാനൊക്കെ അസൈൻമെൻറ്റ് മെത്തേഡ് യൂസ്ഫുൾ ആയിരിക്കും. ട്യൂട്ടോറിയൽ മെത്തേഡ്, ഇൻഡിവിജ്വൽ കോൺസെൻട്രേഷൻ വേണ്ട ഏരിയകളിൽ ഇൻഡിവിജ്വലി ഒരു സ്റ്റുഡൻറ്റിനെ അടുത്ത് ഡയറക്റ്റ്ലി ടീച്ചർ ഇൻ്റർവ്യൂ ചെയ്യേണ്ട സമയങ്ങളിലാണ് ട്യൂട്ടോറിയൽ മെത്തേഡ് ഹെൽപ്ഫുൾ ആവുന്നത്. പിന്നീടുള്ളത് ഡെമോൺസ്ട്രേഷൻ മെത്തേഡാണ്. ഒരു പ്രോസസ്സ് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ വർക്കിംഗ് പഠിപ്പിക്കാൻ, അതിനൊക്കെ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ഹെൽപ്ഫുൾ ആയിരിക്കും. മൈക്രോ ടീച്ചിങ്, ടീച്ചറുടെ ക്വാളിറ്റി എത്രമാത്രമാണ്, ടീച്ചർ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, അതിനകത്ത് ചേഞ്ചസ് വരുത്തണോ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ മൈക്രോ ടീച്ചിങ് ഒരു മെത്തേഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ സിമുലേഷൻ, റിയൽ ലൈക്ക് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ റിയൽ ലൈക്ക് സിറ്റുവേഷൻസിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുന്നു.
പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ഒരു ഷെഡ്യൂളാണ്, കൃത്യമായിട്ട് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ലൈക്ക് ഇഫ് യു ക്യാൻ സേ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആക്കാം, അല്ലെങ്കിൽ ദർ മേ ബി സം ആക്ഷൻ പ്ലാൻസ്, ആക്ടിവിറ്റി പ്ലാൻസ്, ഇതൊക്കെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമാണ്. ദെൻ ബ്രെയിൻസ്റ്റോമിംഗ്, റോൾ പ്ലേ, കേസ് സ്റ്റഡി, ഇത്രയും മെത്തേഡ്സാണ് നമ്മൾ പറഞ്ഞത്. സോ എനി ഡൗട്ട്സ്? Okay, so let's move on. Some questions. In which teaching method learners' participation is made optimal and proactive? ലേണർ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഏത് മെത്തേഡിലാണ്? ഡിസ്കഷൻ മെത്തേഡ്, ബസ് സെഷൻ മെത്തേഡ്, ബ്രെയിൻസ്റ്റോമിംഗ് മെത്തേഡ്, പ്രൊജക്റ്റ് മെത്തേഡ്? സോ പ്രൊജക്റ്റ് മെത്തേഡ്, ബിക്കോസ് പ്രൊജക്റ്റ് മെത്തേഡിനകത്ത് സംഭവിക്കുന്നത് the learning method where participation of students is maximum comparing to teacher and students are here active learner. രണ്ട് ടീച്ചർ ആയാലും സ്റ്റുഡൻറ്റ് ആയാലും ഇവിടെ ആക്റ്റീവ് ലേണറാണ്. സ്റ്റുഡൻറ്റ് ഹിയർ ഫൈൻഡ്സ് എ സൊല്യൂഷൻ ബൈ ദംസെൽഫ് ഓഫ് അസൈൻഡ് പ്രൊജക്ട്സ്. സ്റ്റുഡൻസ് ലേൺസ് ഹൗ ടു സോൾവ് റിയൽ ലൈഫ് പ്രോബ്ലംസ് വിത്ത് കോപ്പറേഷൻ ഓഫ് ഈച്ച് അതർ. അതായത് പ്രൊജക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ഏരിയയെ പറ്റി പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ പറ്റി അവരായിട്ട് സ്റ്റഡി കണ്ടക്ട് ചെയ്ത് അതിനകത്ത് എങ്ങനെ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നുള്ളതിനെ അതിനെ ബേസ് ചെയ്ത് അവർ കൂടുതൽ പഠനങ്ങൾ നടത്തി അവസാനം ഒരു സൊല്യൂഷനിലേക്ക് എത്തുവാണ്. സോ പ്രൊജക്റ്റ് മെത്തേഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതാണ്, അവർക്ക് സെൽഫ് ലേണിംഗ് പോസിബിൾ ആയിരിക്കും. സ്റ്റുഡൻസ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നോളജ് ബിൽഡ് ചെയ്യാൻ പ്രൊജക്റ്റ് മെത്തേഡ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവിടെയാണ് സ്റ്റുഡൻസ് ഒപ്റ്റിമൽ പാർട്ടിസിപ്പേഷൻ, ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ബസ് സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ സ്റ്റോമിംഗ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പ്രൊജക്റ്റ് മെത്തേഡിലാണ്. ബിക്കോസ് അത് സെൽഫ് സെൻറ്റേർഡാണ്, അവരായിട്ട് തന്നെ ചെയ്യണം മൊത്തമായിട്ട്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സപ്പോസ് ആസ് എ ടീച്ചർ you are training your students in public speaking and debate. Which among the following is most difficult to develop among students? നമ്മൾ അവരെ പബ്ലിക് സ്പീക്കിങ്ങിനും ഡിബേറ്റിനും വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഉള്ളത് ഏത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. യൂസിങ് സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്, കൺട്രോൾ ഓവർ ഇമോഷൻസ്, വോയിസ് മോഡുലേഷൻ, കൺസെപ്റ്റ് ഫോർമുലേഷൻ. ഇതിലേതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. ബിക്കോസ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒരു പരിധിവരെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ആസ് എ ടീച്ചർ while preparing them for debate, it is very difficult to develop student how to control over emotions during a debate. ഡിബേറ്റ് സംഭവിക്കുമ്പോൾ എപ്പോഴും സംഭവിക്കുന്നത് അവരവരുടെ ഒപ്പീനിയൻസിന് കൂടുതൽ വാല്യൂ വേണമെന്ന് സ്റ്റുഡൻസ് ചിന്തിക്കാൻ തുടങ്ങും. അതനുസരിച്ച് അവർ അതിനു വേണ്ടി തന്നെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. അത് കൺട്രോൾ ചെയ്യുക, ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. അത് കൺട്രോൾ ചെയ്യിപ്പിക്കുകയാണ് ഒരു ടീച്ചറുടെ ഏറ്റവും, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്ററുടെ ഏറ്റവും വലിയ ഏറ്റവും ടഫ് ജോബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എമംഗ് ദി ഫോളോയിങ് വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽ? എമംഗ് ദി ഫോളോയിങ് വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രിൻറ്റഡ് സ്റ്റഡി ഗൈഡ്, ഓവർഹെഡ് പ്രൊജക്ടർ, ഓഡിയോ പോഡ്കാസ്റ്റ്, യൂട്യൂബ് വീഡിയോ. ഡയറക്റ്റ്ലി നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ എന്താണെന്നാണ്. ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ വിച്ച് ഈസ് നോട്ട് ആൻ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് അബൌട്ട് ടീച്ചിങ് എയ്ഡ്സ്. ടീച്ചിങ് എയ്ഡ് അല്ല പറഞ്ഞിരിക്കുന്നത്. ഓവർഹെഡ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ടീച്ചിങ് എയ്ഡാണ്. വെറസ് സ്റ്റഡി ഗൈഡ് ഇൻസ്ട്രക്ഷൻ മെറ്റീരിയലാണ്. ഓഡിയോ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന ഓഡിയോ നോട്ട്സ് അല്ലെങ്കിൽ ഓഡിയോ പോഡ്കാസ്റ്റ് സൈറ്റ്സ്. അതെ, ഓഡിയോ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഡിയോ നോട്ട്സ് ആണ്. അത് ഇൻസ്ട്രക്ഷൻ മെറ്റീരിയലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. യൂട്യൂബ് വീഡിയോസും ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആയിട്ട് അല്ലെങ്കിൽ നോളജ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഓവർഹെഡ് പ്രൊജക്ടർ എന്ന് പറയുന്നത് ഒരു എയ്ഡ് മാത്രമാണ്. നെക്സ്റ്റ്, ദി യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ്
ഈസ് ജസ്റ്റിഫൈഡ് ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ്. ടീച്ചിങ് എയ്ഡ്സ് ഏത് ഗ്രൗണ്ടിലാണ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ടീച്ചിങ് ഗ്രൗണ്ട് എയ്ഡ് യൂസ് ചെയ്യുന്നതിനെ എങ്ങനെയാണ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്? Attracting students' attention in the classroom, minimizing indiscipline problems in the classroom, optimizing learning outcomes of students, effective engagement of students in learning tasks. ഇതിലേതാണ്, ഇതെല്ലാം ഒരു പരിധി വരെ നമുക്ക് കണക്ട് ചെയ്യാം. ഇതിലേതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് സൊല്യൂഷൻ. ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് റിസൾട്ടാണ് കിട്ടേണ്ടത്. റിസൾട്ട് ഇൻ ദി സെൻസ് സ്റ്റുഡൻസിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ്, അതാണ് കിട്ടേണ്ടത്. അപ്പോൾ സ്റ്റുഡൻസിനെ ഔട്ട്കം, ലേണിംഗ് ഔട്ട്കം ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ആൻസർ ടീച്ചിങ് എയ്ഡ്സ് ആർ എയ്ഡ്സ് യൂസ്ഡ് ബൈ ദി ഫെസിലിറ്റേറ്റർ ഓർ ടീച്ചർ ഇൻ എ ക്ലാസ് റൂം ടു മേക്ക് ഹിസ് ടീച്ചിങ് എഫക്റ്റീവ്. ആ ടീച്ചിങ് എഫക്റ്റീവ് ആകണമെങ്കിൽ ടീച്ചിങ്ങിൻ്റെ, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്, ടീച്ചിങ് എഫക്റ്റീവ് ആണെന്ന് പറയുന്നത് ഔട്ട്കം ബേസ്ഡ് ആണ്. ഔട്ട്കം ബേസ്ഡ് ടീച്ചിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഔട്ട്കം കൂടുന്നുണ്ടെങ്കിൽ, ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടീച്ചിങ് എഫക്റ്റീവ് ആണ്. അതാണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് represents acceptable propositions in respect to teaching learning relationship? ടീച്ചിങ് ലേണിംഗ് റിലേഷൻഷിപ്പിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നത് എന്തൊക്കെയാണ്? സോ ചൂസ് ദി കറക്റ്റ് കോഡ്. ഫസ്റ്റ് വൺ, വെൻ സ്റ്റുഡൻസ് ഫെയിൽ ഇൻ ടെസ്റ്റ് ഇറ്റ് ഈസ് ദി ടീച്ചർ ഹു ഫെയിൽസ്. Every teaching must aim at ensuring learning. There can be teaching without learning taking place. There can be no learning without teaching. A teacher teaches but learns also. Real learning implies rote learning. So ഇത്രയുമാണ് ഓപ്ഷൻസ്. ഇതിനകത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്യാവുന്ന എല്ലാം എലിമിനേറ്റ് ചെയ്തേക്കുക ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് റൈറ്റ് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും. ട്രൈ ചെയ്ത് നോക്കൂ. റൈറ്റ് ആൻസർ ഏതാണ്? ഓക്കെ, സോ ആൻസർ ഇസ് ബി. ബി എന്താണ്? 1. വെൻ സ്റ്റുഡൻസ് ഫെയിൽസ്. നമ്മളുടെ സ്റ്റുഡൻസ് ഫെയിൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ തോക്കുന്നത് തുല്യമാണ്. 2. എവറി ടീച്ചിങ് മസ്റ്റ് എയിം എൻഷുറിങ് ലേണിംഗ്. ഏത് ടീച്ചിങ് ആയാലും ലേണിംഗ് എൻഷുർ ചെയ്യണം. ലേണിംഗ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ബേസിക് എയിം. അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കണം. There can be teaching without learning take place. Okay, then next option, there is no learning without a teaching. There is a confusion, right? നിങ്ങളുടെ ആൻസർ ഇത് തന്നെയായിരുന്നു. ബി അല്ല റൈറ്റ് ആൻസർ. ബി റൈറ്റ് ആൻസർ ആവില്ല. ബിക്കോസ് there can be teaching without learning takes place. There can be teaching without learning take place. നോർമലി ടീച്ചിങ് എയിം ചെയ്യുന്നത് ലേണിങ്ങിനാണ്. സോ ലേണിംഗ് ഇല്ലാതെ ടീച്ചിങ് ആകാം, ഒരു പരിധിവരെ ആകാം. ബിക്കോസ് നമ്മൾ പഠിപ്പിച്ചതിന് ശേഷം പഠിച്ചില്ല എന്ന് പറയുമ്പോൾ ലേണിംഗ് ഇല്ലാത്ത ടീച്ചിങ് ഹാപ്പൻ ചെയ്യാം. പക്ഷേ അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. There can be no learning without teaching. There can be no learning without teaching. That is wrong. There can be learning without teaching. Because teaching ഇല്ലാതെ ലേണിംഗ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് this one is wrong. Definitely wrong. Then a teacher teaches. A teacher teaches but learns also. Teacher teaches but also learns, right ആണ്. Real learning implies rote learning. No. So 1, 2 and 5 is true. 1, 2 and 5. 6 is not true. So B is best option എന്ന് പറയുന്നത് ബി തന്നെയാണ്. അതുകൊണ്ടാണ് ബി വന്നിരിക്കുന്നത് കേട്ടോ. ബി ആണ് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നത് മാച്ച് ചെയ്ത് വരുമ്പോൾ. ബിക്കോസ് ദിസ് വൺ ഈസ് റോങ്. There can be learning without teaching. അതാണ് അതിനുള്ള റീസൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ബിഫോർ ദാറ്റ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്.
നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ആണ്. ആൻഡ് നൗ ലെറ്റ്സ് മൂവ് ഓൺ. നമ്മളുടെ അടുത്ത ടോപ്പിക് ഇവാലുവേഷൻ. അടുത്ത ടോപ്പിക് ഇവാലുവേഷൻ. ഇവാലുവേഷൻ ഈസ് ദി ചേഞ്ചിങ് പ്രോഗ്രസ്. Education is a changing progress that requires to be continuously evaluated. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, റൈറ്റ്? ആ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂസ്ലി ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ദാറ്റ് എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്തു, എത്രമാത്രം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവാലുവേഷൻ റെലവൻ്റ് ആണ്. ഇവാലുവേഷൻ ഇസ് ദി എലമെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദി എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് അവർ ലേണിംഗ് എക്സ്പീരിയൻസ്. എന്താണോ പ്ലാൻ ചെയ്തിരുന്നത്, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നോ അതിൽ നിന്നും എത്രമാത്രം ലേൺ ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു വേ ആണ് ഇവാലുവേഷൻ. നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഓർ ടൈപ്സ് ഓഫ് അസസ്മെൻ്റ് ആണ്. ലെറ്റ്സ് ചെക്ക് ദാറ്റ്. ദർ ആർ 4 types of assessment. First is formal assessment, second is informal assessment, then formative assessment, summative assessment. Diagnostic assessment, traditional assessment and authentic assessment ഇത് സബ് കാറ്റഗറിയാണ്. ബേസിക് കാറ്റഗറി എന്ന് പറയുന്നത് ഈ 4 നമ്മൾ ഈ 4 പറ്റിയാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് ഫോർമൽ, ഇൻഫോർമൽ, സമ്മേറ്റീവ് ആൻഡ് ഫോർമേറ്റീവ്, ദീസ് ആർ ദി these 4 are the most important things. Let's check first one, formal assessment, where have data which support the conclusions made from the test. നമുക്ക് ആ ടെസ്റ്റ്, നമ്മളൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണോ ഫൈനലി കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രമാണ് മാർക്ക് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്, ആ മാർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന കൺക്ലൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. സോ യൂഷ്വലി റെഫേഴ്സ് ടു ദീസ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആസ് സ്റ്റാൻഡേർഡൈസ്ഡ് മെഷേഴ്സ്. ദീസ് ടെസ്റ്റ് ഹാവ് ബീൻ ട്രൈഡ് ബിഫോർ ഓൺ സ്റ്റുഡൻസ് and have statistics which support the conclusion, such as student is reading below average of his age. So ഓരോ ഫോർമൽ അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ആ സ്റ്റുഡൻറ്റിൻ്റെ ദർ ആർ സം മെഷേഴ്സ് ലൈക്ക് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ടെസ്റ്റ് പേപ്പർ, അത് വെച്ചുകൊണ്ട് സ്റ്റുഡൻറ്റിൻ്റെ ക്വാളിറ്റി, സ്റ്റുഡൻറ്റ് എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം പോരായ്മയുണ്ട്, എത്രമാത്രം ബിലോ ആവറേജ് ആണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള ഫോർമൽ മീൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെയാണ് ഫോർമൽ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ അസസ്മെൻറ്റ് പ്രകാരം സ്റ്റുഡൻറ്റിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടും. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് ഈസ് ഹൗ ഈസ് റീഡിങ് എങ്ങനെയാണ്, റീഡിങ് ക്വാളിറ്റി എത്രമാത്രമുണ്ട്, അദ്ദേഹം റീഡ് ചെയ്യുന്നത് ബിലോ ആവറേജ് ആണോ, ബെറ്റർ ആണോ, അങ്ങനെയുള്ള പല ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഫോർമൽ അസസ്മെൻറ്റിൽ. രണ്ടാമതായിട്ട് ഇൻഫോർമൽ അസസ്മെൻറ്റ്, വേർ ഇൻഫോർമൽ അസസ്മെൻറ്റ് ആർ നോട്ട് ഡേറ്റ ഡ്രിവൺ. അത് നമ്മൾ ഡേറ്റ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇത് ഡേറ്റ ഡ്രിവൺ അല്ല, ബട്ട് റാദർ കണ്ടൻറ്റ് ആൻഡ് പെർഫോമൻസ് ഡ്രിവൺ. എങ്ങനെയാണ് സ്റ്റുഡൻറ്റ് പെർഫോം ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. മറ്റൊരു എക്സാം നടത്തിയോ ടെസ്റ്റ് പേപ്പർ നടത്തിയോ നമ്മൾ അനലൈസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സ്റ്റുഡൻറ്റ് പെർഫോമൻസ് ബേസ്ഡ് ആണ് നമ്മളുടെ അനാലിസിസ്. ഫോർ എക്സാമ്പിൾ, റണ്ണിങ് റെക്കോർഡ്സ് are informal assessment because they indicate how well a student is reading a specific book. Scores such as 10 correct out of 15. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ കൊണ്ട് നമ്മൾ റണ്ണിങ് റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പേജ് വായിപ്പിച്ചിട്ട് എത്ര നേരം കൊണ്ട് വായിക്കുന്നു, എത്ര മിസ്റ്റേക്സ് വരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഫോർമൽ അസസ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നില്ല. പകരം സ്റ്റുഡൻറ്റിൻ്റെ എത്രമാത്രം റോങ് വേർഡ്സ് വന്നിട്ടുണ്ട് അത് ക്രോസ് ചെക്ക് ചെയ്യുന്നു. അത് ക്രോസ് ചെക്ക് ചെയ്യുന്നത് വഴി സ്റ്റുഡൻറ്റിൻ്റെ റീഡിങ് എബിലിറ്റി നമുക്ക് അവിടെ ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ മാർക്ക് ഇട്ടുകൊണ്ടല്ല, പകരം സ്റ്റുഡൻറ്റ് എത്രമാത്രം എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് സ്റ്റുഡൻറ്റ് റീഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് വഴി ടീച്ചർ കമ്മിറ്റ് ചെയ്യുന്ന അസസ്മെൻ്റാണ് ഇൻഫോർമൽ അസസ്മെൻറ്റിന് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. Then next type is formative assessment. Gathering of data during a time program is being developed. Sorry, one second. Gathering of data during a time program is being developed. This is like otherwise providing a feedback on the improvement of an instruction or for improvement of a program. ഒരു പ്രോഗ്രാമിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം കണ്ടക്ട് ചെയ്ത് അദ്ദേഹം എങ്ങനെ ആ പ്രോഗ്രാം റൺ ചെയ്തു അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിന് ഫീഡ്ബാക്ക് എടുക്കുന്നു.
Then determine whether the teacher delivers the quality instruction in a particular day based on the particular result. അതായത് ഈ സ്റ്റുഡൻറ്റിൻ്റെ ക്വാളിറ്റി എത്രമാത്രമായിരുന്നു, ആ പ്രോഗ്രാമിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എത്രമാത്രം റിസൾട്ട് വന്നു, ആ ക്വാളിറ്റി പോരായ്മയുണ്ടെങ്കിൽ നമ്മളവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്നത് ടീച്ചർ എത്രമാത്രം ക്വാളിറ്റി ഡെലിവറി ചെയ്തു എന്നാണ്. ടീച്ചറുടെ ഡെലിവറി ക്വാളിറ്റിയിൽ പോരായ്മയുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്. ദെൻ അഡ്മിനിസ്ട്രേറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ഡേയ്സ് ലെസൺ. സോ നോർമലി ലെസൺ കണ്ടക്ട് ചെയ്യുന്നു. ലെസൺ കണ്ടക്ട് ചെയ്തതിൻ്റെ എൻഡിൽ സ്റ്റുഡൻറ്റിനെ കൊണ്ട് ഒരു പ്രോഗ്രാം വഴിയോ അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടോ എങ്ങനെയാണ് കാര്യങ്ങൾ റൺ ചെയ്യുന്നതെന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ടീച്ചറുടെ ക്വാളിറ്റിയും ക്രോസ് ചെക്ക് ചെയ്യുന്നു. ഓക്കെ. സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണെങ്കിൽ യൂസ് ടു ഡിറ്റർമിൻ ദി മാസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് ഓഫ് ദി സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റ് എത്രമാത്രം അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, സ്റ്റുഡൻറ്റ് എത്രമാത്രം നോളജ് ഗെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ദാൻ യൂഷ്വലി അറ്റ് ദി എൻഡ് ഓഫ് എ ചാപ്റ്റർ ഓർ യൂണിറ്റ്. നോർമലി ഒരു ചാപ്റ്ററിൻ്റെ അവസാനം. ഫോർമേറ്റീവ് ആണെങ്കിൽ ടുവേർഡ് ദി എൻഡ് ഓഫ് എ ലെക്ചറാണ്. ലെക്ചർ എൻഡ് ചെയ്യുമ്പോൾ തന്നെ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. സമ്മേറ്റീവ് ആണെങ്കിൽ ടുവേർഡ് ദി എൻഡ് ഓഫ് എ ചാപ്റ്റർ ഓർ എ യൂണിറ്റ്. ഒരു മൊഡ്യൂൾ എൻഡ് ചെയ്യുമ്പോൾ മൊഡ്യൂളിൻ്റെ എൻഡിലായിരിക്കും ഇത്തരത്തിലുള്ള അസസ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അക്കൗണ്ടബിലിറ്റി ഓഫ് സക്സസ് ഓർ ഫെയിലിയർ. ടീച്ചറിനായിരിക്കും അതിൻ്റെ അക്കൗണ്ടബിലിറ്റി വരുന്നത്. എങ്ങനെയാണ് സ്റ്റുഡൻറ്റ് സക്സസ് ആണെങ്കിൽ ടീച്ചർ വിൽ ബി ടീച്ചറിനെ അസസ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ഒരു പോസിറ്റീവ് തിങ് എന്നുള്ള രീതിയിലായിരിക്കും അസസ് ചെയ്യുക. വേറെ ഫെയിലിയർ ആണെങ്കിൽ ദാറ്റ് വിൽ ബി ടീച്ചർ വിൽ ബി അക്കൗണ്ടബിൾ. ദെൻ ഡിസൈൻ ടു ഡിറ്റർമിൻ ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദി ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഹാവ് ബീൻ അച്ചീവ്ഡ്. നമ്മൾ പ്ലാൻ ചെയ്ത ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എത്രമാത്രം അച്ചീവ് ചെയ്തു, ആ യൂണിറ്റ് ബേസ് ചെയ്തിട്ട് എത്രമാത്രം ആ സ്റ്റുഡൻറ്റ് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് സമ്മേറ്റീവ് അസസ്മെൻറ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കും. ദി പ്രൈമറി യൂസ് പ്രൈമറി ഇൻ അസൈനിങ് ഗ്രേഡ്സ്. പ്രൈമറിലി അസൈൻ ഗ്രേഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ രണ്ട് മെത്തേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമേറ്റീവ് എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് ദി എൻഡ്, ഒരു ഏരിയ, ഒരു ഡിസ്കഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അല്ലെങ്കിൽ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അസസ്മെൻറ്റ് നടത്തുവാണെങ്കിൽ അതാണ് ഫോർമേറ്റീവ്. വേറെ സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു മൊഡ്യൂളിന് എൻഡിലോ അല്ലെങ്കിൽ ഒരു പീരീഡ് എൻഡിലോ നമ്മൾ നടത്തുന്ന അസസ്മെൻറ്റിനെയാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് യൂസ് ടു ഡിറ്റർമിൻ prior to instruction a student's strength, needs, knowledge and skills. ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റുഡൻറ്റിന് എത്രമാത്രം എബിലിറ്റി ഉണ്ട്, എത്രമാത്രം നോളജ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സ്കിൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, ഇതൊക്കെ മുൻകൂട്ടി ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ അതാണ് ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ദി റിസൾട്ട്സ് പെർമിറ്റ് ദി ഇൻസ്ട്രക്ടർ ടു റീമീഡിയേറ്റ് സ്റ്റുഡൻറ്റ് ഡെഫിസിറ്റ്സ് ആൻഡ് അഡ്ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് കരിക്കുലം ടു മീറ്റ് ഈച്ച് പീപ്പിൾസ് യൂണിക് നീഡ്സ്. അതായത് ഇത്തരത്തിലൊരു ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് നടത്തുന്ന വഴി നമ്മൾ മുൻകൂട്ടി സ്റ്റുഡൻറ്റിൻ്റെ ക്വാളിറ്റി എത്രമാത്രമാണ്, സ്റ്റുഡൻറ്റിന് എത്രമാത്രം നോളജ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്ന വഴി അദ്ദേഹത്തിന് ഏത് രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം, എങ്ങനെയായിരിക്കണം അദ്ദേഹത്തിനേക്കുള്ള എഡ്യൂക്കേഷൻ്റെ ഫ്ലോ എന്ന് മുൻകൂട്ടി മനസ്സിലാക്കും. ഓക്കെ, എഡ്യൂക്കേഷൻ എത്രമാത്രമായിരിക്കണം അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കും. ഇതുവഴി ഒരു പ്രോപ്പർ ഫ്ലോ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് ഓരോരുത്തരും ഓരോ ലെവലിലായിരിക്കും, ഓരോരുത്തർക്കും അവരവരുടെ ലെവലിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ബിഫോർ ഇൻസ്ട്രക്ഷനാണ്, പ്രയർ ടു ഇൻസ്ട്രക്ഷനാണ് ഈ മെത്തേഡിൽ അസസ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ട്രഡീഷണൽ അസസ്മെൻറ്റ്, ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് ഇൻ വിച്ച് സ്റ്റുഡൻറ്റ് ചൂസ് ദി ആൻസേഴ്സ് ഗിവൺ എ ലിസ്റ്റ് ഓഫ് ചോയ്സസ്. MCQ പോലെ അതിനകത്തു നിന്നും റൈറ്റ് ആൻസർ ചൂസ് ചെയ്യുന്നതാണ് ട്രഡീഷണൽ അസസ്മെൻറ്റ്. സ്റ്റുഡൻസ് ആർ എക്സ്പെക്റ്റഡ് ടു റെക്കഗ്നൈസ് that in this assessment there is only one correct answer, paper and pencil test. So normally ഒരു MCQ പോലെ there will be a number of options, അതിനകത്തൊന്നും റൈറ്റ് ആൻസർ മാർക്ക് ചെയ്യുക. ഇതാണ് ട്രഡീഷണൽ അസസ്മെൻറ്റോട് ഉദ്ദേശിക്കുന്നത്. Then authentic assessment asked to perform a task or conduct their own response. ഇവരോട് ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ പറയും, അത് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഒരു സ്റ്റേജ് ടാസ്ക് ആണെങ്കിൽ സ്റ്റേജിൽ ടാസ്ക് ചെയ്യാൻ പറയുന്നു, അത് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് എന്ന് നോക്കിയതിന് ശേഷം സ്വന്തമായിട്ട് അവരുടെ ക്വാളിറ്റി അസസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഒതൻറ്റിക് അസസ്മെൻറ്റ്. ഓക്കെ, ദി ഫോംസ് ക്യാൻ ബി ഡിവൈസ്ഡ് ബൈ ദി ടീച്ചർ വിത്ത് കൊളാബറേഷൻ ഓഫ് സ്റ്റുഡൻസ്. പല രീതിയിലാകാം, പല ആക്ടിവിറ്റീസ് ആകാം, അതായത് അവരെ അസസ് ചെയ്യാൻ വേണ്ടി പല മെത്തേഡ്സ്. ഇപ്പോൾ അവരുടെ ലാംഗ്വേജ് അസസ് ചെയ്യാനാണെങ്കിൽ പബ്ലിക്കലി അവരെ കൊണ്ട് സംസാരിപ്പിക്കുക, അത്തരത്തിലുള്ള പല മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. Then given opportunity to evaluate his or her own work.
ടീച്ചറുടെ വർക്ക് തന്നെ കൃത്യമായിട്ടൊന്ന് അസസ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഒതൻറ്റിക് അസസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നിന്നും വന്നിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ: ഫ്രം ദി ലിസ്റ്റ് ഓഫ് ഇവാലുവേഷൻ പ്രൊസീജിയേഴ്സ് given below, identify those which will be called formative evaluation. സോ നമുക്കിവിടെ കുറച്ച് ഇവാലുവേഷൻ ടെക്നിക്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത്? ഫസ്റ്റ്, എ ടീച്ചർ അവാർഡ്സ് ഗ്രേഡ്സ് ടു ദി സ്റ്റുഡൻസ് ആഫ്റ്റർ ഹാവിങ് ട്രാൻസാക്റ്റഡ് ദി കോഴ്സ് വർക്ക് കണ്ടക്ട് ചെയ്തതിന് ശേഷം ടീച്ചർ ഗ്രേഡ് കൊടുക്കുന്നു. ഡ്യൂറിങ് ഇൻട്രാക്ഷൻ വിത്ത് സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് റൂം ദി ടീച്ചർ പ്രൊവൈഡ്സ് കറക്റ്റീവ് ഫീഡ്ബാക്ക്. ക്ലാസ് റൂം ഇൻട്രാക്ഷന് ശേഷം കറക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ദെൻ ദി ടീച്ചർ ഗീവ്സ് മാർക്സ് ടു ദി സ്റ്റുഡൻറ്റ് ഓൺ എ യൂണിറ്റ് ടെസ്റ്റിന് ശേഷം മാർക്ക് കൊടുക്കുന്നു. ടീച്ചർ ക്ലാരിഫൈസ് ദി ഡൗട്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് ഇറ്റ് സെൽഫ്. ക്ലാസ്സിൽ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുന്നു. ദി ഓവറോൾ പെർഫോമൻസ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഈസ് റിപ്പോർട്ടഡ് ടു പാരൻസ് അറ്റ് എവറി 3 months ഇൻ്റർവെൽ. ഓരോ ഇൻ്റർവെല്ലിലും പെർഫോമൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. ദെൻ ദി ലേണേഴ്സ് മോട്ടിവേഷൻ ഈസ് റൈസ്ഡ് ബൈ ദി ടീച്ചർ ത്രൂ എ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ഇതിൽ ഏതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ? സമ്മേറ്റീവ് ഇവാലുവേഷനും ഫോർമേറ്റീവ് ഇവാലുവേഷനും ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. സോ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് കോൺസ്റ്റൻറ്റ് ഫീഡ്ബാക്ക്. രണ്ട് പാർട്ടീസിനും, ടീച്ചർക്കും സ്റ്റുഡൻറ്റിനും ക്ലാസ് റൂമിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ ആ ഒരു ലെക്ചറിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ത്രൂ ഔട്ട് ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എക്സാമ്പിൾ. ഓക്കെ, സോ ഇറ്റ് പ്രൊവൈഡ്സ് കോൺസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് ടു ബോത്ത് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് കൺസേണിങ് ലേണിംഗ് സക്സസ് ആൻഡ് ഫെയിലിയർ വൈൽ ഇൻസ്ട്രക്ഷൻ ഈസ് ഇൻ പ്രോസസ്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, ആ ഇൻസ്ട്രക്ഷൻ നടക്കുന്ന ടൈമിൽ തന്നെ സ്റ്റുഡൻറ്റിന് വേണ്ട ഫീഡ്ബാക്ക് കൊടുക്കുക. ഇറ്റ് ഓഫൺ ഹാപ്പൻസ് ഡ്യൂറിങ് എ കോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷൻ നടക്കുന്ന ആ കോഴ്സിൽ തന്നെ ടീച്ചർ ക്ലാരിഫൈസ് ദി ഡൗട്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് ഇറ്റ് സെൽഫ്. ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ് റീഇൻഫോഴ്സസ് സക്സസ്ഫുൾ ലേണിംഗ് ആൻഡ് ലൊക്കേറ്റ്സ് ദി പർട്ടിക്കുലർ ലേണിംഗ് എറേഴ്സ് ദാറ്റ് നീഡഡ് കറക്ഷൻ. നിലവിലുള്ള പോരായ്മകളൊക്കെ എന്തൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും അത് കറക്റ്റ് ചെയ്യാനും ആ ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിൽ തന്നെ സാധിക്കുകയാണെങ്കിൽ അതാണ് ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ എക്സാമ്പിൾ. ദി ടീച്ചർ റൈസസ് ലേണേഴ്സ് മോട്ടിവേഷൻ ത്രൂ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ഇതും ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ പാർട്ടാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്ഷൻസിലേക്ക് ഒന്നുകൂടി പോകുന്നു. കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ ക്വസ്റ്റ്യൻ മതി. സോ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ടീച്ചർ അവാർഡ്സ് ഗ്രേഡ്സ്. ഇത് എൻഡാണ്, സമ്മേറ്റീവ് ആണ്, ടുവേഴ്സ് ദി എൻഡ്. അപ്പോൾ അത് ഫോർമേറ്റീവ് അല്ല. കോഴ്സ് വർക്ക് കണ്ടക്ട് ചെയ്തു അതിന് ശേഷം അവസാനം കൊടുക്കുന്നത് ഫോർമേറ്റീവ് അല്ല. Then during the interaction with the students in the classroom, teacher provides corrective feedback. Classroom interaction ഇടയിൽ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. Then teacher gives marks to the students on a unit test. Unit test എന്ന് പറയുന്നത് towards the end ആണ്, യൂണിറ്റ് ടെസ്റ്റിലല്ല, അവറിൽ തന്നെ. Then the teacher clarifies the doubts of students in the class itself. ക്ലാസ്സിൽ തന്നെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുന്നു. Again ഫോർമേറ്റീവ് ആണ്. The overall performance of students is reported to the parents. No, അത് ടുവേഴ്സ് ദി എൻഡ് ആണ്. ദെൻ ദി ലേണേഴ്സ് മോട്ടിവേഷൻ ഈസ് റേസ്ഡ് ബൈ ദി ടീച്ചർ ത്രൂ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ഇതും ഫോർമേറ്റീവ് ആണ്. ഓക്കെ, സോ ലൈക്ക്വൈസ് ദർ ആർ ഫ്യൂ മോർ എക്സാമ്പിൾസ്. നോക്കുക. ഓൺ ദി ബേസിസ് ഓഫ് സമ്മേറ്റീവ് ടെസ്റ്റ് എ ടീച്ചർ ഈസ് ഇൻ്റർപ്രറ്റിംഗ് ഹിസ് ഓർ ഹെയർ സ്റ്റുഡൻസ് പെർഫോമൻസ് ഇൻ ടേംസ് ഓഫ് their wellness lifestyle evident in behavior is called. അതായത് ഒരു സമ്മേറ്റീവ് ടെസ്റ്റിൻ്റെ ബേസിൽ അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിനെ ബേസ് ചെയ്തുള്ള ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരെന്താണ്? ഫോർമേറ്റീവ് ടെസ്റ്റിംഗ് എന്നാണോ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നാണോ, നോം റെഫർ ടെസ്റ്റിംഗ് എന്നാണോ, ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റിംഗ് എന്നാണോ? അതായത് ഒരു ഇൻഡിവിജ്വൽ സമ്മേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഫോർമേറ്റീവ് ഇല്ല. സമ്മേറ്റീവ് എന്ന് പറയുന്നത് ടുവേഴ്സ് ദി എൻഡ് ആണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയും അദ്ദേഹത്തിൻ്റെ എബിലിറ്റീസും എല്ലാം ഒരു യൂണിറ്റോ ഒരു സെഷനോ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് സമ്മേറ്റീവ് ആണ്. ഓക്കെ, സമ്മേറ്റീവ് ടെസ്റ്റിന് എക്സാമ്പിൾ എന്ന് പറയാവുന്നത് ഇതാണ്. ഒരു ക്രൈറ്റീരിയൻ, ആ ക്രൈറ്റീരിയൻ അവസാനം യൂണിറ്റിൻ്റെ എൻഡിൽ ഇന്ന ക്രൈറ്റീരിയനിൽ അദ്ദേഹത്തിന് കൂടുതൽ ടെസ്റ്റ് ചെയ്യണം, ഇന്ന ക്രൈറ്റീരിയൻ
ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ലൈക്ക് അതിൻ്റെ ലാംഗ്വേജ്, അതിൻ്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എബിലിറ്റി, അങ്ങനെ എന്തെങ്കിലും ഒരു ഏരിയ മാത്രം എടുത്തിട്ട് അതിനകത്ത് ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സമ്മേറ്റീവ് ടെസ്റ്റിൻ്റെ ഭാഗമാണ്. ഇറ്റ് ഈസ് കോൾഡ് ക്രൈറ്റീരിയൻ ടെസ്റ്റിംഗ്. ഓക്കെ, സോ ലൈക്ക്വൈസ് ഇവിടെ വെൽനസ് സ്റ്റൈൽ ഇത് എവിഡൻറ്റ് ബിഹേവിയറുമായി ബന്ധപ്പെട്ട ഒരു ക്രൈറ്റീരിയയാണ്. ആ ക്രൈറ്റീരിയയെ പറ്റിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ദെൻ അനദർ ക്വസ്റ്റ്യൻ, formative evaluation tends to accelerate the pace of learning. Formative evaluation tends to accelerate the pace of learning. എന്താണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് ഓർക്കുക. ആസ് എഗെയിൻസ്റ്റ് സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഈസ് ഹൈലി റിലയബിൾ. സമ്മേറ്റീവ് ഇവാലുവേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ കുറച്ചുകൂടി റിലയബിൾ ആണ്. ഇവിടെ ഓർക്കേണ്ടത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ക്ലാസ് റൂം ബേസ്ഡ് ഇവാലുവേഷനാണ്. സമ്മേറ്റീവ് ടുവേർഡ്സ് ദി എൻഡ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് പറയുന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ടെൻസ് ടു ആക്സലറേറ്റ് പേസ്, റൈറ്റ്? ബിക്കോസ് ലേണിങ്ങിൻ്റെ പേസ് കൂട്ടും. ബിക്കോസ് ഓരോ ടൈമിലും ടീച്ചർ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് കറക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലേണിങ്ങിൻ്റെ പേസ് കൂട്ടും. ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ സമ്മേറ്റീവ് ഇവാലുവേഷൻ ഫോർമേറ്റീവ് ഇവാലുവേഷനേക്കാൾ റിലയബിൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അല്ല, സോറി, ആസ് അഗെയിൻ സമ്മേറ്റീവ് ഇവാലുവേഷൻ ഫോർമേറ്റീവ് ഇവാലുവേഷൻ റിലയബിൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ബിക്കോസ് സമ്മേറ്റീവ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ടുവേഴ്സ് ദി എൻഡ് ആണ്. എത്രമാത്രം ലേണിംഗ് ഔട്ട്കം അച്ചീവ് ചെയ്തു, എത്രമാത്രം ലേണിംഗ് ഔട്ട്കം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ് ഹെൽപ്ഫുൾ. അപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷനേക്കാൾ ഹെൽപ്ഫുൾ അതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ ദാറ്റ് ഈസ് റോങ്. ഓക്കെ, സി ആണ് ആൻസർ. മറ്റൊരു ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് ഐറ്റംസ്: ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, നോംസ് ആൻഡ് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇതൊക്കെ മറ്റ് ടൈപ്പ് ഓഫ് ഇവാലുവേഷനാണ്, ക്രൈറ്റീരിയൻ റെഫറൻസ് ഒക്കെ. സോ ഫോർമേറ്റീവ് സമ്മേറ്റീവ് മാച്ച് ചെയ്യാമെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ക്യൂസസ് ആൻഡ് ഡിസ്കഷൻ, റൈറ്റ്? സോ ക്ലാസ് റൂമിൽ കണ്ടക്ട് ചെയ്യുന്ന ക്യൂസസും ഡിസ്കഷനും ഒക്കെ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എക്സാമ്പിളാണ്. സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഇവാലുവേറ്റിംഗ് ക്രൈറ്റീരിയൻ ടെസ്റ്റ് ആൻഡ് ദെയർ ഇവാലുവേഷൻ ഗ്രേഡിംഗ് ഓഫ് ഫൈനൽ ഔട്ട്കംസ്. സോ അത് മാച്ച് ചെയ്ത് ബാക്കിയുള്ള ആൻസർ ചെയ്ത് നമുക്ക് എഴുതാം. ഓക്കെ, സൊല്യൂഷൻ എ ആയിരുന്നു. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമാണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന ബേസിക് തിങ്സ് അറിയാമെങ്കിൽ ബാക്കി എഴുതാൻ സാധിക്കും. അതാണ് പറഞ്ഞത്. ക്യൂസസ്, ഡിസ്കഷൻ, എക്സെട്ര, ഇത് ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ്. സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ് എൻഡ് ഓഫ് ദി ടേം ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, 1 second, 10 minutes. ഓക്കെ, സോറി, കണ്ടിന്യൂ ചെയ്യുന്നു. വാട്ട് ആർ ദി എലമെൻറ്റ്സ് ഓഫ് ഇവാലുവേഷൻ പ്ലാൻ? ഇവാലുവേഷൻ പ്ലാനിൻ്റെ ബേസിക് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇവാലുവേഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്തിനു വേണ്ടി ഇവാലുവേറ്റ് ചെയ്യുന്നു? പർപ്പസ് ഇമ്പോർട്ടൻറ്റ്. ഏത് ഏരിയയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? റിസോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ? അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അവിടെ ഒരു അതോറിറ്റിയുടെ ആവശ്യമില്ല, പവറിൻ്റെ ആവശ്യമില്ല. സോ ഫസ്റ്റ് 3 ഈസ് ട്രൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ 4. ഇവാലുവേഷൻ പ്ലാനിൽ 4 എലമെൻറ്റ്സ് ആണ് വരുന്നത്: പർപ്പസ്, റിസോഴ്സ്, അനാലിസിസ്. അത് സെപ്പറേറ്റ് പറയാതെ ഞാൻ ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ലേണിംഗ് നമ്മൾ സെപ്പറേറ്റ്ലി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ലൈക്ക് ഈ ലേണിങ്ങിനകത്ത് നമുക്ക് കൂടുതൽ നോക്കാനുള്ളത് ക്ലാസ് റൂം ലേണിംഗ് ആൻഡ് സ്വയം പ്രഭ പോലുള്ള സ്കീമുകൾ, മൂക്ക്, ഇതൊക്കെ നമ്മൾ ICTയുടെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആയതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ വന്നിട്ടുമുണ്ട്. സോ ജസ്റ്റ് ഒന്ന് നോക്കുക, ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പറയാനുള്ളത്. ഈ ലേണിങ്ങിൻ്റെ കുറച്ച് പാർട്ടും കൂടെ ഉണ്ടായിരുന്നു. അത് ഒരു തവണ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഈ ലേണിങ്ങിൽ വരുന്നത് സ്വയം പോലുള്ള സ്കീമുകളെ പറ്റി കൂടുതൽ അറിയണം. ആ സ്കീമുകളെ പറ്റി നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് പകരം ICTയിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. സ്വയം പ്രഭ, മൂക്ക് സെഷൻസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതൊന്ന് റെഫർ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.